Hi all, good evening. Welcome to Civilianz Final Lab. അപ്പോൾ എല്ലാവർക്കും Civilianz SSC JE Civil Engineering Examന്റെ ഭാഗമായിട്ട് നടത്തുന്ന ഫൈനൽ ലാബിലേക്കാണ് ഇന്ന് നമ്മുടെ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും SSC JE Civil Engineering Examsന് കുറച്ചധികം വെയിറ്റേജ് ഉള്ള ടോപ്പിക് സബ്ജക്ട്സിൽ ഒന്നാണ് ബിൽഡിംഗ് മെറ്റീരിയൽസ്. ഓക്കെ, ഇവിടെ നമുക്കൊരു മാക്സിമം ഒരു 15 to 20 ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്നുണ്ട്. ബിൽഡിംഗ് മെറ്റീരിയൽസും കോൺക്രീറ്റ് ടെക്നോളജി ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ബിൽഡിംഗ് മെറ്റീരിയൽസ് കംപ്ലീറ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. എല്ലാവരും ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് മുൻ വർഷങ്ങളിൽ നടന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അല്ലെങ്കിൽ അതുപോലെ തന്നെ ESC എക്സാംസിനാണെങ്കിലും അതർ സ്റ്റേറ്റ് എക്സാംസിനാണെങ്കിലും ഗേറ്റ് എക്സാമിനാണെങ്കിലും നടന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസും ഉണ്ട്, കുറച്ച് അഡീഷണൽ ആയിട്ട് നമുക്ക് ഇനി വരുന്ന എക്സാംസിനൊക്കെ പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കാം. മാക്സിമം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് നിങ്ങൾ തന്നെ ഒന്ന് നോട്ട് ചെയ്ത് പോകുന്നത് നല്ലതായിരിക്കും. എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു, എത്ര എണ്ണം കറക്റ്റ് ആയിട്ട് കിട്ടി, എത്ര എണ്ണം റോങ് ആയിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ ഒന്ന് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ പോലെ ഈ സെഷൻ ഹെൽപ്ഫുൾ ആയിരിക്കും. അതേപോലെ തന്നെ എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ ഈ സെഷനിൽ തന്നെ ഒരു സർപ്രൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. 3-4 ക്വസ്റ്റ്യൻസ് എന്തായാലും വരും. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിൽ ആദ്യം ആൻസർ ചെയ്യുന്ന ആൾക്ക്, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ചെയ്യുന്ന ആൾക്ക് നമ്മുടെ സിവിലിയൻസിന്റെ SSC JE ടെസ്റ്റ് സീരീസ് ഫ്രീ ആയിട്ട് അവൈലബിൾ ആവുന്നതാണ്, ഗിഫ്റ്റ് പോലെ കിട്ടുന്നതാണ്. അപ്പോൾ മാക്സിമം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നതിന് മുന്നേ ഞാൻ പറയും, കറക്റ്റ് ആൻസേഴ്സ് ചെയ്യാനായിട്ടും ശ്രമിക്കാം. ഇതിനൊപ്പം തന്നെ ആൻസേഴ്സ് നിങ്ങൾ മാർക്ക് ചെയ്ത് പോവുക. ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നതിനും ആൻസർ ചെയ്ത് കമന്റ് ചെയ്ത് പോയിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബിൽഡിംഗ് മെറ്റീരിയൽസിൽ ആദ്യം നമുക്ക് നോക്കാനുള്ളത് ഏറ്റവും വെയിറ്റേജ് ഉള്ള ടോപ്പിക്സ് ഏതാണെന്നുള്ളതാണ്. ഹയസ്റ്റ് വെയിറ്റേജ് ടു ലോവസ്റ്റ് വെയിറ്റേജ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. നമുക്ക് എപ്പോഴും എല്ലാ എക്സാംസിനും ഉള്ളതുപോലെ തന്നെ സിമെന്റ് ആണ് ഇവിടെയും വെയിറ്റേജ് കൂടുതലായിട്ടുള്ളത്. സിമെന്റ് ഉണ്ട്, അതേപോലെ ബ്രിക്കിന് വെയിറ്റേജ് ഉണ്ട്, ടിമ്പറിന് വെയിറ്റേജ് ഉണ്ട്, പിന്നെ ഈ പറയുന്ന പോലെ സ്റ്റോൺസ് ഉണ്ട്. അതിനുശേഷം കുറച്ചൊരു മീഡിയം ലെവലിൽ പെയിന്റിൽ നിന്നും അതേപോലെ തന്നെ ലൈമിൽ നിന്നും ഒക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, മോട്ടാറിൽ നിന്നൊക്കെ. ലീസ്റ്റ് വെയിറ്റേജ് ആയിട്ട് നമ്മുടെ ഗ്ലാസും ക്ലേ പ്രോഡക്ട്സ് ഒക്കെ പറയാം. അപ്പൊ ഈ മാക്സിമം ഇത്രയും സെഷനിൽ തന്നെ ഇത്രയും ക്വസ്റ്റ്യൻസ്, ഇത്രയും പോർഷൻസിൽ തന്നെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, നമുക്കപ്പോൾ ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷത്തെ 2022 നടന്ന ഒരു ക്വസ്റ്റ്യൻ, SSC JE എക്സാമിന് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും അറിയാവുന്ന ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സിമെന്റിലുള്ള ഏറ്റവും ആദ്യം നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓക്സൈഡ്സ് ഈസ് present in highest proportion in ordinary Portland cement? Ordinary Portland cement നമ്മുടെ OPC ഹയസ്റ്റ് പ്രൊപ്പോർഷനിൽ ഇതിൽ ഏത് ഓക്സൈഡ് ആണ് പ്രസന്റ് ആയിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം സിമെന്റിൽ ഏറ്റവും കൂടുതൽ ഉള്ള ഇൻഗ്രീഡിയന്റ് ഏതാണ്? ലൈം ആണ്. അപ്പൊ ലൈമിന്റെ കെമിക്കൽ ഫോർമുലയാണ് എന്തെന്ന് പറയുന്നത്? കാൽഷ്യം ഓക്സൈഡ്. ഓക്കെ, അപ്പോ കാൽഷ്യം ഓക്സൈഡ് ആണ് നമ്മുടെ ലൈം എന്ന് പറയുന്നത്. എത്ര പെർസെന്റേജ് ആണെന്ന് അറിയാലോ എല്ലാവർക്കും. ഒരു 62 to 67% വരെ നമ്മൾ ലൈമിന് പറയാറുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ലൈം കഴിഞ്ഞാൽ ഏറ്റവും മേജർ ആയിട്ട് വരുന്ന ഇൻഗ്രീഡിയന്റ് ഏതാണ്? സിലിക്കയാണ്. സിലിക്ക ഏകദേശം നമുക്കൊരു 17 to 25% പറയാം. അതേപോലെ അതിനുശേഷം നമുക്ക് വരുന്നതാണ് അലൂമിന വരും, 3 to 8% വരും. ജിപ്സം വരും, 3 to 4% വരും. പിന്നെ ഈ പറയുന്ന പോലെ മഗ്നീഷ്യ വരും. അപ്പോൾ അറിയേണ്ട കാര്യം ഇതാണ്, ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ മാക്സിമം ഉള്ള ഇൻഗ്രീഡിയന്റ് ഏതാണെന്നുള്ളതാണ്. അത് ലൈം ആണ്. ലൈമിന്റെ കെമിക്കൽ ഫോർമുലയാണ് CaO എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻസ് നിങ്ങൾ ഓരോന്നും കമന്റ് ചെയ്തിരുന്നാൽ മതി. എന്താണ് ഓപ്ഷൻ A, B, C, D ഏതാണെന്നുള്ളത് നിങ്ങൾ മാർക്ക് ചെയ്യുക. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അത് കറക്റ്റ് ആണോ റോങ് ആണോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും അറിയാവുന്നതാണ്, ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ആ ഇൻഗ്രീഡിയൻസിനെ ബേസ് ചെയ്ത് തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അലൂമിന ആസ് ഇൻഗ്രീഡിയൻസ് ഓഫ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് ഇംപാർട്സ്. അലൂമിനയുടെ മെയിൻ ഫംഗ്ഷൻ എന്തെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസിനും ഓരോരോ ഫംഗ്ഷൻസ് ഉണ്ട്. ലൈമിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ബൈൻഡിങ് ആണ്. സിലിക്ക ഫോർ സ്ട്രെങ്ത് ആണ്. അലൂമിനയുടെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ക്വിക്ക് സെറ്റിംഗ് അല്ലെങ്കിൽ ഫ്ലാഷ് സെറ്റിംഗ് ഒക്കെ ഇമ്പാർട്ട് ചെയ്യുന്ന മെയിൻ ഇൻഗ്രീഡിയന്റ് ആരായിരിക്കും? അലൂമിന ആയിരിക്കും. അതുപോലെ ജിപ്സത്തിന്റെ ഫംഗ്ഷൻ എല്ലാവർക്കും അറിയാം, റിപ്പീറ്റഡ് ആയിട്ട് എപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ജിപ്സം എന്താണ്? റിട്ടാർഡർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സെറ്റിങ്ങിനെ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു പ്രോസസ്സിനെ കംപ്ലീറ്റ് ഡിലേ ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ജിപ്സം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്തായിരിക്കും? അലൂമിന ആസ് ഇൻഗ്രീഡിയൻസ് ഓഫ് OPC ഇംപാർട്സ് ക്വിക്ക് സെറ്റിംഗ് പ്രോപ്പർട്ടി ടു ദ സിമെന്റ്. സിമെന്റിന് ക്വിക്ക് സെറ്റിംഗ്, പെട്ടെന്ന് സെറ്റ് ആവാനായിട്ടാണ് നമ്മൾ ആര് കൊടുക്കുന്നത്? അലൂമിനെ കൊടുക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ A ആയിരിക്കും കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതും കഴിഞ്ഞ വർഷം തന്നെ ചോദിച്ചിരുന്നതാണ്, SSC JEക്ക് വന്ന ക്വസ്റ്റ്യൻ ആണ്. കംപ്രസീവ് സ്ട്രെങ്ത് ഡെവലപ്മെന്റ് ഡ്യൂ ടു സിമെന്റ് ആൻഡ് ഇറ്റ്സ് ഫൈനസ് ആർ ഇൻ വിച്ച് റിലേഷൻ ടു ഈച്ച് അതർ? ഫൈനസും സിമെന്റിന്റെ കംപ്രസീവ് സ്ട്രെങ്തും തമ്മിലുള്ള റിലേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്.
എല്ലാവർക്കും ബേസിക് ആയിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. എത്രത്തോളം സിമന്റ് ഫൈനർ ആവുന്നോ അത്രത്തോളം നല്ല രീതിയിൽ ഹൈഡ്രേഷൻ റിയാക്ഷൻ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്ട്രെങ്ത് ഡെവലപ്മെന്റും റാപ്പിഡ് ആയിട്ട് നടക്കും. അപ്പൊ ഫൈനർ ആകും തോറും നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യും, സ്ട്രെങ്തും അറ്റൈൻ ചെയ്യും. നമ്മൾ ഫൈനസ് ടെസ്റ്റ് ഒക്കെ സിമന്റിൽ ചെയ്യാറുണ്ട്. ഫൈനസ് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നത് ഏത് അപ്പാരറ്റസ് ആണെന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്ത് എല്ലാവരും. അപ്പോൾ ഫൈനർ ആകും തോറും എത്രത്തോളം നല്ല ഫൈനർ ആകുന്നോ സിമന്റ് അത്രത്തോളം എന്തായിരിക്കും, സ്ട്രെങ്ത് ഡെവലപ്മെന്റ് ഫാസ്റ്റർ ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ എങ്ങനെയാണ് കംപ്രസീവ് സ്ട്രെങ്തും ഫൈനസും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയായിരിക്കും, അവർ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും. ഫൈനർ ആകും തോറും കംപ്രസീവ് സ്ട്രെങ്തും കൂടുതലായിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The chemical reaction that occurs when cement is mixed with water. സിമെന്റും വാട്ടറും തമ്മിൽ മിക്സ് ചെയ്യുമ്പോഴത്തേനും ഉണ്ടാവുന്ന കെമിക്കൽ റിയാക്ഷൻ എന്താണെന്നത് വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, ഈസി ക്വസ്റ്റൻ ആണ്. എന്തായിരിക്കും അത്? ഹൈഡ്രേഷൻ റിയാക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. സിമെന്റും വാട്ടറും തമ്മിലുള്ള റിയാക്ഷനെയാണ് ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഹൈഡ്രേഷൻ ചെയ്യാനായിട്ട് നമുക്ക് എത്ര പെർസെന്റേജ് വാട്ടർ വേണം എന്നൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും. ആ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഒരു 23% വാട്ടർ വേണം. കംപ്ലീറ്റ് ആയിട്ട് ഒരു ഹൈഡ്രേഷൻ പ്രോസസ്സ് നടക്കാനായിട്ട്, അതായത് കെമിക്കൽ റിയാക്ഷനും വോയിഡ്സ് ഒക്കെ ഫില്ല് ചെയ്യാനും കൂടി വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് എത്ര വേണം? 38% വാട്ടർ ആയിരിക്കണം വേണ്ടത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ് ഹൈഡ്രേഷൻ റിയാക്ഷൻ എന്താണെന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു IS 4082/1996, to store cement bags at the working site, a space of minimum shall be left around between the exterior walls and the stacks. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫീൽഡിലൊക്കെ സിമെന്റ് ബാഗ്സ് സ്റ്റോർ ചെയ്യുന്നതിനെ പറ്റിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ സൈറ്റിലൊക്കെ സ്റ്റോർ ചെയ്യുമ്പോഴത്തേനും എങ്ങനെയായിരിക്കണം ആ സിമെന്റ് ബാഗ്സ്, ആ ഒരു സ്റ്റാക്കിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് അല്ലെങ്കിൽ ആ ഒരു വോളും സിമെന്റ് ബാഗ്സിന് ഇടയ്ക്കുള്ള ഗ്യാപ്പ് എത്രയായിരിക്കണം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ 600 mm ആണ്. നമ്മുടെ IS കോഡ് 4082/1996 തന്നെ പറയുന്നുണ്ട്. അതിന്റെ ആ കോഡിന്റെ പേരാണ് സ്റ്റാക്കിംഗ് ആൻഡ് സ്റ്റോറേജ് ഓഫ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആൻഡ് കമ്പോണൻസ് അറ്റ് സൈറ്റ്. ഈ കോഡിൽ എടുത്ത് പറയുന്ന ഒരു ക്ലോസ് ഉണ്ട്. ഇവിടെ പറയുന്നുണ്ട്, എ സ്പേസ് ഓഫ് 600 mm മിനിമം ഷോൾ ബി ലെഫ്റ്റ് അറൌണ്ട് all round between the exterior walls and the stacks. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് 600 mm നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതേപോലെ തന്നെ ഇവിടെ വേറൊരു ക്ലോസും പറയുന്നുണ്ട്, ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സിമെന്റ് ബാഗ്സ് ഷോൾ ബി സ്റ്റാക്ഡ് ഓഫ് ദ ഫ്ലോർ ഓൺ വുഡൻ പ്ലാങ്ക്സ് ഇൻ സച്ച് എ വേ ആസ് ടു കീപ് അബൌട്ട് 150 mm to 200 mm ക്ലിയർ അബൌവ് ദ ഫ്ലോർ. അതായത് ഫ്ലോറിന്റെ അബോവ് ആയിട്ട് നമ്മളൊരു 150 to 200 mm ഗ്യാപ്പിലായിരിക്കണം സിമെന്റ് ബാഗ് വെക്കേണ്ട വുഡൻ പ്ലാങ്ക്സ് നമ്മൾ വെക്കേണ്ടത്. അപ്പൊ ഇതിന്റെ ഇടയ്ക്കുള്ള ആ ഒരു ഗ്യാപ്പ്, വോളും സിമെന്റ് ബാഗിന്റെ സ്റ്റാക്കും തമ്മിലുള്ള ഡിസ്റ്റൻസും അല്ലെങ്കിൽ രണ്ട് സ്റ്റാക്ക് തമ്മിലുള്ള ഡിസ്റ്റൻസും എല്ലാം എന്തായിരിക്കണം? 600 mm ആയിരിക്കണം. ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ഇനി എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബോക്സ് കോമ്പൗണ്ട്സ് ഈസ് ഇൻ OPC റെസ്പോൺസിബിൾ ഫോർ പ്രോഗ്രസീവ് സ്ട്രെങ്ത് ബൈ സ്ലോ ഹാർഡനിങ് ആൻഡ് റിലീസിങ് ലെസ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ? സിമെന്റിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബോക്സ് കോമ്പൗണ്ടിന്റെ സെക്ഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഥിരമായിട്ട് ഏത് എക്സാം നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ കാണാറുള്ളതാണ്. ഓക്കെ, ഇപ്പൊ കഴിഞ്ഞ വർഷം നടന്ന എക്സാമിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതും. അപ്പൊ ബോക്സ് കോമ്പൗണ്ട് ഏതാണെന്നും എന്താണെന്നും എല്ലാവർക്കും അറിയായിരിക്കും. C3A ഉണ്ട്, C4AF ഉണ്ട്, C3S ഉണ്ട്, അതേപോലെ C2S ഉണ്ട്. ഇവിടെ തന്നിരിക്കുന്നതിൽ ഏത് ബോക്സ് കോമ്പൗണ്ട് ആണ് റെസ്പോൺസിബിൾ ഫോർ പ്രോഗ്രസീവ് സ്ട്രെങ്ത്, അതായത് ലേറ്റർ ഏജിൽ മാത്രമേ അവർ സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യുന്നുള്ളൂ, ബൈ സ്ലോ ഹാർഡനിങ്, ഹാർഡൻ ആവുന്നത് പതുക്കെ ആയിരിക്കും, അതേപോലെ ആൻഡ് റിലീസിങ് ലെസ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ, വളരെ കുറച്ച് മാത്രമേ ഹീറ്റും ലിബറേറ്റ് ചെയ്യുന്നുള്ളൂ. ഏതായിരിക്കും? ഡൈ കാൽഷ്യം സിലിക്കേറ്റ് ആയിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്, എല്ലാവർക്കും റീവൈൻഡ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാം. നമ്മൾ ഫോം ചെയ്യുന്ന ഓർഡറിൽ ബോക്സ് കോമ്പൗണ്ട് നമുക്ക് എങ്ങനെയൊക്കെ പറയാം? ആദ്യം ഫോം ചെയ്യുന്നത് ആരാണ്? C3A ആണ്, പിന്നെ C4AF, പിന്നെ C3S, ലാസ്റ്റ് ആണ് C2S ഫോം ചെയ്യുന്നത്. ഇതിന്റെയൊക്കെ പേര് എങ്ങനെയായിരിക്കും? ട്രൈകാൽഷ്യം അലൂമിനേറ്റ്, ടെട്രാകാൽഷ്യം അലൂമിനോഫെറൈറ്റ്, ട്രൈകാൽഷ്യം സിലിക്കേറ്റ് ആൻഡ് ഡൈകാൽഷ്യം സിലിക്കേറ്റ്. ഇവരെ എങ്ങനെയൊക്കെ നമുക്ക് പറയാം? സെലൈറ്റ്, ഫെലൈറ്റ്, എലൈറ്റ്, ബെലൈറ്റ്. ഇതെല്ലാം അതർ നെയിംസ് ആണ്. ഇതിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഈ ഒരു ചാർട്ടിൽ നിന്ന് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. ഈ ബോക്സ് കോമ്പൗണ്ട് കംപ്ലീറ്റ് ഇങ്ങനെ തന്നെ പഠിക്കേണ്ടതാണ്. ഇതിൽ C3A ആദ്യം ഫോം ചെയ്യുന്നതാണ്. C3A തന്നെയാണ് എന്തിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്? ഇനീഷ്യൽ സെറ്റ് അല്ലെങ്കിൽ ഫ്ലാഷ് സെറ്റിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. നമുക്ക് ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട്, അലൂമിനിയാണ് എന്ത് ചെയ്യുന്നത്? പെട്ടെന്ന് ക്വിക്ക് സെറ്റിംഗ് പ്രോപ്പർട്ടി എല്ലാം കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അലൂമിനേറ്റ് ഉള്ള ട്രൈകാൽഷ്യം അലൂമിനേറ്റ് ആണ് ഇനീഷ്യൽ സെറ്റ് അല്ലെങ്കിൽ ഫ്ലാഷ് സെറ്റ് കൊടുക്കുന്നത്. ടെട്രാകാൽഷ്യം അലൂമിനോഫെറൈറ്റിന് പ്രത്യേകിച്ച് ഫംഗ്ഷൻ ഇല്ല, പൂർ സിമെന്റിംഗ് വാല്യൂ ഉള്ള ഒരു മെറ്റീരിയൽ ആണ്. നെക്സ്റ്റ് വൺ ട്രൈകാൽഷ്യം സിലിക്കേറ്റ്. സിലിക്കേറ്റ് എപ്പോഴും സ്ട്രെങ്ത് ആണ് കൊടുക്കുന്നത്. ട്രൈകാൽഷ്യം സിലിക്കേറ്റും ഉണ്ട്, ഡൈകാൽഷ്യം സിലിക്കേറ്റും ഉണ്ട്. ട്രൈകാൽഷ്യം സിലിക്കേറ്റ്
സിലിക്കേറ്റ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ സ്ട്രെങ്ത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഏർലി സ്ട്രെങ്ത് അല്ലെങ്കിൽ ഇനിഷ്യൽ സ്ട്രെങ്ത് ഒക്കെ അച്ചീവ് ചെയ്യുന്നത് ട്രൈ കാൽഷ്യം സിലിക്കേറ്റ് കാരണമായിരിക്കും. ഡൈ കാൽഷ്യം സിലിക്കേറ്റ് എന്താണ്? സ്ട്രെങ്ത് തന്നെയാണ്, പക്ഷെ അത് എങ്ങനെയുള്ളൂ? പ്രോഗ്രസീവ് ആയിട്ട് മാത്രമേ സ്ട്രെങ്ത് അവിടെ അറ്റൈൻ ചെയ്യുന്നുള്ളൂ, ഫൈനൽ ആയിട്ട് മാത്രമേ സ്ട്രെങ്ത് അച്ചീവ് ചെയ്യുന്നുള്ളൂ. അതേപോലെ തന്നെ ഡൈ കാൽഷ്യം സിലിക്കേറ്റിന് പ്രത്യേകമായിട്ടൊരു പ്രോപ്പർട്ടി നമ്മൾ പറയാറുണ്ട്. ഇറ്റ് ക്യാൻ റെസിസ്റ്റ് കെമിക്കൽ അറ്റാക്ക്. കെമിക്കൽ അറ്റാക്കിനെ എല്ലാം റെസിസ്റ്റ് ചെയ്യും. നല്ല രീതിയിൽ കെമിക്കൽ റെസിസ്റ്റൻസ് ഉള്ള ഒരു ബോക്സ് കോമ്പൗണ്ട് ആരെന്ന് പറയുന്നത്? ഡൈകാൽഷ്യം സിലിക്കേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ചാർട്ടാണ് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. ഇനി ഇവിടെ തന്നെ അടുത്ത കാര്യങ്ങൾ കൂടെ പറയാം. ഇത്രയും കോമ്പൗണ്ട്സിൽ ആദ്യം ഫോം ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം പറഞ്ഞു. ഏറ്റവും കൂടുതൽ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ നമ്മൾ ആ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ ആ ഒരു ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഉണ്ടാവുന്നത് C3A പ്രസൻസ് ആണ്. അതായത് ഏറ്റവും കൂടുതൽ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഉള്ളത് C3Aക്കാണ്. ഈ ഒരു ഇത് നോക്കിയേ, ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഹീറ്റ് എവല്യൂഷൻ, എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് ഹീറ്റ് ഇവോൾവ് ചെയ്യുന്നു എന്നുള്ളത് C3A ആണ് ഏറ്റവും കൂടുതൽ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ C3A കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നത് C3S ആണ്. C3S പിന്നെ C4AF, ലാസ്റ്റ് മാത്രമേ ആരുള്ളൂ? C2S ഉള്ളൂ. C2S ലാസ്റ്റ് ഫോം ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ലെസ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ആർക്കായിരിക്കും? C2S ആയിരിക്കും. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിലേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ റേറ്റ് ഓഫ് ഹൈഡ്രേഷൻ നമ്മൾ പറയാറുണ്ട്. റേറ്റ് എന്ന് പറയുമ്പോൾ ആ കെമിക്കൽ റിയാക്ഷൻ ഒക്കെ നടക്കുന്നത് റാപ്പിഡായിട്ട് ആര് ഫോം ചെയ്യാനായിട്ട് ഉണ്ടാവുന്നു, ആര് ഫോം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ള രീതിയിലാണ് റേറ്റ് ഓഫ് ഹൈഡ്രേഷൻ നമ്മൾ പറയുന്നത്. അവിടെ പറയുമ്പോൾ C4AF ആയിരിക്കും ഏറ്റവും കൂടുതൽ വരുന്നത്. പിന്നെ C3A, C3S ആൻഡ് C2S. അപ്പൊ റേറ്റ് ഓഫ് ഹൈഡ്രേഷൻ ആണെങ്കിലും ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ആണെങ്കിലും ഏറ്റവും ലോവർ ആർക്കായിരിക്കും? C2S ആയിരിക്കും. അതേപോലെ ലാസ്റ്റ് വൺ ഇമ്പോർട്ടന്റ് ആണ്, പെർസെന്റേജ് കോമ്പോസിഷൻ. ഇവരിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ പെർസെന്റേജിൽ നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എലൈറ്റ് ആയിരിക്കും. ഒരു ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഓർത്തിരിക്കുക. എലൈറ്റ്, ബെലൈറ്റ്, സെലൈറ്റ്, ഫെലൈറ്റ്, ABCF ആ ഒരു ഓർഡറിലാണ് പെർസെന്റേജ് കോമ്പോസിഷനും പോകുന്നത്. ഏറ്റവും കൂടുതൽ കാണുന്നത് എലൈറ്റ് ആയ C3S ആയിരിക്കും, പിന്നെ ബെലൈറ്റ് ആയ C2S ആയിരിക്കും, നെക്സ്റ്റ് സെലൈറ്റ് ആയ C3A ആയിരിക്കും, ലാസ്റ്റ് വൺ ഫെലൈറ്റ് ആയ C4AF ആയിരിക്കും. ഈ മൂന്ന് റിലേഷനും ഇമ്പോർട്ടന്റ് ആണ്, ഈ ഒരു ചാർട്ടും ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഇതിന്റെയൊക്കെ ഫംഗ്ഷൻസ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ എങ്ങനെ പറയാം? വിച്ച് ഓഫ് ദ ഫോളോയിങ് ബോക്സ് കോമ്പൗണ്ട് ഇൻ OPC റെസ്പോൺസിബിൾ ഫോർ പ്രോഗ്രസീവ് സ്ട്രെങ്ത്? പ്രോഗ്രസീവ് സ്ട്രെങ്ത് ആണ്, അതിൽ തന്നെ ആൻസർ കിട്ടും. ബൈ സ്ലോ ഹാർഡനിങ് ആൻഡ് റിലീസിംഗ് ലെസ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ. കുറച്ച് മാത്രമേ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ അതാര് തന്നെ ആയിരിക്കും? ഡൈകാൽഷ്യം സിലിക്കേറ്റ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ ഈ ഒരു ടോപ്പിക്ക്? വളരെ ഇമ്പോർട്ടന്റ് ആണ് എല്ലാ എക്സാംസിനും. ഇനിയിപ്പോൾ നടക്കുന്ന ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്. ESIC എക്സാംസ് വരുന്നുണ്ട്, അതേപോലെ DDAയുടെ എക്സാംസ് വരുന്നുണ്ട്, അതേപോലെ നെക്സ്റ്റ് ഇയർ നമുക്ക് ഇനി PSC എക്സാംസ്, അതുകൂടാതെ തന്നെ നമ്മുടെ കേരള PSC എക്സാംസിനാണെങ്കിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ SSC JEയുടെ തന്നെയാണ്, അല്ലെങ്കിൽ അതർ സ്റ്റേറ്റിൽ നിന്നൊക്കെ തന്നെയാണ് കൂടുതലായിട്ട് ചോദിച്ചു കാണുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. ഓക്കെ, അതിനോടനുബന്ധിച്ച് തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുമ്പോഴത്തേനും ആരാണ് ആദ്യം ആൻസർ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ഇതൊരു ഗിഫ്റ്റ് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എടുക്കുകയാണ്, ആൻസർ ചെയ്യാം. ദ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഓഫ് സിമെന്റ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ. ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ, സിമെന്റിന്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ എങ്ങനെയാണ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ആൻസർ ആരാണ് ആദ്യം കറക്റ്റ് ആയിട്ട് പറയുന്നതെന്ന് നോക്കാം. ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഓഫ് സിമെന്റ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ. വൈഷ്ണവ് ആദ്യം പറയുന്നുണ്ട് D, നിമിഷ ജോസഫ് A, അനിത CV A. ഓക്കെ, കുറെ ആൻസേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ശ്രദ്ധിച്ച് വായിച്ചാൽ ആൻസർ കിട്ടും. നിമിഷ ജോസഫ് ആണ് ആൻസർ ആദ്യമായിട്ട് കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. നിമിഷ ജോസഫ്. ഓക്കെ, ഓപ്ഷൻ A ആണ് ആൻസർ ആയിട്ട് പറയുന്നത്. ഒന്ന് ശ്രദ്ധിച്ച് വായിച്ച ഈ ക്വസ്റ്റ്യൻ. ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഓഫ് സിമെന്റ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ. ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ കുറയ്ക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഓപ്ഷൻ, റെഡ്യൂസ് ദ പ്രൊപ്പോർഷൻസ് ഓഫ് C3A ആൻഡ് C3S. C3Aയും C3Sഉം റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം. C3A എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും കൂടുതൽ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ കൊടുക്കുന്നതാണ്. C3S എന്താണ്? അതിനുശേഷം ഏറ്റവും കൂടുതൽ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ വരുന്നതാണ്. അപ്പൊ അവരെ രണ്ടുപേരും റെഡ്യൂസ് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ കുറയ്ക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് വൺ, ഇൻക്രീസിംഗ് ദ പ്രൊപ്പോർഷൻസ് ഓഫ് C3A ആൻഡ് C3S. ഒരിക്കലും ഇല്ല, C3Aയും C3Sഉം കൂട്ടി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ഒരുപാട് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ പിന്നെയും വരത്തേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഓപ്ഷൻ B അല്ല. നെക്സ്റ്റ് വൺ, ഇൻക്രീസിംഗ് ദ ഫൈൻനെസ് ഓഫ് സിമെന്റ്. സിമെന്റിന്റെ ഫൈൻനെസ് കൂടുന്തോറും, അതായത് എത്രത്തോളം ഫൈനർ ആവുന്നു, അപ്പൊ എന്തായിരിക്കും നടക്കുക? ഹൈഡ്രേഷൻ പ്രോസസ്സ് ഫാസ്റ്റർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഹീറ്റും എങ്ങനെയായിരിക്കും? വളരെ നല്ല രീതിയിൽ ലിബറേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പൊ നമ്മൾ ആ ഒരു ഓപ്ഷൻ C കറക്റ്റ് ആയിട്ട് പറയില്ല. ഫൈനർ ആകും തോറും ഹൈഡ്രേഷൻ ഫാസ്റ്റ് ആയിരിക്കും, അതേപോലെ തന്നെ എങ്ങനെയായിരിക്കും? ഹീറ്റ് ഓഫ് ഹൈഡ്രേഷനും ഫാസ്റ്റ് ആയിട്ടായിരിക്കും ലിബറേറ്റ് ചെയ്യുക. അപ്പൊ ഇവിടെ എന്ത് മാത്രമേ, അപ്പൊ ഒരു കൺഫ്യൂഷൻ ആയിട്ടായിരിക്കും ഈ ഒരു ഓപ്ഷൻ D കാണുന്നത്. ബോത്ത് 1 and 3 വരുമ്പോൾ കുറച്ചൊരു കൺഫ്യൂഷൻ ആവും. അപ്പൊ എന്തായിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരിക?
reducing the proportions of C3A and C3S. ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കണം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ചിലപ്പോൾ കാണുമ്പോൾ തന്നെ ഓപ്ഷൻ രണ്ടെണ്ണം വരാം എന്നൊക്കെയുള്ളൊരു തോന്നലുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, ഫൈനസ് കൂടുന്നവരും ഹൈഡ്രേഷൻ ഫാസ്റ്റർ ആണ്, നല്ല രീതിയിൽ ഹീറ്റ് ലിബറേറ്റ് ചെയ്യും. അതാണ് മനസ്സിലാക്കേണ്ടത്. ആ ഒരു കൺസെപ്റ്റിലാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നിമിഷ ജോസഫിന് തന്നെയാണ് ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കഴിഞ്ഞ തവണ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. വിച്ച് ബോക്ക് കോമ്പൗണ്ട് ഈസ് മിനിമൈസ്ഡ് ടു limit the hydration heat in low heat Portland cement for mass concreting projects. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഏത് കോമ്പൗണ്ട് ആണ് നമ്മൾ മിനിമൈസ് ചെയ്യേണ്ടത് ഫോർ. എങ്ങനെയായിരിക്കണം? ടു ലിമിറ്റ് ദ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ. ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ നമ്മൾ ഇവിടെ ലിമിറ്റ് ചെയ്യണം. അത് എന്താണെന്ന് പറയുന്നുണ്ട് ഇൻ ലോ ഹീറ്റ് പോർട്ട്ലാൻഡ് സിമെന്റ്. നമ്മൾ പല ടൈപ്സ് ഓഫ് സിമെന്റ് പറയാറുണ്ട്. അതിൽ തന്നെ ആ ലോ ഹീറ്റ് സിമെന്റിൽ നമുക്ക് എപ്പോഴും എങ്ങനെയായിരിക്കും? ഹീറ്റ് അവിടെ കുറവായിരിക്കും. അപ്പോൾ ഏത് ബോക്സ് കോമ്പൗണ്ടാണ് നമ്മൾ അവിടെ റെഡ്യൂസ് ചെയ്ത് കൊടുക്കേണ്ടത്? ഏതായിരിക്കും എപ്പോഴും? ഹയർ ആയിട്ടുള്ള ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ വരുന്നത് ആർക്കായിരിക്കും? എപ്പോഴും ട്രൈ കാൽഷ്യം അലൂമിനേറ്റിനാണ്. അപ്പോൾ ട്രൈ കാൽഷ്യം അലൂമിനേറ്റ് അവിടെ എങ്ങനെയായിരിക്കണം? കുറവായിരിക്കണം. അപ്പോൾ നമ്മൾ എപ്പോഴും ട്രൈ കാൽഷ്യം അലൂമിനെയാണ് റെഡ്യൂസ് ചെയ്ത് വെക്കേണ്ടത്. അതിൽ തന്നെ ലോ ഹീറ്റ് സിമെന്റിൽ എടുത്ത് പറയുന്നുണ്ട് ട്രൈ കാൽഷ്യം അലൂമിനേറ്റ് എപ്പോഴും ലെസ് ദാൻ 5% ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഏതായിരിക്കും കൂടുതലായിട്ട് വെക്കേണ്ടത്? ഏത് ബോക്സ് കോമ്പൗണ്ട് ആയിരിക്കും ലോ ഹീറ്റ് പോർട്ട്ലാൻഡ് സിമെന്റിൽ കൂടുതലായിട്ട് വരേണ്ടത്? അതൊന്ന് കമന്റ് ചെയ്ത് എല്ലാവരും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അറേഞ്ച് ദ ബോക്സ് കോമ്പൗണ്ട് compositions C3A, C4AF, C3S, C2S in ordinary Portland cement in the increasing order. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു റേറ്റ് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ബോക്സ് കോമ്പൗണ്ടിന്റെ പെർസെൻറ്റേജിന്റെ ബേസിസിൽ ഇൻക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഏറ്റവും കുറവ് ആരിലാണ്, അതിൽ തൊട്ട് ഏറ്റവും കൂടുതൽ ആരാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇൻക്രീസിംഗ് ഓർഡർ ആണ്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും ഇൻക്രീസിംഗ് ഓർഡർ എന്ന് പറയുമ്പോൾ ഏറ്റവും കുറവ്? നമ്മൾ ആ ഒരു എലൈറ്റ്, ബെലൈറ്റ്, സെലൈറ്റ്, ഫെലൈറ്റ് പറയുമ്പോൾ ഏറ്റവും കുറവ് ആർക്കായിരിക്കും? ഫെലൈറ്റിനായിരിക്കും. C4AFനായിരിക്കും അല്ലേ. അതിനുശേഷം ആർക്കായിരിക്കും? എലൈറ്റ്, ബെലൈറ്റ്, സെലൈറ്റിനാണ്. സെലൈറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? C3A ആണ്. പിന്നെ ബെലൈറ്റ് വരും, C2S വരും. പിന്നെ ആയിരിക്കും ആര് വരുന്നത്? C3S വരുന്നത്. ഏറ്റവും കൂടുതൽ അപ്പോൾ ആരാണ് കാണുന്നത്? C3S ആണ്. ഏറ്റവും കുറവ് ആരിലായിരിക്കും? C4AFലായിരിക്കും. ക്ലിയർ ആണല്ലോ? ഈ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ ഇൻക്രീസിംഗ് ഓർഡറും ഡിക്രീസിംഗ് ഓർഡറും തമ്മിൽ മാറിപ്പോയത്. അതാണ് മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇവിടെ മറ്റൊരു ഓപ്ഷനും തന്നിട്ടുണ്ട്, മാറിപ്പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതൊക്കെ ശ്രദ്ധിച്ച് വായിച്ച് വേണം മനസ്സിലാക്കാനായിട്ട്. ആ ഒരു ഇൻക്രീസിംഗ് ഓർഡറും ഡിക്രീസിംഗ് ഓർഡറും മാറിക്കഴിഞ്ഞാൽ തന്നെ ആൻസർ പോകും. ഓക്കെ, നെക്സ്റ്റ് വൺ. പിക്ക് അപ്പ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ്. ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പിക്ക് ചെയ്യാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഹൈ പെർസെൻറ്റേജ് ഓഫ് C3S ആൻഡ് ലോ പെർസെൻറ്റേജ് ഓഫ് C2S കോസ് റാപ്പിഡ് ഹാർഡനിങ്. ഓക്കെ, ഹൈ പെർസെൻറ്റേജ് ഓഫ് C3S കൂടുതലുണ്ടെങ്കിൽ തന്നെ എന്ത് സംഭവിക്കും? അവിടെ റാപ്പിഡ് ആയിട്ട് തന്നെ ഹാർഡനിങ് നടക്കും. പെട്ടെന്ന് തന്നെ സ്ട്രെങ്ത് ഒക്കെ അച്ചീവ് ചെയ്യും, പെട്ടെന്ന് തന്നെ ഹാർഡൻ നടക്കും. അപ്പോൾ ഓപ്ഷൻ എ കറക്റ്റ് ആണ്. നെക്സ്റ്റ് വൺ, ഹൈ പെർസെൻറ്റേജ് ഓഫ് C3S ആൻഡ് ലോ പെർസെൻറ്റേജ് ഓഫ് C2S മേക്ക് ദ സിമെന്റ് ലെസ് റെസിസ്റ്റീവ് ടു കെമിക്കൽ അറ്റാക്ക്. ലെസ് റെസിസ്റ്റീവ് ടു കെമിക്കൽ അറ്റാക്ക് ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കെമിക്കൽ അറ്റാക്കിനായിട്ട് ലീസ്റ്റ് റെസിസ്റ്റൻസ് ആയിരിക്കും. ഇവിടെ എന്താ പറയുന്നത്? ഹൈ പെർസെൻറ്റേജ് ഓഫ് C3Sഉം ലോ പെർസെൻറ്റേജ് ഓഫ് C2Sഉം. ഏത് നല്ല ഹൈയിൽ വെച്ചിരുന്നാലാണ് നല്ല രീതിയിൽ റെസിസ്റ്റ് ചെയ്യുക കെമിക്കൽ അറ്റാക്കിനെ? C2S ഹയർ ആയിരുന്നെങ്കിൽ എന്താവും? നല്ല രീതിയിൽ കെമിക്കൽ റെസിസ്റ്റൻസ് ഉള്ളതാണ്. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഹൈ പെർസെൻറ്റേജ് ഓഫ് C3S ആണ് പറയുന്നത്. C3Sന് കെമിക്കൽ അറ്റാക്കിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല. പക്ഷെ ആർക്കുണ്ടായിരുന്നു? C2Sനുണ്ടായിരുന്നു. പക്ഷേ C2S എന്താണ് ഇവിടെ? ലോ പെർസെൻറ്റേജ് ആണ്. അപ്പോൾ ഒരിക്കലും എന്താവില്ല, അവർക്ക് നല്ല രീതിയിൽ കെമിക്കലിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? മേക്ക് ദ സിമെന്റ് ലെസ് റെസിസ്റ്റീവ് ടു കെമിക്കൽ അറ്റാക്ക്. അതെ, ലെസ് റെസിസ്റ്റീവ് തന്നെ ആയിരിക്കും. നല്ല രീതിയിൽ കെമിക്കലിനെ അറ്റാക്കിനെ റെസിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് കറക്റ്റ് ആണ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ലോ പെർസെൻറ്റേജ് ഓഫ് C3S and high percentage of C2S contribute to slow hardening. കറക്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഹൈ C2S ഹൈ ആക്കി വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? സ്ലോ ആയിട്ടായിരിക്കും ഹാർഡനിങ് നടക്കുന്നത് അല്ലേ. അപ്പോൾ എങ്ങനെയായിരിക്കും? ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റ് എന്ന് തന്നെയാണ് കറക്റ്റ് ആണ്. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചെടുക്കാൻ കുറച്ച് ടൈം വേണം. ആ ഒരു കൺസെപ്റ്റ് 4 കോമ്പൗണ്ട്സിനെ പറ്റി ക്ലിയർ കട്ട് ആയിട്ട് കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ പല എക്സാംസിനും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതർ സ്റ്റേറ്റ് എക്സാംസിനാണെങ്കിലും എല്ലാം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വളരെ ശ്രദ്ധിച്ച് ആൻസർ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതെന്തായിരിക്കും? 3 ഓപ്ഷൻസും കറക്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഓൾ ഓപ്ഷൻസ് ആർ കറക്റ്റ്. ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ബോക്സ് കോമ്പൗണ്ട് പ്രസന്റ് ഇൻ സിമെന്റ്. ഈ തന്നിരിക്കുന്നതിൽ ബോക്സ് കോമ്പൗണ്ട് അല്ലാത്തത് ഏതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇത്രയും നേരം C3A, C4AF ആ രീതിയിലല്ലേ പഠിച്ചിരുന്നത്. അപ്പോൾ ഇതൊന്ന് അതിൻ്റെ എല്ലാം കെമിക്കൽ ഫോർമുല ആയിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ്. ആദ്യത്തത് 4CaO SiO2 Fe2O3. അതെന്തായിരിക്കും? അപ്പോൾ C4SF ആയിരിക്കും വരുന്നത്. C4SF ആണ് വരുന്നത്. അങ്ങനെ ഒരു കോമ്പൗണ്ട് ഉണ്ടോ? C4SF ഇല്ല. നമ്മൾ C4AF പറയാറുണ്ട്. അടുത്ത നോക്കിക്കേ, C3A നമുക്കുണ്ട് അല്ലെ. കാൽഷ്യം ഓക്സൈഡ് 3യും
അലൂമിനിയം ഉണ്ട്. നെക്സ്റ്റ് വൺ 3C ഉണ്ട്, C3 ഉണ്ട്, അതേപോലെ എസും ഉണ്ട്. അപ്പം C3S വരും. അടുത്ത എന്താണ് 4CA ആണ്. അപ്പം C4 ഉണ്ട്, A ഉണ്ട്, F ഉണ്ട്. അപ്പൊ ഇതിൽ ആരായിരിക്കും ഇല്ലാത്തത്? ആദ്യത്തെ കോമ്പൗണ്ട് ആയ C4SF ഇല്ല. C4SF എന്ന് പറയുന്ന കോമ്പൗണ്ട് നമ്മൾ പഠിക്കുന്നില്ല. C4AF ഉണ്ട്, C3S ഉണ്ട്, C3A ഉണ്ട്. ഇതാണ് ഇല്ലാത്ത കോമ്പൗണ്ട്. അപ്പൊ ക്ലിയർ ആണല്ലോ. നോട്ട് എ ബോക്സ് കോമ്പൗണ്ട് ആണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എന്തായിരിക്കും? A ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. Which constituent in cement is to be kept minimum to avoid a sulfate attack? ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും. എന്താണ്? Is to be kept minimum to avoid a sulfate attack. സൾഫേറ്റ് അറ്റാക്ക് റെസിസ്റ്റ് ചെയ്യണമെങ്കിൽ, സൾഫേറ്റ് അറ്റാക്കിനെ അവോയ്ഡ് ചെയ്യണമെങ്കിൽ ഏത് കോമ്പൗണ്ട് ആയിരിക്കണം ഇവിടെ മിനിമം ആക്കി വയ്ക്കേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം സൾഫേറ്റ് അറ്റാക്കിനെയൊക്കെ നല്ല രീതിയിൽ റെസിസ്റ്റ് ചെയ്യുന്നത് ആരാണ്? C2S ആണ്. C2S ആണ് നല്ല രീതിയിൽ സൾഫേറ്റ് അറ്റാക്കിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ഒരു ലോ ഹീറ്റ് സിമെന്റ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ലോ ഹീറ്റ് സിമെന്റിൽ എപ്പോഴും എന്തായിരിക്കും? C2S കൂടുതലായിരിക്കും. അവിടെ ആരെയാണ് നമ്മൾ എപ്പോഴും കുറച്ച് വെക്കേണ്ടത്? C3A ആയിരിക്കും കുറച്ച് വെക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരിക? വിച്ച് കോൺസ്റ്റിറ്റ്യൂവന്റ് ഇൻ സിമെന്റ് ഈസ് ടു ബി കെപ്റ്റ് മിനിമം ടു അവോയ്ഡ് എ സൾഫേറ്റ് അറ്റാക്ക്. അപ്പോൾ ലോ ഹീറ്റ് സിമെന്റ് തന്നെ ഓർത്തിരുന്നാൽ മതി. ലോ ഹീറ്റ് സിമെന്റിൽ എന്തായിരിക്കും നമ്മൾ ഏതിനെയാണ് എപ്പോഴും കുറച്ച് വെക്കുക? C3A ആയിരിക്കും കുറച്ച് വെക്കേണ്ടത്. അവിടെ എന്തായിരിക്കും കൂടുതലായിട്ട് ഇരിക്കേണ്ടത്? C2S ആയിരിക്കും. ആ ഒരു രീതിയിൽ വേണം ഇത് ആൻസർ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ സിമെന്റും അതിന്റെ ടൈപ്സും ബോക്സ് കോമ്പൗണ്ടിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഷുവർ ആയിട്ട് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതെല്ലാം കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും, പക്ഷെ വളരെ സിമ്പിൾ ആണ്. ആ ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ഇതെല്ലാം ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ B ആണ് ആൻസർ. നെക്സ്റ്റ് വൺ കഴിഞ്ഞ വർഷം ചോദിച്ചിരുന്ന ക്വസ്റ്റൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫിസിക്കൽ ഇൻസ്പെക്ഷൻ ടെസ്റ്റ് അപ്പാരറ്റസ് ഈസ് യൂസ്ഡ് ഫോർ ഡിറ്റർമിനിങ് ദ സിമെന്റ് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സെറ്റിംഗ് ടൈം. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ടെസ്റ്റിലോട്ട് കിടക്കുകയാണ്. ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സെറ്റിംഗ് ടൈം കണ്ടുപിടിക്കാനായിട്ട് സിമെന്റിൽ ഏത് അപ്പാരറ്റസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് അപ്പാരറ്റസും കാര്യങ്ങളും എല്ലാം പഠിക്കാനുണ്ട്. ബ്ലെയിൻസ് അപ്പാരറ്റസ് എന്തിനാണ് ചെയ്യുന്നതെന്ന് അറിയാമോ? ബ്ലെയിൻസ് അപ്പാരറ്റസ് നമ്മൾ എടുക്കുന്നത് ഇത് ഫൈനസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ലേ ഷാറ്റ്ലിയർ അപ്പാരറ്റസ് ഉണ്ട്. ലേ ഷാറ്റ്ലിയർ അപ്പാരറ്റസ് എന്തിനായിരിക്കും? സൗണ്ട്നെസ് ടെസ്റ്റിനാണ് യൂസ് ചെയ്യുന്നത്. വിക്കറ്റ് അപ്പാരറ്റസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? വിക്കറ്റ് അപ്പാരറ്റസ് ആണ് നമ്മൾ കൺസിസ്റ്റൻസിക്കാണെങ്കിലും സെറ്റിംഗ് ടൈമിനാണെങ്കിലും എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് ആരെയാണ്? വിക്കറ്റ് അപ്പാരറ്റസിനെയാണ്. നെക്സ്റ്റ് വൺ ഫ്ലോ കോൺ അപ്പാരറ്റസ്. ഫ്ലോ കോൺ അപ്പാരറ്റസ് നമ്മൾ സിമെന്റിൽ ചെയ്യുന്നില്ല. ശരിക്കും പറഞ്ഞാൽ മഡിന്റെ മോട്ടാറിന്റെ ഒക്കെ ഫ്ലൂയിഡിറ്റി ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലോ കോൺ അപ്പാരറ്റസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ആരായിരിക്കും ആൻസർ ആയിട്ട് വരിക? വിക്കറ്റ് അപ്പാരറ്റസ് ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. കൺസിസ്റ്റൻസി ആണെങ്കിലും സെറ്റിംഗ് ടൈം ആണെങ്കിലും എല്ലാം ടെസ്റ്റ് ചെയ്യുന്നത് ആരിലാണ്? വിക്കറ്റ് അപ്പാരറ്റസിലാണ്. ഓപ്ഷൻ C. എല്ലാവരും ആൻസർ ചെയ്യുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, എല്ലാവരും നല്ല രീതിയിൽ തന്നെ ആൻസർ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, the initial and final setting time durations for ordinary Portland cement respectively are. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. റിപ്പീറ്റഡ് ആയിട്ട് പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സെറ്റിംഗ് ടൈം ഓഫ് OPC എന്തായിരിക്കും? തന്നിരിക്കുന്ന ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ അറിയാം ഏതൊക്കെയായിരിക്കും. 30 മിനിറ്റ്സും 10 അവേഴ്സും ആയിരിക്കും. എപ്പോഴും എങ്ങനെയായിരിക്കണം? 30 മിനിറ്റ്സും 10 അവേഴ്സും ആയിരിക്കും OPCയുടെ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സെറ്റിംഗ് ടൈം. ഇനി ചോദിക്കട്ടെ, ലോ ഹീറ്റ് സിമെന്റിനുണ്ട്, അതേപോലെ ക്വിക്ക് സെറ്റിംഗ് സിമെന്റിനുണ്ട്, റാപ്പിഡ് ഹാർഡനിങ് സിമെന്റിനുണ്ട്. ഇതിന്റെയൊക്കെ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സെറ്റിംഗ് ടൈം ഒക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടോ? റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് എന്ത് തന്നെയായിരിക്കും? OPCയുടെ പോലെ തന്നെയാണ്. എത്രയായിരിക്കും? 30 മിനിറ്റ്സും 10 അവേഴ്സും തന്നെയായിരിക്കും. അതേപോലെ തന്നെ ലോ ഹീറ്റ് സിമെന്റിൻ്റെതും ക്വിക്ക് സെറ്റിംഗ് സിമെന്റിൻ്റെതും ഒക്കെ ഒന്ന് റീവൈൻഡ് ചെയ്തൊന്ന് കമന്റിൽ ഇട്ട് നോക്കിക്കേ. എല്ലാവർക്കും അറിയാമോ എന്ന് നോക്കട്ടെ. ഓക്കെ, നെക്സ്റ്റ് വൺ. മാച്ച് ദ ഐറ്റംസ് ഇൻ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസേഴ്സ് യൂസിങ് ദ കോഡ്സ് ഗിവൺ ലിസ്റ്റ്. അപ്പോൾ ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ലും കറക്റ്റ് ആയിട്ടുള്ള കോഡ്സ് അതൊന്ന് മാച്ച് ചെയ്ത് ആൻസർ പറയാന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വായിക്കുമ്പോൾ ആദ്യത്തേതൊന്നും നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്നതൊക്കെ ആദ്യം അതൊന്ന് മാച്ച് ചെയ്ത് ഓപ്ഷനിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നത് ഈസി ആയിരിക്കും. പെട്ടെന്ന് ഇങ്ങനെ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് അറിയാവുന്നതൊക്കെ ഒന്ന് ആദ്യം ഒന്ന് നോട്ട് ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ ഓപ്ഷനിൽ കറക്റ്റ് ആൻസേഴ്സ് കാണും. ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോഴും ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ടൈം ഒന്നും അവിടെ വേസ്റ്റ് ആക്കരുത്. അറിയാവുന്നത് ആദ്യം മാച്ച് ചെയ്ത് ആൻസറിലോട്ട് എത്തുക. ഓക്കെ, വൈഷ്ണവിയൊക്കെ കമന്റ് ചെയ്യുന്നുണ്ട്. ലോ ഹീറ്റ് സിമെന്റ് 1 അവർ ആൻഡ് 10 അവർ ആണെന്നൊക്കെ കമന്റ് ചെയ്യുന്നുണ്ട്. കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് പറഞ്ഞേക്കേ, ആൻസർ നോക്കിക്കേ. ഫസ്റ്റ് വൺ, സ്പെസിഫിക് ഗ്രാവിറ്റി. സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ലേ ഷാറ്റ്ലിയർ ഫ്ലാസ്ക് ആണ് യൂസ് ചെയ്യുന്നത്. സിമെന്റിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ്? 3.15 ആണ്. നെക്സ്റ്റ് വൺ, സെറ്റിംഗ് ടൈം. സെറ്റിംഗ് ടൈം നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. സെറ്റിംഗ് ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അപ്പാരറ്റസ് ഏതാണ്? വിക്കറ്റ് അപ്പാരറ്റസ് ആണ്. അപ്പോൾ ഓപ്ഷൻ A എന്തായിരിക്കും? ഓപ്ഷൻ A 2 ആണ് വരുന്നത്. അപ്പം നമുക്ക് എയും ഡിയും അപ്പം തന്നെ എലിമിനേറ്റ് ചെയ്യാം. ബിയും സിയും മാത്രമേ വരുന്നുള്ളൂ അല്ലേ?
നെക്സ്റ്റ് വൺ സെറ്റിംഗ് ടൈം വിക്കറ്റ് അപ്പാരറ്റസ് B45. അപ്പോൾ ഇതിൽ രണ്ടും വരുന്നുണ്ട്, ബിയും സിയും വരുന്നുണ്ട്. നെക്സ്റ്റ് വൺ സൗണ്ട്നെസ് ടെസ്റ്റ് ചെയ്യാനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൗണ്ട്നെസ് ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന അപ്പാരറ്റസ് ഏതായിരിക്കും? നമ്മൾ രണ്ട് അപ്പാരറ്റസ് പറയാറുണ്ട്, ലേ ഷാറ്റ്ലിയർ അപ്പാരറ്റസും പറയാറുണ്ട്, ഓട്ടോക്ലേവും പറയാറുണ്ട്. ഇവിടെ ലേ ഷാറ്റ്ലിയർ അപ്പാരറ്റസ് പറയുന്നില്ല, ലേ ഷാറ്റ്ലിയർ ഫ്ലാസ്ക് പറയുന്നത്. ലേ ഷാറ്റ്ലിയർ ഫ്ലാസ്ക് എന്ന് പറയുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്, രണ്ടും തമ്മിൽ മാറിപ്പോയത്. ലേ ഷാറ്റ്ലിയർ അപ്പാരറ്റസ് എന്ന് പറയുന്നത് സൗണ്ട്നെസ്സിനാണ്, അൺകമ്പൈൻഡ് ലൈമിന്റെ പ്രസൻസ് ആണ് ഡിറ്റക്ട് ചെയ്യുന്നത്. ഓട്ടോക്ലേവ് എന്ന് പറയുമ്പോൾ നമ്മൾ മാഗ്നീഷ്യയുടെയും കൂടെ അൺസൗണ്ട്നെസ് ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സൗണ്ട്നെസ്സിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓട്ടോക്ലേവ് ആണ്. അപ്പോൾ C4 ആയിരിക്കും. ഓക്കെ, C4 ആയിട്ട് നമ്മുടെ ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ഫൈനസ്. അപ്പോൾ എന്തായിരിക്കും ഫൈനസ്? ഞാൻ നേരത്തെ പറഞ്ഞു, ഫൈനസ് ടെസ്റ്റ് ചെയ്യാൻ എന്ത് യൂസ് ചെയ്യാം? നമുക്ക് സീം അനാലിസിസ് യൂസ് ചെയ്യാം, ബ്ലെയിൻസ് അപ്പാരറ്റസ് യൂസ് ചെയ്യാം, ബാഗ്നർ ടർബിഡിമീറ്റർ മെത്തേഡ് യൂസ് ചെയ്യാം, ലിയ ആനേഴ്സ് മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ ഏതായിരിക്കും ആൻസർ ആയിട്ട് വരിക? ബ്ലെയിൻസ് അപ്പാരറ്റസ്. അപ്പോൾ D4 അപ്പോൾ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ മാക്സിമം ഏതൊക്കെ ടെസ്റ്റിന് ഏതൊക്കെ അപ്പാരറ്റസ് ആണ് യൂസ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഓപ്ഷൻ സി. Next one, when the air permeability method is used to determine the fineness of cement, the fineness is expressed as. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, സ്ഥിരമായിട്ട് നമ്മുടെ കേരള PSC-ലൊക്കെ ഒരുപാട് തവണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ബ്ലെയിൻസ് അപ്പാരറ്റസ് വെച്ചിട്ടൊക്കെയാണ്, എയർ പെർമിബിലിറ്റി അപ്പാരറ്റസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഫൈനസ് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ആ ഒരു റിസൾട്ട് എക്സ്പ്രസ് ചെയ്യുന്നത് എന്ത് ഫോമിലായിരിക്കും എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും എക്സ്പ്രസ് ചെയ്യുക ടോട്ടൽ സർഫസ് ഏരിയ ഇൻ സെന്റിമീറ്റർ സ്ക്വയർ പെർ ഗ്രാം, ഏരിയ പെർ ഗ്രാം എന്നാണ് നമ്മൾ എപ്പോഴും റെപ്രസെന്റ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? സർഫസ് ഏരിയയിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ഇൻ സ്ക്വയർ സെന്റിമീറ്റർ സ്ക്വയർ പെർ ഗ്രാം, ഏരിയ പെർ മാസിലാണ് നമ്മൾ എപ്പോഴും സ്പെസിഫിക് എന്താണ് എയർ പെർമിബിലിറ്റി മെത്തേഡ് വഴിയുള്ള ഫൈനസ് എല്ലാം എക്സ്പ്രസ് ചെയ്യുന്നത്. സ്പെസിഫിക് സർഫസ് ഏരിയയുടെ ബേസിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? ഓക്കെ, OPCയുടെ സ്പെസിഫിക് സർഫസ് ഏരിയ എത്രയാണ്? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തിരിക്കേ. എങ്ങനെയാണ് OPCയുടെ സ്പെസിഫിക് സർഫസ് ഏരിയ? നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പറയാറുണ്ട്, സെന്റിമീറ്റർ സ്ക്വയർ പെർ ഗ്രാമിൽ എത്രയാണെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് വൺ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. Tests on cement paste to determine initial and final setting times are done at 0.85 times the normal consistency. ഓരോ സ്റ്റേറ്റ്മെന്റും വായിച്ച് നോക്കുക. ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സെറ്റിംഗ് ടൈം ചെയ്യുന്നത് 0.85 ടൈംസ് നോർമൽ കൺസിസ്റ്റൻസിയിലാണ്. നെക്സ്റ്റ് വൺ, ലോ ഹീറ്റ് സിമെന്റ് ഹാസ് ഹൈ പെർസെന്റേജ് ഓഫ് ട്രൈകാൽഷ്യം അലൂമിനേറ്റ്. ട്രൈകാൽഷ്യം അലൂമിനേറ്റ് ലോ ഹീറ്റ് സിമെന്റിൽ കൂടുതലാണ്. Next one, high early strength Portland cement contains a large percentage of tricalcium silicate and lower percentage of dicalcium silicate. ഓക്കെ, എല്ലാവരും സ്പെസിഫിക് സർഫസ് ഏരിയ OPCയുടേത് കമന്റിൽ ഇടുന്നുണ്ട്. 2250 സെന്റിമീറ്റർ സ്ക്വയർ പെർ ഗ്രാം തന്നെയാണ് കറക്റ്റ് ആണ് ആൻസർ. ഓക്കെ, ഇതിന്റെ ആൻസേഴ്സ് ഒന്ന് പറഞ്ഞു നോക്കിക്കേ. സ്റ്റേറ്റ്മെന്റ് എല്ലാം വായിച്ച് ശ്രദ്ധിച്ച് പറയാം. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? നമ്മൾ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സെറ്റിംഗ് ടൈമിനെ യൂസ് ചെയ്യാൻ നേരത്ത് എത്രയായിരിക്കണം നമ്മൾ നോർമൽ കൺസിസ്റ്റൻസി എടുക്കേണ്ടത്? 0.85 ടൈംസ് പി തന്നെയാണ്. അടുത്ത ലോ ഹീറ്റ് സിമെന്റിൽ നേരത്തെ പറഞ്ഞു, ലോ ഹീറ്റ് സിമെന്റിൽ ആരായിരിക്കണം കൂടുതലായിട്ട് വേണ്ടത്? കൂടുതലായിട്ട് വേണ്ടത് C2Sഉം ഏറ്റവും കുറവ് ആരായിരിക്കണം? C3Aയും ആയിരിക്കണം. ഇവിടെ എന്താ പറയുന്നത്? ലോ ഹീറ്റ് സിമെന്റ് ഹാസ് എ ഹൈ പെർസെന്റേജ് ഓഫ് C3A. ഒരിക്കലും അല്ല, C3A അവിടെ എപ്പോഴും ലെസ് ദാൻ 5% ആയിരിക്കണം. അപ്പോൾ ഓപ്ഷൻ 2 കറക്റ്റ് അല്ല, ഓപ്ഷൻ 1 കറക്റ്റ് ആണ്. അടുത്ത 3യും കൂടെ നോക്കിക്കേ. ഹൈ ഏർലി സ്ട്രെങ്ത് പോർട്ട്ലാൻഡ് സിമെന്റ് കണ്ടെയ്ൻസ് എ ലാർജ് പെർസെന്റേജ് ഓഫ് ട്രൈകാൽഷ്യം സിലിക്കേറ്റ്. അതായത് ഏർലി സ്ട്രെങ്ത് വേണമെങ്കിൽ എന്ത് വേണം? നമുക്ക് നല്ല രീതിയിൽ C3S വേണം. ആൻഡ് ലോ പെർസെന്റേജ് ഓഫ് C2S. C2S എങ്ങനെയായിരിക്കണം? അവിടെ ലോ ആയിരിക്കണം, എങ്കിലേ ഹൈ ഏർലി സ്ട്രെങ്ത് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഓപ്ഷൻ 1ഉം 3യും കറക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ആൻസർ ഏതെന്ന് പറയാം? ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട്, നല്ല കാര്യം തന്നെയാണ്, എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട്. തെറ്റിപ്പോകുന്നവർ ഒന്നും കൂടെ വായിച്ച് ശ്രദ്ധിച്ച് വായിച്ച് ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ചെയ്തെടുക്കുക. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ്, the purpose of dash test is to detect the presence of uncombined lime in cement. Uncombined lime ന്റെ presence നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്ന ഏത് ടെസ്റ്റിലാണ്? നമ്മൾ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. ഏത് ടെസ്റ്റിലായിരിക്കും അൺകമ്പൈൻഡ് ലൈം നമ്മൾ ടെസ്റ്റ് ചെയ്യുക? സൗണ്ട്നെസ് ടെസ്റ്റിലായിരിക്കും. സൗണ്ട്നെസ് ടെസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് അപ്പാരറ്റസ് ആണ്? ലേ ഷാറ്റ്ലിയർ അപ്പാരറ്റസ് ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് വൺ, റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് ഷുഡ് ഹാവ് സർഫസ് ഏരിയ നോട്ട് ലെസ് ദാൻ ഡാഷ്. എത്രയായിരിക്കണം റാപ്പിഡ് ഹാർഡനിങ് സിമെന്റിന്റെ സ്പെസിഫിക് സർഫസ് ഏരിയ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എപ്പോഴും പറയുന്നത് OPCയുടെ കാര്യമാണ്, 2250 സെന്റിമീറ്റർ സ്ക്വയർ പെർ ഗ്രാം. റാപ്പിഡ് ഹാർഡനിങ് സിമെന്റിനും അതേപോലെ തന്നെ സൂപ്പർ സൾഫേറ്റഡ് സിമെന്റിനും എല്ലാം നമ്മൾ ഈ സ്പെസിഫിക് സർഫസ് ഏരിയ പറയാറുണ്ട്. അപ്പോൾ റാപ്പിഡ് ഹാർഡനിങ് സിമെന്റിന് പ്രത്യേകമായിട്ട് പഠിക്കേണ്ടതാണ്. കാരണം വെച്ചാൽ പല എക്സാംസിനും റാപ്പിഡ് ഹാർഡനിങ് സിമെന്റിന്റെ എടുത്ത് ചോദിക്കാറുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, OPCക്ക് മാത്രമേ നമ്മൾ 2250 പറയാറുള്ളൂ. അപ്പോൾ സിമെന്റ് എന്ന് കാണുമ്പോൾ ചാടി കയറി പോയി 2250 എടുക്കരുത്. റാപ്പിഡ് ഹാർഡനിങ് സിമെന്റിന് വേറെയാണ് നമ്മൾ പറയുന്നത്. എത്രയായിരിക്കും? 3250 സെന്റിമീറ്റർ സ്ക്വയർ പെർ ഗ്രാം ആണ്. 3250 സെന്റിമീറ്റർ സ്ക്വയർ പെർ ഗ്രാം. ഒരുപാട് പേര് ആൻസേഴ്സ് കറക്റ്റ് ആക്കുന്നുണ്ട്. കറക്റ്റ് ആണ്, 3250 സെന്റിമീറ്റർ സ്ക്വയർ പെർ ഗ്രാം. 4000 സെന്റിമീറ്റർ സ്ക്വയർ പെർ ഗ്രാം ഏതിനാണെന്ന് അറിയാമോ? അതൊന്ന് കമന്റ് ചെയ്തേ. 4000 സെന്റിമീറ്റർ സ്ക്വയർ പെർ ഗ്രാം ഏതിനാണെന്നുള്ളത്? സൂപ്പർ സൾഫേറ്റഡ് സിമെന്റിനാണ് 4000 സെന്റിമീറ്റർ സ്ക്വയർ പെർ ഗ്രാം പറയുന്നത്.
Okay, next question. Before testing setting time of cement, one should test for. നമ്മൾ എപ്പോഴും സെറ്റിംഗ് ടൈം ആണെങ്കിലും അതേപോലെ തന്നെ കംപ്രഷൻ ടെസ്റ്റും ടെൻസൈൽ ടെസ്റ്റും ഇതെല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആ ഒരു എത്ര വാട്ടറാണ് ആഡ് ചെയ്യണം എന്ന് അറിയണമെങ്കിൽ നമ്മൾ ഒരു ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ടെസ്റ്റിനാണ് എന്തെന്ന് പറയാം? കൺസിസ്റ്റൻസി ടെസ്റ്റ് എന്ന് പറയാം. ആ കൺസിസ്റ്റൻസി ടെസ്റ്റ് ചെയ്താൽ മാത്രമേ എത്രത്തോളമാണ് വാട്ടർ വേണ്ടതെന്ന് അറിയാനായിട്ട് പറ്റുള്ളൂ. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ പിയിലാണ്. ഇത്ര പെർസെൻറ്റേജ് വാട്ടറാണ് നോർമൽ സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസിക്ക് വേണ്ടതെന്നുള്ളത്. ആ ഒരു പിയുടെ ഇത്ര പെർസെൻറ്റേജ് ആണ് നമ്മൾ ഓരോരോ ടെസ്റ്റിനായിട്ട് കൊടുക്കുക. അതിൽ തന്നെ 0.85 നമ്മൾ 85% ആണ് ഇവിടെ കൊടുക്കുക സെറ്റിംഗ് ടൈമിന് കൊടുക്കുക. അതേപോലെ തന്നെ 78% ആണ് ഇവിടെ കൊടുക്കുക സൗണ്ട്നെസ് ടെസ്റ്റിന് കൊടുക്കുക. അതേപോലെ തന്നെ P/4+3 ദ ഹോൾ പെർസെൻറ്റേജ് ആണ് നമ്മൾ ഇവിടെ കൊടുക്കുക കംപ്രഷൻ ടെസ്റ്റിന് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. അതേപോലെ തന്നെ P/5+2.5% ആണ് ടെൻഷൻ കൊടുക്കുക, ടെൻസൈൽ സ്ട്രെങ്ത് ടെസ്റ്റിന് കൊടുക്കുക. അപ്പോൾ എല്ലാത്തിനും ആര് വേണം? ആ ഒരു സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി പെർസെൻറ്റേജ് എത്രയാണെന്ന് അറിയണം. ക്ലിയർ ആണല്ലോ? അപ്പോൾ കൺസിസ്റ്റൻസി ടെസ്റ്റ് ആണ് മെയിൻ ആയിട്ട് ഈ ടെസ്റ്റിന് മുന്നേ നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Identify the physical property which is different in the 3 grades of ordinary Portland cement used in India. അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും നമുക്ക് പൊതുവെ നമ്മുടെ OPC 3 ഗ്രേഡ്സിൽ അവൈലബിൾ ആണ്. ഏതൊക്കെയാണ്? 33, 43 ആൻഡ് 53. ഇവരെ എങ്ങനെയാണ് നമ്മൾ ഏത് ഫിസിക്കൽ പ്രോപ്പർട്ടിയുടെ ബേസിസിലാണ് നമ്മൾ അങ്ങനെ 33, 43, 53 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ഏത് പ്രോപ്പർട്ടിയിലായിരിക്കും? ഒന്ന് വായിച്ചു നോക്കിയേ. ഫൈൻനെസ്, സെറ്റിംഗ് ടൈം ആൻഡ് മിനിമം കംപ്രസീവ് സ്ട്രെങ്ത്, മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് ഓൺലി, സെറ്റിംഗ് ടൈം ആൻഡ് സൗണ്ട്നെസ് വാല്യൂ, സെറ്റിംഗ് ടൈം ഉള്ളി. എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്. ഇതിന്റെ ആൻസർ എന്തായിരിക്കും? നമ്മൾ എന്തിന്റെ ബേസിസിലാണ് ശരിക്കും 33, 43 ആൻഡ് 53 ക്ലാസിഫൈ ചെയ്യുന്നത്? മിനിമം കംപ്രസീവ് സ്ട്രെങ്തിന്റെ ബേസിലായിരിക്കും. കറക്റ്റ് ആണ്. മിനിമം കംപ്രസീവ് സ്ട്രെങ്തിന്റെ ബേസിലായിരിക്കും നമ്മൾ 33, 43, 53 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ഈ 33 ആണെങ്കിലും 43 ആണെങ്കിലും 53 ആണെങ്കിലും അതിന്റെ എല്ലാം 28 ഡേയ്സ് സ്ട്രെങ്ത് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 33 ഗ്രേഡിന്റെ 28 ഡേയ്സ് സ്ട്രെങ്ത് എന്തായിരിക്കും? 33 Newton/mm² ആയിരിക്കും. 43 ഗ്രേഡിന്റെ 28 ഡേയ്സ് സ്ട്രെങ്ത് എന്തായിരിക്കും? 43 Newton/mm². 53യുടെ എന്തായിരിക്കും? 53 Newton/mm². ഇത് മാത്രമല്ല 3 ഡേയ്സ് സ്ട്രെങ്തും 7 ഡേയ്സ് സ്ട്രെങ്തും പഠിക്കാനായിട്ടുണ്ട്. ഒരു ചാർട്ട് തന്നെ നമ്മുടെ എല്ലാ കോഡിലും എല്ലാം സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. ഗ്രേഡ് 33, 43, 53യുടെ 3 ഡേയ്സ് സ്ട്രെങ്ത്, 7 ഡേയ്സ് സ്ട്രെങ്ത് ആൻഡ് 28 ഡേയ്സ് സ്ട്രെങ്ത് എന്താണെന്നുള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും? കംപ്രസീവ് സ്ട്രെങ്തിന്റെ ബേസിസിൽ മാത്രമേ നമ്മൾ ഇതിനെ മൂന്നിനെയും ക്ലാസിഫൈ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇതിന്റെ ആൻസർ പെട്ടെന്നൊന്ന് പറഞ്ഞേ. ആരാണ് ആദ്യം പറയുന്നതെന്ന് നോക്കട്ടെ. ഇത് നമ്മുടെ ഗിഫ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആർക്കാണ് ആദ്യം ആൻസർ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കട്ടെ. പെട്ടെന്ന് ആൻസർ ചെയ്യുന്ന ആൾക്ക് നമ്മുടെ SSC JE ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, വൈഷ്ണവ് ഒരു ആൻസർ പറയുന്നുണ്ട്. ആദ്യം ഒരു ആൻസർ ഇട്ടത് വൈഷ്ണവ് ആണ്. നെക്സ്റ്റ് വൺ സുഡോൾസ്കി. കറക്റ്റ് പേരൊന്നും അല്ല കമന്റിൽ വരുന്നത്. ഓക്കെ, നിമിഷ ജോസഫ്, കൃഷ്ണേന്ദു PP, ഗായത്രി ഗോപാൽ, ദൃശ്യ K. ഓക്കെ, ഓപ്ഷൻ സിയും ബിയും എല്ലാം കാണുന്നുണ്ട്. എന്തായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? ആ ഒരു കറക്റ്റ് പേരിടാത്ത ഒരാൾക്കാണ് കറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. സുഡോൾസ്കി. ഓപ്ഷൻ ബി ഇട്ടിരിക്കുന്ന ആള് സുഡോൾസ്കി എന്ന് പറയുന്ന ആള്. ഓക്കെ, ലൈം സാച്ചുറേഷൻ ഫാക്ടർ എന്താണ് കറക്റ്റ് നെയിം എന്ന് കമന്റ് ചെയ്താൽ കൊള്ളായിരുന്നു കേട്ടോ. ഇവിടെ വിളിക്കുമ്പോഴത്തേനും നമുക്ക് വെരിഫൈ ചെയ്യേണ്ട ആളെ. ഓക്കെ, കറക്റ്റ് നെയിം എന്താണെന്ന് കൂടെ കമന്റ് ചെയ്തു. ഓക്കെ, ലൈം സാച്ചുറേഷൻ ഫാക്ടർ ഫോർ എ ഗുഡ് സിമെന്റിന്റെ ലൈം സാച്ചുറേഷൻ ഫാക്ടർ എങ്ങനെയായിരിക്കണം എന്നുള്ളത്. ലൈം സാച്ചുറേഷൻ ഫാക്ടർ എന്താണെന്നും എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാമായിരിക്കും. എങ്ങനെയായിരിക്കണം? ബിറ്റ്വീൻ 0.66 to 1.02 ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഇതാണ് പറയുന്നത്. ലൈം സാച്ചുറേഷൻ ഫാക്ടറിന്റെ റേഷ്യോ ആണ്. റേഷ്യോ ഓഫ് പെർസെൻറ്റേജ് ഓഫ് ലൈം ടു പെർസെൻറ്റേജ് ഓഫ് സിലിക്ക, അലൂമിന ആൻഡ് അയൺ ഓക്സൈഡ്. ഈ ഒരു റേഷ്യോ ആണ് എന്തെന്ന് പറയാം? ലൈം സാച്ചുറേഷൻ ഫാക്ടർ. അതിന്റെ വാല്യൂ എങ്ങനെയായിരിക്കും? 0.66 to 1.02 തന്നെയായിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇവിടെ നോക്കിക്കേ, OPC 33, 43, 43S ഉണ്ട്, 53, 53S ഉണ്ട്. അപ്പോൾ ഓരോന്നിന്റെയും ഗ്രേഡിനനുസരിച്ച് ഡിഫറൻസ് ഉണ്ട്. നമ്മൾ OPC മെയിൻ ആയിട്ട് ചോദിക്കുമ്പോൾ OPC എല്ലാം പറയുന്നത് നമ്മുടെ ആ ഒരു 33 ആയിരിക്കണം മെയിൻ ആയിട്ട് എടുക്കേണ്ടത്. OPC 33 തന്നെയായിരിക്കും. OPC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 33യുടെ തന്നെയായിരിക്കും പറയേണ്ട ആൻസർ. അപ്പോൾ എന്തായാലും ജനറലി നമ്മൾ പറയുകയാണെങ്കിൽ 0.66 to 1.02 ആണ് ആൻസർ ആയിട്ട് വരിക. ഇനി 43Sഉം 53Sഉം ഒക്കെ എന്താണെന്നറിയാമോ? സ്ലീപ്പർ ഗ്രേഡ്സ് ആണ്. 43യുടെ സ്ലീപ്പർ ഗ്രേഡ് ആണ്. അതാണ് S എന്നും കൂടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഓപ്ഷൻ ബി ആയിരുന്നു കറക്റ്റ് ആൻസർ ആയിട്ട് വന്നത്. ഓക്കെ, കറക്റ്റ് നെയിം കമന്റ് ചെയ്തായിരുന്നോ എന്താണുള്ളതെന്ന്? ഓക്കെ, എന്തായാലും എനിവേ കൺഗ്രാറ്റ്സ്. കറക്റ്റ് നെയിം കൂടെ കമന്റ് ചെയ്താൽ കൊള്ളാം. ഓക്കെ, നെക്സ്റ്റ് വൺ.
Match the list 1 with list 2 and select the correct answer using the codes given below. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് പിഗ്മെന്റ്സും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കളേഴ്സും ആണ് പറയുന്നത്. രണ്ടിലും പറയുന്നതാണ്. ഏതൊക്കെ കളേഴ്സ് ഏതൊക്കെ പിഗ്മെന്റ്സിനാണ് വരുന്നതെന്ന് ഒന്ന് മാച്ച് ചെയ്യാനാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ക്രോമിയം ഓക്സൈഡ്. പൊതുവേ നമ്മൾ ക്രോമിയം കിട്ടും. ഓക്കെ, സുഡോൾസ്കി കമന്റ് ചെയ്തിട്ടുണ്ട്. സുദേവ് എന്നാണ് പേര്. ഓക്കെ, കൺഗ്രാറ്റ്സ് സുദേവ്. ഓക്കെ, ക്രോമിയം ഓക്സൈഡ് ഏതായിരിക്കും വരുന്നതെന്നുള്ളത്. ക്രോമിയം ഓക്സൈഡ് എന്തിന്റെ കളറാണ്? ഗ്രീൻ കളർ ആയിരിക്കും കൊടുക്കുക. നെക്സ്റ്റ് വൺ കൊബാൾട്ട് ഓക്സൈഡ് എന്ത് കളർ ആയിരിക്കും കൊടുക്കുക? എപ്പോഴും ബ്ലൂ കളർ ആയിരിക്കും കൊടുക്കുക. നെക്സ്റ്റ് വൺ അയൺ ഓക്സൈഡ് മാംഗനീസ് ഓക്സൈഡും തമ്മിൽ മാറിപ്പോയത്. അയൺ ഓക്സൈഡ് എന്ത് കളർ ആയിരിക്കും കൊടുക്കുക? റെഡ് കളർ ആയിരിക്കും. മാംഗനീസ് ഓക്സൈഡ് ആയിരിക്കും ബ്രൗൺ ഓർ ബ്ലാക്ക് കളർ കൊടുക്കുക. അപ്പൊ ആൻസർ എന്തായിരിക്കും വരിക? ക്രോമിയം ഓക്സൈഡ് A4C ആണ്. B4D. നെക്സ്റ്റ് അയൺ ഓക്സൈഡ് റെഡ് ആണ്. B. നെക്സ്റ്റ് മാംഗനീസ് ഓക്സൈഡ് A. ഓപ്ഷൻ D ആയിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആണല്ലോ ഇത്? ഓക്കെ അല്ലേ? ഓപ്ഷൻ ഡി ആണ്. ഇതുപോലെ കളേഴ്സിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അല്ലാതെയും ചോദിക്കാം. മാച്ച് ദ ഫോളോയിങ് എന്നുള്ള രീതിയിലും പല രീതിയിലും നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സിമെന്റ് ഈസ് ഡെലിക്വസെന്റ്? തന്നിരിക്കുന്നതിൽ ഡെലിക്വസെന്റ് സിമെന്റിന് എക്സാമ്പിൾ ആരാണെന്നുള്ളതാണ്. ഇത് എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. ഡെലിക്വസെന്റ് സിമെന്റ് എന്ന് പറയാറുണ്ട്. എന്താണ് ഡെലിക്വസെന്റ് സിമെന്റ്? ഡെലിക്വസെന്റ് സിമെന്റിന് അതർ നെയിമും ഉണ്ട്. അതൊക്കെ എന്താണെന്നും കൂടെ കമന്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ തന്നെ പറയുന്നുണ്ട് ഡെലിക്വസെന്റ് ആണെങ്കിൽ അതിനെന്തെന്ന് പറയാം? നമുക്ക് കാൽഷ്യം ക്ലോറൈഡ് സിമെന്റ് എന്ന് പറയാം. ഡെലിക്വസെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പത്തിൽ വാട്ടറിലൊക്കെ ഒന്ന് റിയാക്ട് ചെയ്ത് പെട്ടെന്ന് അലിഞ്ഞു പോകുന്ന സോല്യൂബിൾ ആയിട്ട് പോകുന്ന ആ ഒരു പ്രോപ്പർട്ടിയാണ് ഡെലിക്വസെന്റ് എന്ന് പറയാം. അപ്പോൾ കാൽഷ്യം ക്ലോറൈഡ് ഉള്ളത്, കാൽഷ്യം ക്ലോറൈഡ് ഒരു സോൾട്ട് ആണ്. അപ്പോൾ അത് കാൽഷ്യം ക്ലോറൈഡ് ഒക്കെ പെട്ടെന്ന് വാട്ടറിൽ അങ്ങനെ ലയിച്ചു പോകുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ കാൽഷ്യം ക്ലോറൈഡ് സിമെന്റിനാണ് എന്തെന്ന് പറയാം? ഡെലിക്വസെന്റ് സിമെന്റ് എന്ന് പറയാം. ഡെലിക്വസെന്റ് എന്ന് പറയുന്നത്. ഡെലിക്വസെന്റ് refers to a property of matter, particularly of salt, that is characterized by easily dissolving or melting in water. വാട്ടറിൽ എളുപ്പത്തിൽ മെൽറ്റ് ആവുന്ന അല്ലെങ്കിൽ ഡിസോൾവ് ആവുന്ന തന്നെയാണ് എന്ന് പറയാം ഡെലിക്വസെന്റ് എന്ന് പറയാം. അപ്പോൾ ഈ പറയുന്ന പോലെ ഹൈഗ്രോസ്കോപ്പിക് സബ്സ്റ്റൻസസ് ആയിട്ടുള്ള എല്ലാം, വാട്ടറിനെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്ന സബ്സ്റ്റൻസ് എല്ലാം, പേപ്പറും കോട്ടണും കാരാമൽ, സൾഫ്യൂരിക് ആസിഡ്, കെമിക്കൽസ്, ഫെർട്ടിലൈസേഴ്സ്, ഇതെല്ലാം പൊതുവെ ഡെലിക്വസെന്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ കാൽഷ്യം ക്ലോറൈഡ് സിമെന്റ് ആണ് ആൻസർ ആയിട്ട് വരിക. കാൽഷ്യം ക്ലോറൈഡ് സിമെന്റിന്റെ അതർ നെയിം ആണ് എന്ത്? ഓക്കെ, കമന്റ് ചെയ്യുന്നുണ്ട്. ഷാഹിറൊക്കെ കമന്റ് ചെയ്യുന്നുണ്ട്. എന്താണ്? എക്സ്ട്രാ റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ്. എക്സ്ട്രാ റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് എന്ന് പറയാം കാൽഷ്യം ക്ലോറൈഡ് സിമെന്റ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതും അടുത്തതിന് നമുക്ക് ചോദിക്കാൻ സാധ്യതയൊക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡെലിക്വസെന്റ് സിമെന്റ് എന്ന് പറഞ്ഞാൽ ആരെയാണ്? കാൽഷ്യം ക്ലോറൈഡ് സിമെന്റിനെയാണ്. അതിന്റെ അതർ നെയിം ആണ് എക്സ്ട്രാ റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിമെന്റിലെ തന്നെ ക്വസ്റ്റ്യൻ ആണ്. ഓരോ സിമെന്റും അതിന്റെ യൂസസും പറയുന്നുണ്ട്. ഇതിൽ തന്നെ മിക്ക സിമെന്റ് നമുക്ക് മെയിൻ ആയിട്ട് ടൈപ്സ് ഓഫ് സിമെന്റിൽ പഠിക്കേണ്ട കാര്യം അത് തന്നെയാണ്. ഏതൊക്കെ സിമെന്റ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിന്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളും പഠിക്കുന്നതിനോടൊപ്പം തന്നെ എവിടെയൊക്കെയാണ് അതിന്റെ യൂസസ് വരുന്നത് എന്നുള്ളതും നിർബന്ധമായിട്ട് പഠിക്കേണ്ടതാണ്. ലോ ഹീറ്റ് സിമെന്റ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത്, അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. മാസ് സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള ഡാം കൺസ്ട്രക്ഷൻ ഒക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ആരെയാണ്? എപ്പോഴും ലോ ഹീറ്റ് സിമെന്റിനെ ആയിരിക്കും. ലോ ഹീറ്റ് സിമെന്റ് അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് എവിടെയായിരിക്കും? തന്നിട്ടുണ്ട്. മാസ് കൺസ്ട്രക്ഷൻസ് ലൈക്ക് ഡാംസ്, അബട്ട്മെന്റ്സ് എക്സെട്ര, അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം നമ്മൾ ആരെയായിരിക്കും യൂസ് ചെയ്യുന്നത്? ലോ ഹീറ്റ് സിമെന്റിനെ ആയിരിക്കണം യൂസ് ചെയ്യുന്നത്. അപ്പം A3 ആണ്. അപ്പോൾ ഓപ്ഷൻ ബിയും സിയും വരുന്നുണ്ട്. അതിൽ ആരെയാണെന്ന് സെലക്ട് ചെയ്യണം. നെക്സ്റ്റ് വൺ ക്വിക്ക് സെറ്റിംഗ് സിമെന്റ് ആണ്. അത് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യണം. ആ സിമെന്റ് എവിടെ വെക്കുന്നു അത് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്ത് വരണം. അപ്പോൾ എങ്ങനെയായിരിക്കും? നമ്മൾ നോർമൽ വാട്ടറിലാണെങ്കിൽ സ്റ്റാറ്റിക് വാട്ടർ, റണ്ണിങ് വാട്ടറിലെല്ലാം നമ്മൾ ചെയ്യുന്ന കൺസ്ട്രക്ഷനിലെല്ലാം ആരായിരിക്കും യൂസ് ചെയ്യുന്നത്? ക്വിക്ക് സെറ്റിംഗ് സിമെന്റ് ആയിരിക്കണം യൂസ് ചെയ്യുന്നത്. അപ്പോൾ B4 ആയിരിക്കും. അപ്പോൾ അതും എന്ത് തന്നെയാണ്? ഓപ്ഷൻ ബിയും സിയും കൺഫ്യൂഷൻ ആയിട്ട് വരുന്നതാണ്. നെക്സ്റ്റ് വൺ റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് ആണ്. റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ പെട്ടെന്ന് ഹാർഡൻ ആവണം. അതായത് എമർജൻസി സിറ്റുവേഷനിലെല്ലാം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പെട്ടെന്ന് നമുക്ക് ഒരു ഫോം വർക്ക് റിമൂവലിനാണെങ്കിലും അതേപോലെ തന്നെ റോഡ് കൺസ്ട്രക്ഷൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ആരെയായിരിക്കണം യൂസ് ചെയ്യുന്നത്? റാപ്പിഡ് ഹാർഡനിങ് സിമെന്റിനെയാണ്. അപ്പോൾ എന്തായിരിക്കും വരിക? റോഡ് വർക്ക് വെയർ ഇറ്റ് ഈസ് മസ്റ്റ് ഓപ്പൺ ദ റോഡ് വിത്ത് മിനിമം ഡിലേയിൽ തന്നെ റോഡ് ഓപ്പൺ ആകേണ്ട സാഹചര്യങ്ങൾ, റോഡ് വർക്ക്സിലൊക്കെ ആയിരിക്കും ആരെ യൂസ് ചെയ്യുന്നത്? റാപ്പിഡ് ഹാർഡനിങ് സിമെന്റിനെ യൂസ് ചെയ്യുന്നത്. അപ്പം ഓപ്ഷൻ C4-2. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ആൻസർ കിട്ടി. ഓപ്ഷൻ സി ആണെന്ന് കിട്ടി. നെക്സ്റ്റ് വൺ പോർട്ട്ലാൻഡ് പോസലന സിമെന്റ്. ഇനി ബാക്കി ആരേ ഉള്ളൂ? മറൈൻ ആൻഡ് ഹൈഡ്രോളിക് കൺസ്ട്രക്ഷൻ, മാസ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പോർട്ട്ലാൻഡ് പോസലന സിമെന്റും ഏകദേശം പ്രോപ്പർട്ടി നമ്മുടെ ലോ ഹീറ്റ് സിമെന്റ് പോലെ തന്നെയാണ്. പക്ഷെ മറൈൻ സ്ട്രക്ചേഴ്സ് എന്ന് എടുത്ത് പറയാറുണ്ട്.
പോർട്ട്ലാൻഡ് പോർസലോന സിമെന്റിന്റെ യൂസിൽ. അതേപോലെ തന്നെ മറൈൻ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് മാസ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിലെല്ലാം നമുക്ക് ആരെ യൂസ് ചെയ്യാനായിട്ട് പറ്റും? പോർട്ട്ലാൻഡ് പോർസലോന സിമെന്റിനെ യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ആ ഒരു ഫസ്റ്റ് ഓപ്ഷനും തേർഡ് ഓപ്ഷനും തമ്മിൽ കൺഫ്യൂഷൻ തോന്നാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, ലോ ഹീറ്റ് സിമെന്റ് ഡാം എവിടെ കാണുന്നോ അതെല്ലാം എന്ത് തന്നെയായിരിക്കും? ലോ ഹീറ്റ് സിമെന്റ് തന്നെ ആയിരിക്കും. അതേപോലെ തന്നെ മറൈൻ സ്ട്രക്ചേഴ്സിനെ എടുത്ത് പറയുന്നത് എന്തായിരിക്കും? പോർട്ട്ലാൻഡ് പോർസലോന സിമെന്റ്. ഇനി മാറി വരാം, ഈ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഇതുപോലെ മാച്ച് ദ ഫോളോയിങ് ഒക്കെ വരുമ്പോൾ ചിലതിൽ ചിലപ്പോൾ പോർട്ട്ലാൻഡ് പോർസലോന സിമെന്റ് കാണില്ല, അല്ലെങ്കിൽ ലോ ഹീറ്റ് സിമെന്റ് കാണില്ല. ലോ ഹീറ്റ് സിമെന്റ് കണ്ടില്ലെങ്കിൽ മാത്രം എന്ത് ചെയ്യാം? നമുക്ക് പോർട്ട്ലാൻഡ് പോർസലോന സിമെന്റിന് ആ ഒരു മാസ് കോൺക്രീറ്റ് സ്ട്രക്ചറിന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റൻ, ഇത് പ്രീവിയസ് ഒരു ക്വസ്റ്റൻ ആണ്, ഇതൊരു JE എക്സാമിന്, അതർ സ്റ്റേറ്റ് എക്സാമിന് ചോദിച്ചിരുന്ന ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റൻസ് ഒക്കെ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഓപ്ഷൻസ് വ്യക്തമായി വായിച്ചിട്ട് മാത്രമേ ആൻസറിലോട്ട് പോകാവൂ. എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിലും മറ്റു ഓപ്ഷൻസ് ഒക്കെ കറക്റ്റ് ആണെങ്കിലും അത് വെച്ച് ഒന്നെങ്കിൽ ആൻസറിൽ എത്തുക, അല്ലെങ്കിൽ മനസ്സിലാക്കുക. ക്ലാസ്സിൽ തന്നെ നമ്മൾ എടുത്ത് പറയുന്ന കാര്യങ്ങളാണ്. ലോ ഹീറ്റ് സിമെന്റിനെ പറ്റിയും പോർട്ട്ലാൻഡ് പോർസലോന സിമെന്റിനെ പറ്റിയും സൾഫേറ്റ് റെസിസ്റ്റൻസ് സിമെന്റിനെ പറ്റിയും എല്ലാം എടുത്തെടുത്ത് പറയുന്ന കാര്യങ്ങളാണ്. ഇവരുടെയൊക്കെ ആ ഒരു പ്രോപ്പർട്ടീസ് എങ്ങനെയാണ് വേരി ചെയ്യുന്നതെന്നും ഏകദേശം സിമിലർ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ്, എങ്ങനെയാണ് ആ ഒരു ഡിഫറൻസ് വരുന്നതെന്നെല്ലാം പറയുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും വരിക? ഓപ്ഷൻ സി ആയിരിക്കും. ക്ലിയർ ആണല്ലോ ഇത്? ഓക്കെ, നെക്സ്റ്റ് കഴിഞ്ഞ വർഷം ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇനി ടിമ്പറിലോട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ദ പോർഷൻ ഓഫ് ദ ട്രങ്ക് ഹാവിംഗ് ഇന്നർ ആനുവൽ റിംഗ് സറൗണ്ടഡ് ബൈ ദ പിത്ത്. ട്രങ്ക് പോർഷൻ ആണ്, നമ്മുടെ സ്ട്രക്ചർ ഓഫ് ടിമ്പറിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഹാവിംഗ് ഇന്നർ ആനുവൽ റിംഗ്സ് ആണ് സറൗണ്ടഡ് ബൈ ദ പിത്ത്. പിത്തിന് ചുറ്റും കാണുന്ന ഇന്നർ ആനുവൽ റിംഗ്സ്. പിത്ത് എന്താണ്? ട്രങ്കിന്റെ അല്ലെങ്കിൽ ട്രീയുടെ ഏറ്റവും സെന്റർ മോസ്റ്റ് പാർട്ടാണ്. അതിന് ചുറ്റും കാണുന്ന ആനുവൽ റിംഗ്സിനെ പറയുന്ന പേരാണ് എന്ത്? ഹാർട്ട് വുഡ് ആണ് ആൻസർ ആയിട്ട് വരിക. ഇനി ഹാർട്ട് വുഡിന് ചുറ്റും നമ്മൾ ആനുവൽ റിംഗ്സിനെ പറയാറുണ്ട്, അതിനാണ് എന്തെന്ന് പറയാ? സാപ്പ് വുഡ് എന്ന് പറയാം. അപ്പൊ ഹാർഡ് വുഡ് കഴിഞ്ഞു, അതിനുശേഷം സാപ്പ് വുഡ് വന്നു. സാപ്പ് വുഡിന് ചുറ്റും ഇരിക്കുന്ന ഒരു സാപ്പ് ലെയർ ഉണ്ട്, തിൻ സാപ്പ് ലെയർ, അതിനാണ് എന്തെന്ന് പറയാ? ക്യാമ്പിയം ലെയർ എന്ന് പറയാം. ക്യാമ്പിയം ലെയറിന് ചുറ്റും ആരാണ് ഇരിക്കുന്നത്? ബാർക്കാണ്. അതിൽ തന്നെ ഇന്നർ ബാർക്കും ഉണ്ട്, ഏറ്റവും ഔട്ട്സൈഡ് ആയിട്ട് ഔട്ടർ ബാർക്കും ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഈ ട്രീയുടെ അല്ലെങ്കിൽ ആ ഒരു ടിമ്പറിന്റെ സ്ട്രക്ചർ എന്നുള്ളത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ആണല്ലോ? ഇനി വേറൊരു സംഭവം കൂടി ഉണ്ട് സ്ട്രക്ചറിൽ, മെഡുലറി റേസ് ഉണ്ട്. മെഡുലറി റേസ് എവിടെ തൊട്ട് എവിടെ വരെയാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്? അതും പല എക്സാംസിന് കണ്ടുള്ള ക്വസ്റ്റൻ ആണ്. മെഡുലറി റേസ് എന്ന് പറയുമ്പോൾ എവിടെയായിരിക്കും? പിത്ത് തൊട്ട് ക്യാമ്പിയം ലെയർ വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയാം? മെഡുലറി റേസ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ഇനി പിത്തിന്റെ ഫംഗ്ഷനും ഹാർഡ് വുഡിന്റെ ഫംഗ്ഷനും സാപ്പ് വുഡിന്റെ ഫംഗ്ഷനും ക്യാമ്പിയം ലെയർ എന്താണെന്നും ഇതിന്റെ എല്ലാത്തിന്റെയും ഫംഗ്ഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. പിത്ത് എന്താണ്? യങ്ങർ ഏജിൽ നറിഷ്മെന്റ് കൊടുക്കുന്ന മെയിൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് പിത്തായിരിക്കും. ഹാർഡ് വുഡ് എന്താണ്? ഹാർഡ് വുഡ് ഡെഡ് പോർഷൻ തന്നെയാണ്, ഡെഡ് വുഡ് തന്നെയാണ്, പക്ഷെ നല്ല ഡാർക്ക് ആണ്. നമ്മൾ മെയിൻ ആയിട്ട് സ്ട്രക്ചറൽ പർപ്പസിനും എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന ഹാർഡ് വുഡിന്റെ പോർഷൻ ആണ്. പിന്നെ സാപ്പ് വുഡ് ഉണ്ട്. സാപ്പ് വുഡ് ആണ് റീസെന്റ് ആയിട്ട് ഗ്രോത്ത് എല്ലാം കൊടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ പറയുന്നത് ക്യാമ്പിയം ലെയർ ആണ്. ക്യാമ്പിയം ലെയറിലും സാപ്പ് തന്നെ ഉണ്ട്, പക്ഷെ അത് എന്തായി മാറിയിട്ടില്ല? സാപ്പ് വുഡ് ആയിട്ട് മാറിയിട്ടില്ല. അല്ലാതെ കിടക്കുന്ന സാപ്പ് ലെയറിനെ എന്ന് പറയാം ക്യാമ്പിയം ലെയർ. ഇനി മെഡുലറി റേസ് എന്താണ്? പിത്ത് തൊട്ട് ക്യാമ്പിയം ലെയർ വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ്. അവരെന്ത് ചെയ്യുന്നുണ്ട്? ഈ ആനുവൽ റിംഗ്സിനെ എല്ലാം സാപ്പ് വുഡിന്റെയും ഹാർഡ് വുഡിന്റെയും ആനുവൽ റിംഗ്സിനെ എല്ലാം നല്ല രീതിയിൽ ഹോൾഡ് ചെയ്ത് വെക്കുന്നതാണ് ആരെന്ന് പറയുന്നത്? മെഡുലറി റേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരാൾ ചോദിച്ചിട്ടുണ്ട് ക്യാൻ യു പ്ലീസ് മെൻഷൻ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ടിമ്പർ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ അത് പറയുന്നുണ്ട്, ആ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഓക്കെ, അടുത്തത് പിത്തിന്റെ തന്നെ അതർ നെയിം എന്താണ്? മെഡുലയാണ്. സാബുഡിന്റെ അതർ നെയിം എന്താണ്? അൽബേണമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുക. എല്ലാം ആ ഒരു സ്ട്രക്ചർ ഓഫ് ട്രീ കംപ്ലീറ്റ്, അത് എന്തൊക്കെയാണ് ആ സ്ട്രക്ചേഴ്സ്, സെന്റർ തൊട്ട് ഔട്ടർ വരെ ഏതൊക്കെ സ്ട്രക്ചേഴ്സ് ആണ് പോകുന്നതെന്നുള്ളതും അതിൻ്റെ എല്ലാം ഫംഗ്ഷൻസ് എന്താണെന്നുള്ളതും എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, എ പ്രോസസ്. ഇതും കഴിഞ്ഞ എക്സാമിന് ചോദിച്ചതാണ്. A process involving the reduction of moisture content in timber under more or less controlled conditions towards or to an amount suitable for the purpose of which it is to be used in is termed as. ഇതിൽ വേറെ ഒന്നുമില്ല, കുറച്ച് ഡെഫിനിഷൻ വലുതായിട്ട് ചോദിക്കുന്നേ ഉള്ളൂ. ആദ്യത്തെ ആ ഒരു സെന്റൻസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം എന്താണ്? റിഡക്ഷൻ ഓഫ് മോയ്സ്ചർ കണ്ടന്റ് ഇൻ ടിമ്പർ. ടിമ്പറിന്റെ മോയ്സ്ചർ കണ്ടന്റ് റെഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയാ? സീസണിങ് എന്ന് പറയാം. സ്കാൻലിംഗ് എന്താണ്? സ്കാൻലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കമന്റ് ചെയ്തേ. സ്കാൻലിംഗിന്റെ ഡയമെൻഷൻ, ലെങ്ത് എത്രയാണെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യും. സ്കാൻലിംഗ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു മാർക്കറ്റ് ഫോംസ് ഓഫ് ടിമ്പറിൽ വരുന്നതാണ്. സ്കാൻലിംഗ് ഉണ്ട്, ബോൾക്ക് ഉണ്ട്. സ്കാൻലിംഗിന്റെ ലെങ്ത് എന്താണെന്ന് കമന്റ് ചെയ്യാം. അതേപോലെ തന്നെ സ്ലേക്കിംഗ് ഒക്കെ നമ്മൾ ലൈമിൽ പറയുന്നതാണ്, സ്കോറിംഗില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും? സീസണിംഗ് ആണ്. പ്രോസസ് ഓഫ് റിഡക്ഷൻ ഓഫ് മോയ്സ്ചർ. ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് എത്രയാണെന്ന് അറിയാമോ? ടിമ്പറിന്റെ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് എത്രയാണ് നമ്മൾ പറയുന്നത്? 8 to 12% പറയാറുണ്ട്. അതിൽ തന്നെ പ്രിസൈസ് ആയിട്ട് ചോദിക്കണമെങ്കിൽ എന്ത് പറയണം? 10 to 12% ആണ് ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് ഓഫ് ടിമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതും കഴിഞ്ഞ തവണ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ആണ്. ആസ് പെർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് IS 287/1993, India is divided into how many zones based on its relative humidity for air seasoning of timber?
നോർമലി നമ്മുടെ ആ ഒരു സീസണിങ് ചെയ്യുമ്പോഴത്തേനും. ഓക്കെ, എല്ലാവരും ആൻസർ ചെയ്യുന്നുണ്ട്. ലെസ് ദാൻ 200 mm തന്നെയാണ് സ്കാൻലിങ്ങിന്റെ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇന്ത്യയെ നമ്മൾ എത്ര സോൺസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഇത് വളരെ സിമ്പിൾ ആണ്. എത്ര സോൺസ് ആണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? 4 സോൺസ് ആണ്. 4 സോൺ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോൺ 1, 2, 3 ആൻഡ് 4. സോൺ 1 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആ ഒരു റീജിയൻ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഓക്കെ, ഇതല്ലേ നമ്മൾ എടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, സോൺ 1 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ലെസ് ദാൻ 40% ആയിരിക്കും അവിടുത്തെ ഒരു ആനുവൽ ആവറേജ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. സോൺ 2 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 40 to 50% ആയിരിക്കും. സോൺ 3 എന്ന് പറയുമ്പോൾ 50 to 67% ആയിരിക്കും. സോൺ 4 എന്ന് പറയുമ്പോൾ മോർ ദാൻ 67% ആയിരിക്കും. ആ ഒരു ആനുവൽ ആവറേജ് ഹ്യൂമിഡിറ്റിയുടെ ബേസിസിൽ നമ്മൾ 4 ആയിട്ടാണ് ഇന്ത്യയെ ആ ഒരു സോൺ വൈസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഈ സോൺ ബേസിസിൽ തന്നെ ഓരോരോ ടിമ്പറിന് നമ്മൾ ഓരോ പർപ്പസിന് യൂസ് ചെയ്യുന്ന ടിമ്പറിന് സ്പെഷ്യൽ ആയിട്ട് ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് വാല്യൂസും പറയാറുണ്ട്. ഓക്കെ, ഇതൊന്ന് പറഞ്ഞേ. അക്കോർഡിംഗ് ടു IS, ഇതും കഴിഞ്ഞ തവണ ചോദിച്ചിരുന്ന ക്വസ്റ്റൻ ആണ്. കഴിഞ്ഞ SSC JE എക്സാമിന് ചോദിച്ചിരുന്ന ക്വസ്റ്റൻ ആണ്. ഇമ്പോർട്ടന്റ് ആണ്. ഇതുപോലുള്ള ക്വസ്റ്റൻസ് നമ്മുടെ കേരള PSൽ ഇപ്പോൾ ചോദിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. IS 287/1993 in classifying timber, the average annual relative humidity of Zone 4 region of India is more than. Zone 4 region, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. Zone 4 region എങ്ങനെയായിരിക്കുമോ? ആനുവൽ ആവറേജ് ഹ്യൂമിഡിറ്റി എങ്ങനെയായിരിക്കണം? ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 67% ആയിരിക്കണം. 67%. ഓക്കെ, ഇതാണ് നമ്മുടെ ആ ഒരു സോൺ പ്രകാരമുള്ള സോൺ 1, 2, 3, 4 പ്രകാരമുള്ള ഓരോ ടിമ്പറിന്റെ യൂസ് അനുസരിച്ചുള്ള ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ്, പെർമിസിബിൾ മോയ്സ്ചർ കണ്ടന്റ് വാല്യൂസ്. ഇതിൽ തന്നെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതെല്ലാം പഠിച്ചു വെക്കുന്ന കാര്യം കുറച്ച് പ്രയാസമായിരിക്കും. പക്ഷേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിട്ടും. ഒരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട 2-3 ഐറ്റംസ് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ബീംസ് ആൻഡ് റാഫ്റ്റേഴ്സിൻ്റെത് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. ബീംസ് ആൻഡ് റാഫ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ 12, 14, 17, 20 ആണ് വരുന്നത്. ഓരോ റീജിയനിൽ എത്രയാണ് വരുന്നത് എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മൾ പറയാറുള്ളതാണ് ഡോസ് ആൻഡ് വിൻഡോസ്. ഡോസ് ആൻഡ് വിൻഡോസിൽ തന്നെ തിന്നർ ദാൻ 50 mm ഉണ്ട്, 50 mm ആൻഡ് എബോവ് ഉള്ളതും ഉണ്ട്. 2 കേസസും പറയുന്നുണ്ട്. 50 mm കുറവ് തിക്നെസ് ഉള്ളതും 50 mm കൂടുതൽ തിക്നെസ് ഉള്ളതും ഉണ്ട്. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും വാല്യൂസ് ഒന്ന് നോട്ട് ചെയ്യാം. 50 mm കുറവാണെങ്കിൽ, തിക്നെസ് കുറവാണെങ്കിൽ എങ്ങനെയായിരിക്കും വേരി ചെയ്യുന്നത്? 8, 10, 12, 14 ആയിരിക്കും. 50 mm കൂടുതലാണെങ്കിലോ 10, 12, 14, 16 ആയിരിക്കും വേരി ചെയ്യുന്നത്. ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. അതേപോലെ തന്നെ സ്പോർട്സ് ഗുഡ്സ്, അംബ്രല്ലാസ് ആൻഡ് വാക്കിംഗ് സ്റ്റിക്സ്, അതും ഒന്ന് അറിഞ്ഞിരിക്കുക. അവിടെയും 10, 12, 14, 16 വേരി ചെയ്യുന്നത്. ഈ ചാർട്ട് എല്ലാം പഠിക്കാനായിട്ട് കുറച്ച് പ്രയാസമായിരിക്കും. എന്നാലും റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ബീംസ് ആൻഡ് റാഫ്റ്റേഴ്സ് ചോദിച്ചിട്ടുണ്ട്. ഡോസ് ആൻഡ് വിൻഡോസിൽ തന്നെ 2 കേസസ് ചോദിച്ചിട്ടുണ്ട്. സ്പോർട്സ് ഗുഡ്സ് ഒക്കെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ 4 സോണിൽ പെർമിസിബിൾ മോയ്സ്ചർ കണ്ടന്റ് ഓരോ ടിമ്പറിന്റെ യൂസ് അനുസരിച്ച് വേരി ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതും കഴിഞ്ഞ SSC JE എക്സാമിന് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ആണ്. എ വെരി തിൻ ഷീറ്റ് ഓഫ് വുഡ് വിച്ച് ഈസ് കട്ട് ഫ്രം ദ റൗണ്ട് ലോഗ്സ് വിത്ത് 0.5 to 5 mm തിക്നെസ് ഈസ് കോൾഡ്. 0.5 to 5 mm തിക്നെസ് ആയിട്ടുള്ള എ വെരി തിൻ ഷീറ്റ് ഓഫ് വുഡിനെയാണ് ചോദിക്കുന്നത്. എ വെരി തിൻ ഷീറ്റ് ഓഫ് വുഡ്. അപ്പോൾ ഇവിടെ കൺഫ്യൂഷൻ തോന്നാൻ സാധ്യത ഈ ഒരു തിക്നെസ് വാല്യൂ ആയിരിക്കും. നമ്മൾ ഈ ഒരു തിക്നെസ് അല്ല ശരിക്കും പറഞ്ഞാൽ പറയുന്നത്. പക്ഷെ എന്നാലും ഇങ്ങനെ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നതിൽ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കറക്റ്റ് ആ ഒരു തിക്നെസ് വാല്യൂ അങ്ങനെ പറയുന്നില്ല എന്നുണ്ടെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം കറക്റ്റ് തന്നെയാണ്. തിൻ ഷീറ്റ് ഓഫ് വുഡിനെ പറയുന്ന പേരാണ് എന്ത്? വെനീർസ് എന്ന് പറയുന്നത്. വെനീർസിന്റെ കറക്റ്റ് തിക്നെസ് എങ്ങനെയാണ് വേരി ചെയ്യുക? 0.4 to 6 mm ആണ് വേരി ചെയ്യുക. 6 mm ആണ് മാക്സിമം തിക്നെസ് എന്ന് പറയുന്നത് വെനീറിന്റെ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും കറക്റ്റ് ആയിട്ട് ആൻസർ ആയിട്ട് വരിക? വെനീർ ആണ് ആൻസർ ആയിട്ട് വരിക. ചിപ്പ് ബോർഡ് അല്ലെങ്കിൽ പാർട്ടിക്കിൾ ബോർഡ് ഒക്കെ നമ്മൾ പറയാറുണ്ട്, ഫൈബർ ബോർഡ് പറയാറുണ്ട്, ബ്ലോക്ക് ബോർഡ് ഒക്കെ പറയാറുള്ളതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ വെനീറിന്റെ കാര്യം അതാണ് പറഞ്ഞത്. നെക്സ്റ്റ് വൺ. അക്കോർഡിംഗ് ടു IS 303/1989 the thickness of plywood boards in a 3-ply board is. ഇത് ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനിൽ ഒന്നാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ അത് സ്റ്റേറ്റ് JE എക്സാംസിനൊക്കെ ചോദിച്ചു തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ പ്ലൈവുഡിനെ ഒരു IS കോഡ് തന്നിട്ടുണ്ട്. പ്ലൈവുഡിന്റെ ആ ഒരു 3-ply, 5-ply, 7-ply, 9-ply അങ്ങനെ ഓരോരോ പ്ലൈസിൻ്റെതനുസരിച്ച് തിക്നെസ് എങ്ങനെയാണ് വേരി ചെയ്യുന്നത്? ഇൻ MM ആണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോഡാണ് പഠിക്കേണ്ടത്. 303/1989 പ്രത്യേകം പറയുന്നുണ്ട്. ഈ കോഡിന്റെ പേരാണ് പ്ലൈവുഡ് ഫോർ ജനറൽ പർപ്പസസ് എന്ന് പറയുന്നത്. ഈ ഒരു കോഡിലാണ് ഈ വാല്യൂസ് എല്ലാം പറയുന്നത്. 3-plyയുടെ വാല്യൂസ് വേരി ചെയ്യുന്നത് 3, 4, 5, 6 ആയിരിക്കും. 3, 4, 5, 6ലാണ് വേരി ചെയ്യുന്നത്. ഇതൊന്ന് പഠിച്ചിരിക്കേണ്ടതാണ്. അതേപോലെ തന്നെ 5-plyക്ക് 5, 6, 8, 9 ആണ്. അവിടെ 7 എന്ന് പറയുന്ന വാല്യൂ ഇല്ല. കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണ്, അവിടെ 7 ഇല്ല. അപ്പോൾ ഒന്നും പഠിച്ചില്ലെങ്കിലും ഇത് എത്രയും പഠിക്കാൻ പാടായിരിക്കും. 3ഉം 5ഉം 7ഉം 9ഉം 11ഉം ഉണ്ട്. പിന്നെ 11നേക്കാൾ മുകളിൽ പ്ലൈസ് വന്നാൽ എത്രയാണെന്നും പറയാറുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം നോക്കാൻ പാടാണെങ്കിലും ഈ 3-plyയുടേതും
5 പ്ലൈയുടേതും ഒന്ന് നോക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും. കാര്യം വെച്ചാൽ ഇനി ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നമുക്ക് കേരള PSC ആണെങ്കിലും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 3 പ്ലൈയുടെയും 5 പ്ലൈയുടെയും തിക്നെസ് എങ്ങനെയാണ് വേരി ചെയ്യുന്നത് എന്നുള്ളത്. 3, 4, 5, 6 ആണ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? ഈ ഒരു ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യേണ്ടതാണ്. ഇനി വരുന്ന സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ ദ ഡിഫക്ട് ഇൻ വിച്ച് is not caused by seasoning of timber. ഡിഫക്ട്സിനെ പറ്റി, ടിമ്പറിനെ പറ്റി പഠിക്കാൻ ഡിഫക്ട്സ് പഠിക്കാതെ പോകുന്ന ഒരു പ്രശ്നവുമില്ല. കാരണം ഡിഫക്ട്സ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോന്നും കാരണം ഡിഫക്ട്സ് ഉണ്ടാവാറുണ്ട്. എന്തൊക്കെ കാരണമാണ് മെയിനായിട്ട് ഡിഫക്ട്സ് ഉണ്ടാവുക? കൺവേർഷൻ കാരണം ഉണ്ടാവും, ഫംഗൈ കാരണം ഉണ്ടാവും, നാച്ചുറൽ ഫോഴ്സസ് കാരണം ഉണ്ടാവും, സീസണിങ് കാരണം ഉണ്ടാവും, ഇൻസെക്ട്സ് കാരണം ഉണ്ടാവും. അപ്പോൾ ഇതിലൊക്കെ എല്ലാത്തിലും ഓരോന്നും വരുന്ന ഡിഫക്ട്സ് എന്താണെന്ന് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇവിടെ ചോദിക്കുന്നത് എന്താണ്? is not caused by seasoning of timber. Seasoning of timberൽ വരാത്ത ഡിഫക്റ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ചെക്സ്, സ്പ്ലിറ്റ്സ്, വാർപ്പ്, നോട്ട്, ഇതിൽ ആരായിരിക്കും സീസണിങ് കാരണം ഉണ്ടാവാത്ത ഡിഫക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചെക്സും സ്പ്ലിറ്റും വാർപ്പും എല്ലാം എന്താണ്? സീസണിങ് കാരണം ഉണ്ടാകുന്ന ഡിഫക്റ്റ് തന്നെയാണ്. നോട്ട് എന്താണ്? നോട്ട് എന്ത് കാരണമുള്ള ഡിഫക്റ്റ് ആണ്? ഡ്യൂ ടു നാച്ചുറൽ ഫോഴ്സസ് ആണ്. നോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആ ഒരു ടിമ്പറിൽ തന്നെ ബ്രാഞ്ചസ് ഒക്കെ റിമൂവ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഡാർക്ക് സർക്കുലർ നല്ല കട്ടിയായിട്ട് ഇങ്ങനെ റിങ്സ് ഫോം ചെയ്യും. സാപ്പൊക്കെ വന്ന് ഇങ്ങനെ അടിഞ്ഞടിഞ്ഞ് ഡാർക്കായിട്ട് കുറച്ച് റിങ്സ് ഫോം ചെയ്യും. അതിനാണ് നോട്ട് എന്ന് പറയാം. നാച്ചുറൽ ഫോഴ്സസ് കാരണം ഉണ്ടാകുന്ന ഡിഫക്റ്റ് ആണ് എന്ന് പറയാം, നോട്ട് എന്ന് പറയാം. നോട്ടിനെ തന്നെ നമ്മൾ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. 4 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതൊക്കെ ഓർമ്മയുണ്ടായിരിക്കുമല്ലോ എല്ലാവർക്കും. അതൊക്കെ എന്താണ് ആ ഒരു ക്ലാസിഫിക്കേഷൻ എന്നുള്ളതും അതിൻ്റെ എല്ലാം സൈസസും നോട്ട് ചെയ്ത് പഠിച്ചു പോകേണ്ടതാണ്. അവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഏതൊക്കെയാണ്? പിൻ നോട്ട്, സ്മോൾ നോട്ട്, മീഡിയം നോട്ട് ആൻഡ് ലാർജ് നോട്ട്. ഓക്കെ ആണല്ലോ? അതിൻ്റെ എല്ലാത്തിൻ്റെയും സൈസസും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ ചെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രാക്സ് തന്നെയാണ്. സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രാക്സ് ആണ്, പക്ഷെ എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യും. അതായത് ഒരു എൻഡ് തൊട്ട് മറ്റേ എൻഡ് വരെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ക്രാക്സിനാണ് എന്ന് പറയാം സ്പ്ലിറ്റ് എന്ന് പറയാം. വാർപ്പേജ് എന്താണ്? നോർമലി വാർപ്പിംഗ് സംഭവിക്കുക, അതായത് ടിമ്പറിന്റെ ഔട്ട് ഓഫ് ഷേപ്പ് ആയി പോവുക, അതിന്റെ ആ ഒരു ഷേപ്പ് കംപ്ലീറ്റ് ആയിട്ട് ബെൻഡ് ആയി പോകുന്നതിനാണെന്ന് പറയാം വാർപ്പ് എന്ന് പറയാം. അതേപോലെ തന്നെ ഈ സീസണിങ് കാരണം ഉണ്ടാകുന്ന ഡിഫക്ട്സ് വേറെ ഏതൊക്കെ വരും? ബോയ് ഉണ്ട്, കപ്പ് ഉണ്ട്, പിന്നെ കൊളാപ്സ് ഉണ്ട്, ഹണി കോമ്പിംഗ് ഉണ്ട്. ഇതെല്ലാം എന്തിന്റെ ഡിഫക്ട്സ് ആണ്? ഡ്യൂ ടു സീസണിങ് ആണ്. ക്ലിയർ ആണല്ലോ? സീസണിങ് കാരണം ഉണ്ടാകുന്ന ഡിഫക്ട്സ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. എല്ലാ കാരണങ്ങളിലും ഡ്യൂ ടു നാച്ചുറൽ ഫോഴ്സസ് എന്തൊക്കെയാണെന്നുള്ളതും, ഡ്യൂ ടു ഇൻസെക്ട്സ് എന്തൊക്കെയാണെന്നുള്ളതും, ഡ്യൂ ടു ഫംഗൈ എന്തൊക്കെയാണെന്നുള്ളതും, ഡ്യൂ ടു കൺവേർഷൻ എന്തൊക്കെയാണെന്നുള്ളതും പേര് എന്തായാലും അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. തന്നിരിക്കുന്നതിൽ ഇത് കാരണമല്ലാത്തത് ഏതൊക്കെയാണെന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ക്ലിയർ ആണല്ലോ ഈ ഒരു ക്വസ്റ്റ്യൻ? ഓക്കെ, വളരെ സിമ്പിൾ ആണ്. ഡിഫക്ട്സ് ഏതൊക്കെയാണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്യൂറിംഗ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ടിമ്പർ ടു കൊമേഴ്ഷ്യൽ ഫോം, the defect created due to impression of fallen tool on the surface. ഇവിടെ ആ കീവേഡ് ഉണ്ട്, ഇംപ്രഷൻ ഡ്യൂ ടു fallen tool. ടൂള് പെട്ടെന്ന് വീഴുന്നത് കാരണം ഉണ്ടാവുന്ന ഡിഫക്റ്റ് എന്താണെന്നുള്ളത്. ഇത് ഏത് ഡിഫക്റ്റിൽ വരുന്നതാണ്? ഡ്യൂ ടു കൺവേർഷൻ ആണ്. ഇവിടെ പറയുന്നുണ്ട് പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ടിമ്പർ. ടിമ്പർ കൺവേർഷൻ ചെയ്യുന്ന സമയത്ത് ടൂള് പെട്ടെന്ന് വീഴുമ്പോൾ ഉണ്ടാവുന്ന ഡിഫക്റ്റിനാണ് എന്ന് പറയാം നമ്മൾ ടോൺ ഗ്രെയിൻ എന്ന് പറയാം. ചിപ്പ് മാർക്ക് എന്താണ്? ചിപ്പ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്രോപ്പർ പ്ലെയിനിങ് കാരണം ഉണ്ടാകുന്നതാണ്. ഡയഗണൽ ഗ്രെയിൻ എന്ന് പറയുമ്പോൾ ഇംപ്രോപ്പർ സോയിങ് കാരണം ഉണ്ടാകുന്നതാണ്. അടുത്ത വെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസൻസ് ഓഫ് ഒറിജിനൽ റൗണ്ടഡ് സർഫസ് ആണ് വെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ടോൺ ഗ്രെയിൻ ആണ് എന്തെന്ന് പറയാം? നമ്മൾ പെട്ടെന്ന് ആ ഒരു ടൂൾ വീഴുമ്പോൾ ഉണ്ടാകുന്ന ഡിഫക്റ്റിനാണ് എന്ന് പറയാം ടോൺ ഗ്രെയിൻ എന്ന് പറയാം. ചിലർ ഓപ്ഷൻ എ ഒക്കെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ ബി തന്നെയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് പറയുന്നത്. ടോൺ ഗ്രെയിൻ ആണ്. ചിപ്പ് മാർക്ക് എന്ന് പറയുന്നത് മാറിപ്പോയത് ഇംപ്രോപ്പർ പ്ലെയിനിങ് കാരണമാണ് ചിപ്പ് മാർക്ക് ഉണ്ടാകുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് വൺ. The process in which dilute solution of sodium silicate is applied to timber to give it resistance to fire is called. അപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്ന ആ ഒരു സെന്റൻസ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്തില്ലെങ്കിലും രണ്ടാമത് പറഞ്ഞിട്ട് ടു ഗീവ് ഇറ്റ് റെസിസ്റ്റൻസ് ടു ഫയർ. ഫയർ റെസിസ്റ്റൻസ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനാണ് എന്തെന്ന് പറയാം? സർ ഏബൽസ് പ്രോസസ് എന്ന് പറയാം. സർ ഏബൽസ് പ്രോസസ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡൈല്യൂട്ട് സൊല്യൂഷൻ ഓഫ് സോഡിയം സിലിക്കേറ്റ് യൂസ് ചെയ്യാറുണ്ട്. ഡൈല്യൂട്ട് സോഡിയം സിലിക്കേറ്റ് യൂസ് ചെയ്യും, കോൺസെൻട്രേറ്റഡ് സോഡിയം സിലിക്കേറ്റും യൂസ് ചെയ്യും, അതേപോലെ തന്നെ നമ്മൾ ലൈമും യൂസ് ചെയ്യും. ഇതെല്ലാം കൂടെ യൂസ് ചെയ്തിട്ടാണ് ആ ഒരു സർ ഏബൽസ് പ്രോസസ്സിലോട്ട് വരുന്നത്. അപ്പോൾ സർ ഏബൽസ് പ്രോസസ്സാണ് ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യുന്നത്? ഫയർ റെസിസ്റ്റൻസ് ആക്കുക ടിമ്പറിനെ. ഇത് കൂടാതെ വേറെ കെമിക്കൽസ് പ്രത്യേകമായിട്ട് നമ്മൾ പറയാറുണ്ട്. ഇന്ന കെമിക്കൽസ് കൊടുത്തു കഴിഞ്ഞാലും ഫയർ റെസിസ്റ്റന്റ് ആക്കും എന്നുള്ളത്. ഏതാണ് ഒരു മെയിൻ കെമിക്കൽ നമ്മൾ പറയാറുണ്ട്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കെമിക്കലിന്റെ പേരും കൂടെ പറയാറുണ്ട് ടിമ്പറിനെ ഫയർ റെസിസ്റ്റന്റ് ആക്കുന്നത്. ഏതാണെന്നൊന്ന് പെട്ടെന്ന് കമന്റ് ചെയ്തേ. മെയിൻ ആയിട്ടൊരു കെമിക്കൽ ഉണ്ട്. അതേപോലെ തന്നെ സോഡിയം ആർസനേറ്റ് ആൻഡ് ബോറാക്സ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെയും ഉണ്ട് അമോണിയം സൾഫേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അമോണിയം സൾഫേറ്റ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. അപ്പോൾ സെർ ഏബിൾസ് പ്രോസസ്സിലാണ് നമ്മൾ സോഡിയം സിലിക്കേറ്റും എല്ലാം യൂസ് ചെയ്യുന്നത്. സോഡിയം ആർസനേറ്റും അമോണിയം സൾഫേറ്റും ഒക്കെ നമ്മൾ വേറെ ആയിട്ട് അല്ലാതെ കെമിക്കൽസ് കൊടുക്കുന്നതിനാണ് പറയുന്നത്. സെർ ഏബിൾസ് പ്രോസസ്സിൽ ആ ഒരു പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന കെമിക്കൽസ് ആണ് സോഡിയം സിലിക്കേറ്റ് എന്ന് പറയുന്നത്. സോഡിയം സിലിക്കേറ്റ് യൂസ് ചെയ്യാറുള്ളത്. ക്ലിയർ ആണല്ലോ, ഓക്കെ അല്ലേ? എല്ലാവരും അമോണിയം സൾഫേറ്റ് ഒക്കെ കമന്റ് ചെയ്തുകൊണ്ട് അമോണിയം സൾഫേറ്റ് ആണ് നമ്മൾ അല്ലാതെ പറയുന്ന മെയിൻ കെമിക്കൽ എന്ന് പറയുന്നത്. Okay, next one. The timber having a durability life of more than 120 months is classified as. ഡ്യൂറബിലിറ്റിയുടെ ബേസിസിൽ ടിമ്പറിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ചോദിക്കുന്നത്. ഡ്യൂറബിലിറ്റിയുടെ ബേസിൽ എങ്ങനെയായിരിക്കും നമ്മൾ പറയാ, എങ്ങനെയായിരിക്കും ഡ്യൂറബിലിറ്റി വരിക? ഹൈ ഉണ്ട്, മോഡറേറ്റ് ഉണ്ട്, ലോ ഡ്യൂറബിലിറ്റി ഉണ്ട്. ഇതിൽ തന്നെ ഇഫ് ലൈഫ് ഈസ് മോർ ദാൻ 120 months അല്ലെങ്കിൽ 10 വർഷത്തിൽ കൂടുതൽ ലൈഫ് ഉള്ളതിന് നമുക്ക് എന്തെന്ന് പറയാം? ഹൈലി ഡ്യൂറബിൾ ടിമ്പർ എന്ന് പറയാം. 60 to 120 months ആണെങ്കിൽ എന്തെന്ന് പറയാം? മോഡറേറ്റ് എന്ന് പറയാം. ലെസ് ദാൻ 60 ആണെങ്കിൽ എന്തെന്ന് പറയാം? ലോ അല്ലെങ്കിൽ ലെസ് ഡ്യൂറബിലിറ്റി എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ഒരു കാര്യം അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 120 months എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നമ്മൾ പറയുന്നത്? ഹൈ ഡ്യൂറബിലിറ്റി ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ തന്നെ നമ്മളൊരു കാര്യം പറയാറുണ്ട്, ടിമ്പർ ഹാവിങ് ആവറേജ് ലൈഫ് 120 months ആൻഡ് ഓവർ എന്ന് പറയുന്നത് ഹൈ ഡ്യൂറബിലിറ്റി ആണ്. അപ്പോൾ ഈ ഡ്യൂറബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്നത്, ടിമ്പറിന്റെ ഡ്യൂറബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്നത്, ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് നമ്മളൊരു ടിമ്പർ പീസിനെ എടുക്കും. ടിമ്പർ പീസിന്റെ സൈസ് ഇമ്പോർട്ടൻ്റ് ആണ്. 24/2/2 inches 24/2/2 inches ഉള്ള ഒരു ടിമ്പർ പീസിനെ എടുത്തിട്ട് അതിന്റെ ഹാഫ് പോർഷൻ ഗ്രൗണ്ടിലോട്ട് നമ്മളൊന്ന് എംബഡ് ചെയ്ത് വെച്ച്, ഗ്രേവിയാർഡ് ടെസ്റ്റ് എന്നാണ് ഈ ടെസ്റ്റിനെ പറയാം. ഡ്യൂറബിലിറ്റി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റിനെ പറയുന്ന പേരാണ് ഗ്രേവിയാർഡ് ടെസ്റ്റ്. ഗ്രേവിയാർഡ് ടെസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡ്യൂറബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 24/2/2 inches ഉള്ളൊരു ടിമ്പർ പീസിനെ എടുക്കുക. അപ്പോൾ നമ്മൾ സെന്റിമീറ്ററിലും ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സെന്റിമീറ്ററിലാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? അപ്പോൾ 24 ഇഞ്ചിനെ സെന്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്താൽ മതി. അപ്പോൾ എത്ര വരും? 60/2 കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര വരും? 60/10/10 സെന്റിമീറ്റർ ആയിട്ട് വരും. ക്ലിയർ ആണല്ലോ? സെന്റിമീറ്ററിലും ഇഞ്ചസിലും ഉള്ള വാല്യൂ ഓർത്തിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മുടെ കോഡിൽ എടുത്ത് പറയുന്ന ഒരു കാര്യമാണ്. ഗ്രേവിയാർഡ് ടെസ്റ്റ് ആണ് ഇതിനെ യൂസ് ചെയ്യുന്നത്. ആ ഒരു ടിമ്പർ പീസിന്റെ സൈസും നോട്ട് ചെയ്യുക. 24/2/2 inches ആണ് നമ്മൾ എടുക്കുന്നത്. എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ. Next one, according to IS 14315/1995, the maximum thickness of commercial veneers produced from wood. Okay, നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, വെനീറിന്റെ ഒരു ഡെഫിനേഷൻ നമ്മൾ നേരത്തെ നോക്കിയതല്ലേ. ഇവിടെ എടുത്ത് പറയുന്നുണ്ട് ഒരു കോഡിനെ പറ്റി. ഈ കോഡ് പ്രകാരമുള്ള എന്താണ് പറയുന്നത്? വെനീറിന്റെ മാക്സിമം തിക്നെസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അറിയാം എന്തായിരിക്കും വെനീറിന്റെ മാക്സിമം തിക്നെസ് എന്ന് പറയുന്നത്? 6 mm തന്നെ ആയിരിക്കും. അപ്പോൾ ഈ കോഡ് എന്താണെന്ന് നോട്ട് ചെയ്യാം. 14315/1995 പ്രകാരം കൊമേഴ്ഷ്യൽ വെനീഴ്സിന്റെ സ്പെസിഫിക്കേഷൻ ആണ് 6 mm ആണ് മാക്സിമം വെനീറിന്റെ തിക്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് IS കോഡ് ഈസ് യൂസ്ഡ് ഫോർ ക്ലാസിഫിക്കേഷൻ ഓഫ് ടിമ്പർ ഫോർ സീസണിങ് പർപ്പസസ്? അപ്പോൾ കുറേ കോഡ്സും കാര്യങ്ങളെല്ലാം ടിമ്പറിൽ വരുന്നുണ്ട്. സീസണിങ് പർപ്പസിന് വേണ്ടി ക്ലാസിഫൈ ചെയ്യുന്നത് ഏത് കോഡ് പ്രകാരമാണ്? ഏത് കോഡ് പ്രകാരമായിരിക്കും? 1141/1958 പ്രകാരമാണ് നമ്മൾ സീസണിങ് പ്രകാരം ടിമ്പറിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഈ കോഡ്സ് എല്ലാം ഏതാണെന്നറിയാമോ? 399 എന്തിനാണ് യൂസ് ചെയ്യുന്നത്? 399 ക്ലാസിഫിക്കേഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ടിമ്പേഴ്സ് ആൻഡ് ദെയർ സോണൽ ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞത് ഡ്യൂറബിലിറ്റി ഒക്കെ പറഞ്ഞില്ലേ? ഡ്യൂറബിലിറ്റി ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റി നമ്മൾ ഈ ഒരു 399 1963 പറയുന്നത്. ഈ കോഡ്സ് എല്ലാം ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. കീ ഫോർ ഐഡന്റിഫിക്കേഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ടിമ്പേഴ്സ് ആണ് IS 4970 പറയുന്നത്. മെത്തേഡ്സ് ഓഫ് ടെസ്റ്റിംഗ് ഓഫ് സ്മോൾ സ്പെസിമെൻ ഓഫ് ടിമ്പറിനെയാണ് 1708 പറയുന്നത്. കോഡ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ്. ഇത് കൂടാതെ ഒരുപാട് കോഡ്സ് ഉണ്ട്. നമ്മൾ പെർമിസിബിൾ മോയ്സ്ചർ കണ്ടന്റ് ഒക്കെ പറയുന്ന കോഡുണ്ട്. IS 883 ഒക്കെ പറയാറുണ്ട്. എല്ലാം അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ ആണോ? ഓക്കെ. പെർമിസിബിൾ മോയ്സ്ചർ കണ്ടന്റ് പറയുന്ന കോഡ് എന്താണെന്ന് ഒന്ന് നോട്ട് ചെയ്തോ, എന്താണെന്ന് ഒന്ന് കമന്റ് ചെയ്തോ. അതേപോലെ തന്നെ നമ്മൾ സ്ട്രക്ചറൽ ടിമ്പറിന്റെ ഡിസൈൻ യൂസ് ചെയ്യുന്നതാണ് 883 എന്ന് പറയുന്ന കോഡ്. അങ്ങനെ ഒരുപാട് കോഡ്സ് നമുക്ക് ടിമ്പറിൽ വരുന്നുണ്ട്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഈ ഒരു ക്വസ്റ്റ്യനിൽ മറ്റു ഓപ്ഷൻസിൽ കമന്റ്സിൽ വന്നിട്ടുള്ളതാണ്, മറ്റു ഓപ്ഷൻസിൽ തന്നിട്ടുള്ളതാണ് ഈ രണ്ട് കാര്യങ്ങളും. ഇതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ആക്ച്വലി ഇനിയുള്ള ക്വസ്റ്റ്യനിലൊക്കെ ഇത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. 287 ആണ് പെർമിസിബിൾ മോയ്സ്ചർ കണ്ടന്റ് ടിമ്പറിനെ പറയുന്ന കോഡ്. ഓക്കെ. The dash timber which is resinous and catches the fire easily. Okay. ഫയറിനെ എത്രത്തോളം റെസിസ്റ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ നമ്മൾ ടിമ്പറിനെ റിഫ്രാക്ടറി ടിമ്പർ, നോൺ റിഫ്രാക്ടറി ടിമ്പർ എന്നൊക്കെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ സീസണിങ്ങിന്റെ ബേസിൽ നമ്മൾ റിഫ്രാക്ടറി ടിമ്പർ, മോഡറേറ്റ്ലി റിഫ്രാക്ടറി ടിമ്പർ, ഹൈലി റിഫ്രാക്ടറി ടിമ്പർ, ലെസ് റിഫ്രാക്ടറി ടിമ്പർ എന്നൊക്കെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിൽ വിച്ച് ഈസ് റെസിനസ് ആൻഡ് ക്യാച്ചസ് ദ ഫയർ ഈസിലി, എളുപ്പം ഫയർ ക്യാച്ച് ചെയ്യുന്നത് ആരാണെന്നാണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ നോർമലി പെട്ടെന്ന് ആ ഒരു ഫയറിനെ റെസിസ്റ്റ് ചെയ്യുന്ന ടിമ്പർ ആരായിരിക്കും?
ഫയറിനെ റെസിസ്റ്റ് ചെയ്യുന്ന ടിമ്പർ എന്ന് പറഞ്ഞാൽ റിഫ്രാക്ടറി ടിമ്പർ ആയിരിക്കും. പെട്ടെന്ന് ഫയറിനെ ക്യാച്ച് ചെയ്യുന്ന ടിമ്പർ ആരായിരിക്കും? നോൺ റീഫ്രാക്ടറി ടിമ്പർ ആയിരിക്കും. നോൺ റീഫ്രാക്ടറി ടിമ്പർ എങ്ങനെയായിരിക്കും? റെസിൻസും ആയിരിക്കും. ഒരുപാട് റെസിൻസ് ഉള്ള ടിമ്പറാണ്. ഇങ്ങനെയാണ് നമ്മൾ പറയാം. വിത്ത് റെസ്പെക്ട് ടു ഫയർ റെസിസ്റ്റൻസ് ടിമ്പർ ഈസ് ക്ലാസിഫൈഡ് ആസ് റിഫ്രാക്ടറി ആൻഡ് നോൺ റിഫ്രാക്ടറി ടിമ്പർ. നോൺ റിഫ്രാക്ടറി ടിമ്പർ ഈസ് റെസിനസ് ആൻഡ് ഇറ്റ് ക്യാച്ചസ് ദ ഫയർ ഈസിലി. പെട്ടെന്ന് ഫയറിനെ ക്യാച്ച് ചെയ്യുന്ന ടിമ്പറാണ് ആരെന്ന് പറയാം? നോൺ റിഫ്രാക്ടറി ടിമ്പർ. റിഫ്രാക്ടറി ടിമ്പർ എന്താണ്? നോൺ റെസിനസ് ആണ്, പക്ഷെ അതെങ്ങനെയായിരിക്കും? ഫയറിനെ നല്ല രീതിയിൽ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നത്. നമ്മൾ റിഫ്രാക്ടറിയുടെ ആ ഒരു പ്രോപ്പർട്ടി വെച്ച് ഓർത്തിരുന്നാൽ മതി. റിഫ്രാക്ടറി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫയർ റെസിസ്റ്റൻസ് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യില്ല? പെട്ടെന്ന് ഫയറിനെ ക്യാച്ച് ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെ ഓർത്തിരുന്നാലും മതി. ഫയറിനെ ക്യാച്ച് ചെയ്യാത്തെല്ലാം കുറച്ച് നല്ലൊരു ടിമ്പർ ആണല്ലോ, ഫയർ റെസിസ്റ്റൻസ് പ്രോപ്പർട്ടി ഉള്ളത്. അപ്പോൾ അതെല്ലാം നമ്മുടെ ഏത് ട്രീസിൽ വരും? കോണിഫറസ് ആയിരിക്കും, ഡെസിഡിയസ് ആയിരിക്കും? ഡെസിഡിയസ് ട്രീസ് ആയിരിക്കും അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം. സാല്, ടീക്ക്, ഓക്ക് എല്ലാം എന്തായിരിക്കും? റിഫ്രാക്ടറി ടിമ്പേഴ്സ് ആയിരിക്കും. പെട്ടെന്നൊന്നും ഫയറിനെ ക്യാച്ച് ചെയ്യില്ല. പക്ഷെ ഇവരെന്തായിരിക്കും? നോൺ റിഫ്രാക്ടറി. നമ്മളെ കോണിഫറസ് ട്രീസ് ആണ്. ഡിയോഡാർ, ഫിർ എല്ലാം എന്തായിരിക്കും? അവർക്ക് ഒരുപാട് റെസിൻസ് ഉണ്ട്. അങ്ങനെ ഓർത്തിട്ടാൽ മതി. കോണിഫേഴ്സും ഡെസിഡിയസും വെച്ച് നോക്കുമ്പോൾ ഒരുപാട് റെസിൻസ് ഉള്ളത് ആർക്കാണ്? കോണിഫേഴ്സിനാണ്. കോണിഫേഴ്സിന്റെ എക്സാമ്പിൾ ആയിട്ടാണ് ആരെ പറയാ? ചിറും, ഡിയോഡാറും ഫിറും ഒക്കെ പറയാം. അതാണ് എന്ത് ചെയ്യുന്നത്? പെട്ടെന്ന് ഫയറിനെ ക്യാച്ച് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ ഈ ഒരു ക്ലാസിഫിക്കേഷൻ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. റിഫ്രാക്ടറിയും നോൺ റിഫ്രാക്ടറിയും. റിഫ്രാക്ടറി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? റെസിസ്റ്റൻസ് ടു ടെമ്പറേച്ചർ, അല്ലെങ്കിൽ ആ ഒരു ഫയറിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയാം? റിഫ്രാക്ടറി എന്ന് പറയാം. ഓക്കെ. മോഡറേറ്റ്ലി റിഫ്രാക്ടറിയും നമ്മൾ ഈ പറയുന്ന പോലെയല്ല. നമ്മൾ റിഫ്രാക്ടറിന് നമ്മൾ സീസൺ ചെയ്യുന്ന കേസിൽ പറയാറുള്ളതാണ്. ഹൈലി റിഫ്രാക്ടറി, മോഡറേറ്റ്ലി റിഫ്രാക്ടറി, ലെസ് റിഫ്രാക്ടറി എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ സീസണിങ് ആണ്. നമ്മളിതിപ്പോൾ പറയുന്നത് ഫയർ റെസിസ്റ്റൻസിന്റെ ബേസിലാണ്. ഓക്കെ, ഇതാണ് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് ഉള്ളത്. നമ്മൾ കോഡിലൊക്കെ സ്പെസിഫൈ ചെയ്ത് പറയാറുള്ളതാണ് ബേസ്ഡ് ഓൺ ഫയർ റെസിസ്റ്റൻസ് ഉള്ള രണ്ട് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ ഒന്ന് പെട്ടെന്ന് ടൈപ്പ് ചെയ്തിടുന്നവർക്ക് ഗിഫ്റ്റ് ഉള്ളതാണ്. പെട്ടെന്നൊന്ന് ടൈപ്പ് ചെയ്തിട്ടെ. ഫസ്റ്റ് ഇടുന്നത് ആരാണെന്ന് നോക്കട്ടെ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ ESC എക്സാമിന് 2015 നടന്ന ESC എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ ഒന്ന് പെട്ടെന്ന് ടൈപ്പ് ചെയ്തേ. ആരാണ് ആദ്യം ആൻസർ ടൈപ്പ് ചെയ്തെന്ന് നോക്കട്ടെ. ഗിഫ്റ്റ് ഉള്ളതാണ്. ഓക്കെ, രേവതി B കമന്റ് ചെയ്തിട്ടുണ്ട്. വൈഷ്ണവ് E കമന്റ് ചെയ്തിട്ടുണ്ട്. റൂക്കി R കമന്റ് ചെയ്തിട്ടുണ്ട്. അശ്വിൻ M, വൈഷ്ണവി. ഓക്കെ, ഓക്കെ, ഓക്കെ. D, C, D, D, B, D ഒക്കെ കാണുന്നുണ്ട്. ഓക്കെ, ആദ്യമായിട്ട് നമ്മുടെ കറക്റ്റ് ആൻസർ കമന്റ് ചെയ്തിരിക്കുന്നത് വൈഷ്ണവിയാണ്. വൈഷ്ണവി D. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അസ്ക്യൂ, എ പ്രിസർവേറ്റീവ് ഫോർ വുഡ് ഡെവലപ്ഡ് ബൈ ദ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെറാഡൂൺ കംപ്രൈസസ് ഓഫ് കെമിക്കൽസ്. ഏതൊക്കെയാണ് അസ്ക്യൂവിൽ മെയിനായിട്ടുള്ള കെമിക്കൽസ്? ഏതൊക്കെയാണ് നമ്മൾ പറയാറുള്ളതാണ്. അസ്ക്യൂ എന്ന് പറഞ്ഞാൽ തന്നെ എന്തൊക്കെയാണ്? ആർസെനിക് പെന്റോക്സൈഡ് ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്? കോപ്പർ സൾഫേറ്റ് ഉണ്ട്. അതിനായിട്ട് കോപ്പർ സൾഫേറ്റ് ഉണ്ട്, ഹൈഡ്രേറ്റഡ് കോപ്പർ സൾഫേറ്റ്. പിന്നെ പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് അല്ലെങ്കിൽ സോഡിയം ഡൈക്രോമേറ്റ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. എത്ര പ്രൊപ്പോർഷനിലാണ് നമ്മൾ ഇത് ആഡ് ചെയ്യുക? 1:3:4 ആഡ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാപ്പോ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ വൈഷ്ണവിയാണ് കറക്റ്റ് ആൻസർ പറയുന്നത്. കൺഗ്രാറ്റ്സ് വൈഷ്ണവി. ഓക്കെ, ഡ്യൂറിംഗ് ദ കൺവേർഷൻ ഓഫ് ടിമ്പർ ബൈ സോയിങ് ടു ഒബ്റ്റെയിൻ സ്ട്രോങ് ടിമ്പർ പീസസ് ദ കട്ട്സ് ഷുഡ് ബി മെയ്ഡ് ബൈ. കട്ട്സ് എങ്ങനെയായിരിക്കണം? സ്ട്രോങ് ടിമ്പർ പീസസ്. കൺവേർഷൻ ഓഫ് ടിമ്പർ എന്ന് ചോദിക്കുന്ന സ്ഥിരം ഒരു ക്വസ്റ്റ്യൻ ആണിത്. സ്ട്രോങ് ടിമ്പർ പീസസ് കിട്ടണമെങ്കിൽ എങ്ങനെയായിരിക്കണം കൺവേർഷൻ എന്നുള്ളത്. അപ്പോൾ പല രീതിയിലുള്ള കൺവേർഷൻസ് അറിയാലോ. ഏതൊക്കെയാണ് പറയുന്നത്? ഓർഡിനറി സോയിങ് ഉണ്ട്, റേഡിയൽ സോയിങ് ഉണ്ട്, ടാൻജൻഷ്യൽ സോയിങ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ക്വാർട്ടർ സോയിങ് ഉണ്ട്. ഇതിൽ ഏത് സോയിങ്ങിലാണ് സ്ട്രോങ് ടിമ്പർ പീസസ് കിട്ടുക എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. ഏത് സോയിങ്ങിലായിരിക്കും? റേഡിയൽ സോയിങ് അല്ലെങ്കിൽ റിഫ്റ്റ് സോയിങ്ങിലായിരിക്കും സ്ട്രോങ് ടിമ്പർ പീസസ് കിട്ടുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഓപ്ഷൻ സി ആയിരിക്കും. ഇനി ഇതിൽ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടും എക്കണോമിക്കലായിട്ടും ഉള്ള കട്ട് ഏതായിരിക്കും? ഏറ്റവും ചീപ്പസ്റ്റും എക്കണോമിക്കലും നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കട്ട് ഏതായിരിക്കും? ഓർഡിനറി സോയിങ് ആയിരിക്കും. ഇനി ഏറ്റവും കൂടുതൽ വേസ്റ്റേജ് ഉണ്ടാവുന്നത് ആരിലായിരിക്കും? ഏറ്റവും കൂടുതൽ വേസ്റ്റേജ് ഉണ്ടാവുന്നത് നമ്മുടെ റേഡിയൽ സോയിങ്ങിൽ തന്നെയാണ്. ഒരുപാട് വേസ്റ്റേജ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വേസ്റ്റേജ് എല്ലാം മിനിമം ഓർഡിനറി സോയിങ്ങിനായിരിക്കും. ടാൻജൻഷ്യൽ സോയിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ആനുവൽ റേറ്റ്സിന് ടാൻജൻഷ്യൽ ആയിട്ടായിരിക്കും കട്ട് പോവുക. ക്വാർട്ടർ സോയിങ് എന്ന് പറയുമ്പോൾ നമ്മൾ 90 ഡിഗ്രി ആംഗിളിലായിരിക്കും കട്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, റേഡിയൽ സോയിങ്ങിന്റെ അതർ നെയിമാണ് റിഫ്റ്റ് സോയിങ്. സ്ട്രോങ് ടിമ്പർ പീസസ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? റിഫ്റ്റ് സോയിങ് വേണം, അല്ലെങ്കിൽ റേഡിയൽ സോയിങ് വേണം എടുക്കാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇറഗുലാർ പ്രൊജക്ഷൻസ് അപ്പിയർ ഓൺ ദ ബോഡി ഓഫ് ടിമ്പർ ബിക്കോസ് ഓഫ് ഷോക്ക് അറ്റ് യങ്ങർ ഏജ്. യങ്ങർ ഏജിലെ ഷോക്ക് കാരണം ഉണ്ടാകുന്ന ഇറഗുലാർ പ്രൊജക്ഷൻ. ഇതിൽ ഏത് ഡിഫക്റ്റ് ആണെന്നുള്ളതാണ്. ഏതായിരിക്കും?
നമ്മൾ നാച്ചുറൽ ഫോഴ്സിൽ വരുന്ന ഒരു ഡിഫക്റ്റ് ആണ്. ആരായിരിക്കും ഇതിനകത്ത് ആൻസർ ആയിട്ട് വരിക? ബേൾസ് ആണ് ആൻസർ ആയിട്ട് വരിക. ബേൾസ് ആണ് പെട്ടെന്ന് സഡൻ ആയിട്ട് ഷോക്ക്, യങ്ങർ ഏജിലൊക്കെ ഷോക്ക് വരുമ്പോഴത്തേനും ഉണ്ടാവുന്ന ഡിഫക്റ്റിനാണ് എന്ന് പറയാം ബേൾസ് എന്ന് പറയാം. ബേൾസിന്റെ അതർ നെയിം ഒന്ന് ടൈപ്പ് ചെയ്തേ, കമന്റിൽ ഒന്ന് ടൈപ്പ് ചെയ്തോ. അതേപോലെ ഫോക്സിനെസ് എന്താണ്? ഫോക്സിനെസ് എന്ന് പറയുമ്പോൾ ഓവർ മെച്യൂരിറ്റി കാരണവും പുവർ വെന്റിലേഷനും ഒക്കെ കാരണം റെഡ് അല്ലെങ്കിൽ യെല്ലോ ടിഞ്ചസ് ഒക്കെ വരുന്ന ഡിഫക്റ്റിനാണ് ഫോക്സിനെസ് എന്ന് പറയാം. കോഴ്സ് ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോഴ്സ് ഗ്രെയിൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് സഡൻ ആയിട്ട് റാപ്പിഡ് ഗ്രോത്ത് ഒക്കെ വരുമ്പോഴത്തേനും ആനുവൽ റിങ്സ് വൈഡർ ആയിട്ട് വരും. ആ ഒരു ഡിഫക്റ്റിനാണ് എന്ന് പറയാം കോഴ്സ് ഗ്രെയിൻ. കാലസ് എന്താണ്? കാലസ് എന്ന് പറയുമ്പോൾ ഓൾറെഡി എന്തെങ്കിലും ഒരു വൂണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ കവർ ചെയ്ത് വരുന്ന സോഫ്റ്റ് ടിഷ്യൂവിനാണ് എന്തെന്ന് പറയാം? കാലസ് എന്ന് പറയാം. ഓക്കെ, ബേൾസിന്റെ അതർ നെയിം ഇടുന്നുണ്ട്, ടൈപ്പ് ചെയ്യുന്നുണ്ട്. അനിത CV, സജിമി S, വൈഷ്ണവി, നിമിഷ ജോസഫ് ഒക്കെ ഇടുന്നുണ്ട്. എന്താണ് ആൻസർ ആയിട്ട് വരിക? ബേൾസിന്റെ അതർ നെയിം എക്സ്ക്രസൻസ്. ഓക്കെ, വിച്ച് ഓഫ് ദീസ് ഈസ് ഓയിൽ ടൈപ്പ് പ്രിസർവേറ്റീവ്സ് വിച്ച് ആർ യൂസ്ഡ് ഫോർ പ്രിസർവേഷൻ ഓഫ് ടിമ്പർ? ഈ തന്നിരിക്കുന്നതിൽ പ്രിസർവേറ്റീവ് ഓഫ് ടിമ്പർ ഓയിൽ ടൈപ്പ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നത് തന്നെയാണ് ഇതെല്ലാം. ഇതിൽ തന്നെ ഓയിൽ ടൈപ്പ് പ്രിസർവേറ്റീവ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം, നമ്മൾ ക്ലാസ്സിലൊക്കെ എടുത്ത് പറയുന്ന ഒരു കാര്യമാണ്. ഏതാണ്? ക്രിയോസോട്ട് ഓയിലാണ് മെയിനായിട്ട് നമ്മൾ ഓരോ ഓയിൽ ടൈപ്പ് പ്രിസർവേറ്റീവ് എന്ന് പറയുന്നത്. ക്രിയോസോട്ട് ഓയിൽ. ക്രിയോസോട്ട് ഓയിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, ആ ഒരു പ്രിസർവേറ്റീവിന് അപ്ലിക്കേഷൻ തന്നെ എങ്ങനെയാണ്? നല്ല രീതിയിൽ പ്രഷർ ഒക്കെ കൊടുത്ത് വേണം ചെയ്യാനായിട്ട്. പ്രഷർ സെൽ അല്ലെങ്കിൽ ഫ്യൂവൽ സെൽ പ്രോസസ്, ബെത്തൽസ് പ്രോസസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ക്രിയോസോട്ട് ഓയിലാണ് ഓയിൽ ടൈപ്പ് പ്രിസർവേറ്റീവ് എന്ന് പറയുന്നത്. ഇനി ഈ ഓയിൽ ടൈപ്പ് അല്ലാതെ ഇനിയും കുറച്ച് പ്രിസർവേറ്റീവ്സ് ഉണ്ട്. IS 401/2001 നമ്മുടെ ടിമ്പറിന്റെ പ്രിസർവേറ്റീവ്സ് എല്ലാം പറയുന്നത് IS 401/2001 ആണ്. ഈ കോഡ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇതിൽ പ്രകാരം ടൈപ്സ് ഓഫ് പ്രിസർവേറ്റീവ്സ് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ ടൈപ്പ് 1 ഓയിൽ ടൈപ്പ്, നെക്സ്റ്റ് വൺ ഓർഗാനിക് സോൾവെന്റ് ടൈപ്പ്, നെക്സ്റ്റ് വൺ വാട്ടർ സോലുബിൾ ടൈപ്പ്. അപ്പോൾ ഈ 3 രീതിയിൽ പ്രിസർവേറ്റീവ്സിന് പറയുന്നുണ്ട്. ഇതിൽ തന്നെ നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത് ഓയിൽ ടൈപ്പിൽ വരുന്നതാണ് ആരൊക്കെയെന്ന് പറയുന്നത്? കോൾ ടാർ, പെട്രോളിയം ഓയിൽ, ഫ്യൂവൽ ഓയിൽ, ഇതെല്ലാം എന്താണ്? ഓയിൽ ടൈപ്പിൽ വരുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ഒരു പെട്രോളിയം പ്രോഡക്റ്റ് ആണ്. ടാറിനെയൊക്കെ നല്ല രീതിയിൽ ഡിസ്റ്റിൽ ചെയ്ത് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് എന്ന് പറയാം ക്രിയോസോട്ട് ഓയിൽ എന്ന് പറയാം. ക്രിയോസോട്ട് ഓയിൽ ടാറിനെ ഡിസ്റ്റിൽ ചെയ്ത് കിട്ടുന്നതാണ്. അടുത്തത് ഓർഗാനിക് സോൾവെന്റിൽ കുറച്ച് ഇത് വരുന്നുണ്ട്. അതേപോലെ തന്നെ വാട്ടർ സോലുബിൾ ആയിട്ടുള്ള പ്രിസർവേറ്റീവ്സും വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിരിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ ആണല്ലോ. ബെത്തൽസ് പ്രോസസ് ആണ് നമ്മൾ ക്രിയോസോട്ട് ഓയിൽ പ്രഷർ വെച്ച് അപ്ലൈ ചെയ്തിരിക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേര്. ബെത്തൽസ് പ്രോസസ് അല്ലെങ്കിൽ ഫ്യൂവൽ സെൽ പ്രോസസ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു കോഡ് പറഞ്ഞിരിക്കുക 401/2001 ആണ് പ്രിസർവേറ്റീവ്സ് ഓഫ് ടിമ്പറിനെ പറ്റി എടുത്ത് പറയുന്നത്. Okay, next one. Which of the following pairs regarding the defects in timber are correctly matched? തന്നിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ശ്രദ്ധിച്ച് വായിച്ച് ആൻസർ ചെയ്യാം. ഫസ്റ്റ് വൺ അപ്സെറ്റ്സ് ഡ്യൂ ടു ഓവർ മെച്യൂരിറ്റി ഓർ അൺവെന്റിലേറ്റഡ് സ്റ്റോറേജ് ഓഫ് ഫുഡ്. ഓവർ മെച്യൂരിറ്റി അല്ലെങ്കിൽ പൂർ വെന്റിലേഷൻ കാരണമാണോ അപ്സെറ്റ് വരുന്നത്? അല്ല. അങ്ങനെ വരുന്ന ഡിഫക്റ്റിന് പറയുന്ന പേരെന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ, ഫോക്സിനെസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഫോക്സിനെസ് ഡ്യൂ ടു ക്രഷിംഗ് ഓഫ് ഫൈബേഴ്സ് റണ്ണിങ് ട്രാൻസ്വേഴ്സ്ലി. ക്രഷിംഗ് ഓഫ് ഫൈബേഴ്സ് കാരണം ഉണ്ടാകുന്ന ഡിഫക്റ്റ് ആണ് ആരെന്ന് പറയുന്നത്? അപ്സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും എന്താണ്? ഇൻകറക്ട്ലി മാച്ച്ഡ് ആണ്. നെക്സ്റ്റ് വൺ സ്റ്റാർ ഷേക്സ്. സ്റ്റാർ ഷേക്സ് എന്താണ്? റേഡിയൽ സ്പ്ലിറ്റ്സ്, വൈഡസ്റ്റ് അറ്റ് ദ സർക്കംഫറൻസ് ആൻഡ് ഡിമിനിഷിംഗ് ടുവേർഡ്സ് ദ സെന്റർ എന്ന് പറയുന്നത്. അതാണ് സ്റ്റാർ ഷേക്സ്. എങ്ങനെയായിരിക്കും? എപ്പോഴും ഔട്ടറിൽ നിന്ന് തുടങ്ങി ഇന്നറിലോട്ടായിരിക്കും വരിക അല്ലേ? അപ്പോൾ എങ്ങനെയായിരിക്കും? സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് കുറച്ച് വൈഡർ ആയിരിക്കും, ഉള്ളിലോട്ട് വരുന്നതനുസരിച്ച് ഡിമിനിഷ് ചെയ്ത് വരികയായിരിക്കും ചെയ്യുക, നാരോ ആയിട്ടായിരിക്കും വരിക. നെക്സ്റ്റ് വൺ ഹാർഡ് ഷേക്സ്. cracks widest at the center and diminishing towards the outer circumference. ഹാർഡ് ഷേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എവിടെയാണ്? സെന്ററിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെന്ററിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? കുറച്ച് വൈഡർ ആയിരിക്കും, പുറത്തോട്ട് പോകുന്നതനുസരിച്ച് ഡിമിനിഷ് ചെയ്തായിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് എന്തായിരിക്കും വരിക? സ്റ്റാർ ഷേക്കും ഹാർഡ് ഷേക്കും കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും? ബി ആയിരിക്കും. 3 and 4 ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരിക. ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തിരിക്കുകയാണ്. അപ്സെറ്റും ഫോക്സിനെസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കുന്നത്. രണ്ടും കറക്റ്റ് അല്ല, ഇത് രണ്ടുമാണ് കറക്റ്റ് ആയിട്ട് വരുന്ന ഡിഫക്ട്സ്. സ്റ്റാർ ഷേക്സും ഹാർഡ് ഷേക്സും ഫോക്സിനെസും അപ്സെറ്റും ഇതെല്ലാം എന്ത് കാരണമുള്ള ഡിഫക്റ്റ് ആണ്? ഡ്യൂ ടു നാച്ചുറൽ ഫോഴ്സസ് കാരണം ഉണ്ടാകുന്ന ഡിഫക്ട്സ് ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് വൺ chip mark, diagonal grain, torn grain and vein are the defects in timber due to. നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. എന്താണ് ഇതെല്ലാം? എന്ത് കാരണം ഉണ്ടാകുന്ന ഡിഫക്ട്സ് ആണ്? ഡിഫക്ട്സ് ഒക്കെ എന്താണ്? കൺവേർഷൻ കാരണമുള്ള ഡിഫക്റ്റ് ആണ്. ഓക്കെ, അനിത CV ചോദിച്ചിട്ടുണ്ട് ഫോക്സിനെസ് ഒന്ന് ക്ലിയർ ആക്കി തരുമോ എന്നുള്ളത്. ഓക്കെ, ഫോക്സിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പിത്തിനൊക്കെ ചുറ്റും കാണുന്ന ഒരു റെഡിഷ് അല്ലെങ്കിൽ യെല്ലോയിഷ് ടിഞ്ചസ് ആണ്, അവിടെ എവിടെയായിട്ട് കാണുന്ന ഒരു പാച്ചസ് ആണ്. അപ്പോൾ അതെന്താ മെയിനായിട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഓവർ മെച്യൂരിറ്റിയൊക്കെ എത്തുന്ന ടിമ്പറിലാണ് ഇത് പൊതുവേ കാണുന്നത്. അതേപോലെ തന്നെ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോഴും പൂർ വെന്റിലേഷൻ ആയിരിക്കും, പ്രോപ്പർ വെന്റിലേഷൻ ഒന്നും കൊടുത്തില്ലെങ്കിലും ഇത് വരാൻ സാധ്യതയുണ്ട്. അതേപോലെ മാർഷി സോയിലൊക്കെ ഉള്ള ഗ്രോത്ത് ഉള്ള ട്രീസിനൊക്കെ എന്ത് വരാൻ സാധ്യതയുണ്ട്? ഫോക്സിനെസ് എന്ന് പറയുന്ന ഡിഫക്റ്റ് വരാൻ സാധ്യതയുള്ളതാണ്. നമുക്ക് ഫോക്സിനെസിനെ പറ്റി ചോദിക്കുകയാണെങ്കിലും ഇത് തന്നെയായിരിക്കും പറയാം. അതിന്റെ 3 കണ്ടീഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പൂർ വെന്റിലേഷൻ ആണെങ്കിലും ഓവർ മെച്യൂരിറ്റി ആണെങ്കിലും ഗ്രോത്ത് ഓൺ മാർഷി സോയിൽ, ഇതെല്ലാം കാരണമാണ് ആര് വരുന്നത്?
ഫോക്സിനെസ് എന്ന് പറയുന്ന ഡിഫക്റ്റ് ഉണ്ടാകുന്നത്. ഫോക്സിനെസ് ഒരു നാച്ചുറൽ ഡിഫക്റ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഇതെല്ലാം കൺവേർഷൻ കാരണം ഉണ്ടാകുന്ന ഡിഫക്റ്റ് ആണ്. ഓക്കെ, കപ്പ് ഈസ് എ ഡിഫക്റ്റ് ഇൻ ടിമ്പർ ഇൻഡിക്കേറ്റഡ് ബൈ. കപ്പ് എങ്ങനെയാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യാന്നുള്ളതാണ് കപ്പ്. ഓക്കെ, നമ്മൾ സീസണിങ്ങിൽ പറയുന്ന ഡിഫക്ട്സ് ആണ് ബോയും കപ്പും വെയിനും ട്വിസ്റ്റും എല്ലാം. അതിൽ തന്നെ കപ്പ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ദ കർവേച്ചർ ഫോംഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ലെങ്ത് ഓഫ് ടിമ്പർ, ഇൻ ദ ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ, അൺഈവൻ ഷ്രിങ്കേജ് വിച്ച് സെപ്പറേറ്റ്സ് ദ ഫൈബേഴ്സ് ഓഫ് വുഡ്. ഇതിൽ ആരായിരിക്കും ആൻസർ ആയിട്ട് വരിക? എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ബോയ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? നമ്മൾ പറയാറുണ്ട് എപ്പോഴും ക്ലാസ്സിലൊക്കെ പറയുന്നതാണ്. ബോയ് എന്ന് പറയുമ്പോൾ ലെങ്ത് ആയിട്ടിരിക്കുന്നതിന് നമ്മൾ പിടിച്ചൊന്ന് വളച്ച് വെക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും? കർവേച്ചർ ഇൻ ഡയറക്ഷൻ ഓഫ് ലെങ്ത് ആണ്. കപ്പ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ ഉണ്ടാകുന്നതാണ്. ബോയും കപ്പും അങ്ങനെ വേണം ഓർത്തിരിക്കാനായിട്ട്. അതിൽ അൺഈവൻ ഷ്രിങ്കേജ് കാരണം ഉണ്ടാകുന്നത് എന്താണ്? അൺഈവൻ ഷ്രിങ്കേജ് കാരണം പെട്ടെന്ന് ടിമ്പർ കൊളാപ്സ് ആയി പോകുന്നു. അടുത്ത ക്രാക്ക് വിച്ച് സെപ്പറേറ്റ്സ് ദ ഫൈബേഴ്സ് ഓഫ് വുഡ്. ഫൈബറിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്ന ക്രാക്കിനെ എന്താ പറയുക? നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ചെക്സും സ്പ്ലിറ്റ്സും എല്ലാം എന്ത് തന്നെയാണ്? ക്രാക്സ് തന്നെയാണ്. ക്ലിയർ ആണല്ലോ? ഇവിടെ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ദ കർവേച്ചർ ഫോംഡ് ഇൻ ദ ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ ഓഫ് ദ വുഡ്. ഓക്കെ, കറക്റ്റ് ആണ് ആൻസർ ആയിട്ട് പറയുന്നത്. ഓക്കെ ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞേ. ദ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ടിമ്പർ ഈസ് അബൌട്ട്. ടിമ്പറിന്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എത്രയായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ ബേസിൽ ടിമ്പറിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി ആൻഡ് ഗ്രൂപ്പ് സി ആയിട്ടൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആ ഒരു കൺസെപ്റ്റ് വച്ചിട്ട് പൊതുവെ നമ്മൾ ടിമ്പറിന്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എങ്ങനെ വേരി ചെയ്യും എന്നുള്ളത് ഒന്ന് പറഞ്ഞിരിക്കും. ഒന്ന് എങ്ങനെയായിരിക്കും ആൻസർ ആയിട്ട് വരാം? ഒന്ന് പറഞ്ഞേ, ഏതായിരിക്കും ആൻസർ ആയിട്ട് വരാം? ഒന്ന് കമന്റ് ചെയ്തേ. ഓപ്ഷൻ ബിയും എയും ഒക്കെ പറയുന്നുണ്ട്. ഏതായിരിക്കും? ശ്രദ്ധിച്ച് കമന്റ് ചെയ്യാം. ആദ്യം ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി എങ്ങനെയാണ് ആ ഒരു മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി വാല്യൂ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ഗ്രൂപ്പ് എ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഗ്രേറ്റർ ദാൻ 12.5 കിലോ ന്യൂട്ടൺ പെർ mm സ്ക്വയർ. ഗ്രൂപ്പ് ബി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 9.8 to 12.5 കിലോ ന്യൂട്ടൺ പെർ mm സ്ക്വയർ. ഗ്രൂപ്പ് സി എന്ന് പറയുമ്പോൾ 5.6 to 9.8 കിലോ ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ്. ഓക്കെ, അതെല്ലാം കിലോ ന്യൂട്ടൺ പെർ mm സ്ക്വയറിലാണ് നമ്മൾ പറയുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ് ആൻസർ ചോദിച്ചിരിക്കുന്നത്? ന്യൂട്ടൺ പെർ mm സ്ക്വയറിലാണ്. അപ്പൊ ആ കിലോ ന്യൂട്ടൺ പെർ mm സ്ക്വയറിനെല്ലാം ന്യൂട്ടൺ പെർ mm സ്ക്വയറിലാക്കിയിട്ട് 10⁴ ടേംസിൽ എങ്ങനെയായിരിക്കും വേരി ചെയ്യുന്നുള്ളതാണ് നോട്ട് ചെയ്യേണ്ടത്. ഓപ്ഷൻ എയും ഡിയും ബിയും ഒക്കെ പറയുന്നുണ്ട്. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുക. ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി. ഇലാസ്റ്റിസിറ്റി എബോവ് 12.6 ആയിരിക്കും ഇൻറ്റു 10³ ന്യൂട്ടൺ പെർ mm സ്ക്വയർ. 10³ എന്ന് പറഞ്ഞാൽ അതിനെയാണ് നമ്മൾ കിലോ ന്യൂട്ടൺ പെർ mm സ്ക്വയർ എന്ന് പറയുന്നത്. അടുത്ത 9.8 × 10⁻³ ആൻഡ് 12.6 × 10⁻³ എന്ന് പറയുന്നുണ്ട്. ആ 10⁻³ ആണ് നമ്മൾ കിലോ ന്യൂട്ടൺ പെർ mm സ്ക്വയർ എന്ന് പറയാം. ഓക്കെ, അതേപോലെ തന്നെ 5.6 ആൻഡ് 9.8. അപ്പൊ ഇതിന് എങ്ങനെ ചെയ്യാം? 10⁻⁴ ആവണമെങ്കിൽ എന്ത് ചെയ്യാം? ഇത് എത്രയായിരിക്കും? 10⁻⁴ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും പറയാം? 1.26 × 10⁻⁴ ന്യൂട്ടൺ പെർ mm സ്ക്വയർ എന്ന് പറയാം അല്ലേ? ഇനി ഏറ്റവും ലീസ്റ്റ് വാല്യൂ എത്രയാണ്? 5.6 × 10³ ആണ്. അതിനെ നമുക്ക് എങ്ങനെ പറയാം? 10⁻⁴ 0.56 × 10⁻⁴ എന്ന് പറയാം അല്ലേ? അപ്പൊ എങ്ങനെയായിരിക്കും വേരി ചെയ്യുക? ഏറ്റവും ലീസ്റ്റ് വാല്യൂ ഇതാണ്, ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഇതാണ്. അപ്പൊ എങ്ങനെയായിരിക്കും വേരി ചെയ്യുക? ഇൻറ്റു 10⁻⁴ ടേംസിൽ എങ്ങനെയായിരിക്കും? 0.56 തൊട്ട് 1.26 വരെ ആയിരിക്കും വേരി ചെയ്യുക. 0.56 തൊട്ട് 1.26 വരെ. അപ്പൊ എങ്ങനെയായിരിക്കും വരിക ഇവിടെ? ഏറ്റവും ആക്യുറേറ്റ് ഉള്ള ഓപ്ഷൻ ഏതായിരിക്കും? 0.5 to 1 × 10⁻⁴ ന്യൂട്ടൺ പെർ mm സ്ക്വയർ. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ എല്ലാവർക്കും? ഈ രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. നിങ്ങളിപ്പോൾ നോർമലി പഠിച്ചു വെക്കുന്നത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ വാല്യൂ ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സിയുടെ വാല്യൂ ആയിരിക്കും പഠിച്ചു വെക്കുക. അപ്പോൾ ഈ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം മനസ്സിലാക്കേണ്ടത് തന്നിരിക്കുന്ന യൂണിറ്റ് ഏതാണ്, അതിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ എന്തെങ്കിലും ഇതുപോലെയുള്ള വാല്യൂസ് തന്നിട്ടുണ്ടോ, എന്തെങ്കിലും റേസ് ടു തന്നിട്ടുണ്ടെങ്കിൽ അതിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ലാസ്റ്റ് ആൻസർ ഏതൊരു റേഞ്ചിൽ വരും എന്നുള്ളത് നോട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആൻസർ എന്തായിരിക്കും വരിക? ഓപ്ഷൻ എ ആയിരിക്കും. കറക്റ്റ് ആൻസേഴ്സ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഗായത്രി ഗോപാൽ, നിമിഷ ജോസഫ്, അഞ്ജന ഇ.പി. ഒക്കെ കറക്റ്റ് ആൻസേഴ്സ്. ആദിത്യ, ദീപ്തി ഷാജി, ഓക്കെ, എല്ലാവരും ആൻസേഴ്സ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? സുജിൻ സുധാകരൻ എല്ലാവരും ഓപ്ഷൻ എ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? ആ ഒരു വാല്യൂ അനുസരിച്ച് വേണം 10⁻⁴ ന്യൂട്ടൺ പെർ mm സ്ക്വയറിലോട്ട് മാറ്റിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് മെത്തേഡ്സ് ഓഫ് പ്രിസർവേഷൻ ഓഫ് ടിമ്പർ. പ്രിസർവേഷൻ ഓഫ് ടിമ്പറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് ഡിപ്പിംഗ്, ബ്രഷിംഗ് ഓർ സ്പ്രേയിങ്, പ്രഷർ ഇംപ്രഗ്നേഷൻ. ഇതിൽ കറക്റ്റ് സീക്വൻസ് ഇൻ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ദീസ് മെത്തേഡ്സ് ഓഫ് പ്രിസർവേഷൻ. ഡിക്രീസിംഗ് ഓർഡറിൽ വേണം നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട്. അതായത് ഏറ്റവും ഇഫക്റ്റീവ് മെത്തേഡ് ഇതിൽ ഏതോ, അതിൽ നിന്ന് ഏറ്റവും ലീസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ് ഏതോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഏറ്റവും ഇഫക്റ്റീവ് മെത്തേഡ് ഏതായിരിക്കും ഇതിൽ? ഡിപ്പിംഗ് ആണോ, ബ്രഷിംഗ് ഓർ സ്പ്രേയിങ് ആണോ, പ്രഷർ ഇംപ്രഗ്നേഷൻ ആണോ?
പ്രഷർ ഇംപ്രഗ്നേഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ക്രിയോസോട്ട് ഓയിൽ വെച്ച് നമ്മൾ ചെയ്യുന്നത് ഫ്യൂൽ സെൽ പ്രോസസ്, ബെത്തൽസ് പ്രോസസ് ഒക്കെ ഇല്ലേ. പ്രഷർ ഇംപ്രഗ്നേഷൻ ആണ് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം ഓപ്ഷൻ 3 ആണ് ആദ്യത്തെ ഏറ്റവും എഫക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, അതിനുശേഷം ഡിപ്പിംഗ് ആണോ ബ്രഷിംഗ് ഓർ സ്പ്രേയിങ് ആണോ? ബ്രഷിംഗ് ഓർ സ്പ്രേയിങ് എന്ന് പറയുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡാണ്, ഏറ്റവും ലീസ്റ്റ് എഫക്റ്റീവ് മെത്തേഡായിട്ടാണ് നമ്മൾ പറയാം. അതിനേക്കാളും എഫക്റ്റീവ്നെസ് ആർക്കുണ്ട്? ഡിപ്പിങ്ങിനുണ്ട്. അപ്പോൾ 3 കഴിഞ്ഞാൽ കുറച്ചുകൂടി എഫക്റ്റീവ്നെസ് ആയിട്ട് വരിക ആരായിരിക്കും? ഡിപ്പിംഗ് ആയിരിക്കും. അപ്പോൾ 3 കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 ആയിരിക്കും വരിക, 1. അത് കഴിഞ്ഞ് ആര് വരുന്നുള്ളൂ? ബ്രഷിംഗ് അല്ലെങ്കിൽ സ്പ്രേയിങ് വരുന്നുള്ളൂ. ഏറ്റവും ലീസ്റ്റ് എഫക്റ്റീവ് മെത്തേഡായിട്ടാണ് നമ്മൾ അതിനെ രണ്ടിനെയും പറയാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ എന്തായിരിക്കും? ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളതാണ്. ഇനിയുള്ള എക്സാംസിനൊക്കെ വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ കേരള PSC യിലൊക്കെ ആണെങ്കിൽ പോലും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ക്ലിയർ ആണല്ലോ? ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ. നെക്സ്റ്റ് വൺ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ടു ടിംബർ. ടിംബറിന്റെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഈ പറയുന്നത്. പാം ആൻഡ് ബാംബു ആർ എക്സാമ്പിൾസ് ഓഫ് എൻഡോജിനസ് ട്രീ. പാമും ബാംബുവും എൻഡോജിനസ് ട്രീസിന്റെ എക്സാമ്പിൾ ആണ്. Exogenous tree grow outwards and are used for making structural elements. Exogenous trees പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എങ്ങനെയാണ്? ഗ്രോത്ത് ഔട്ട്വേർഡ്സ് ആയിരിക്കും. അതുപോലെ സ്ട്രക്ചറൽ എലമെന്റ്സ് ഒക്കെ മേക്ക് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്തത് എക്സോജിനസ് ട്രീസിനെയാണ്. അടുത്ത, കോണിഫേഴ്സ് yield സോഫ്റ്റ് വുഡ്സ് and examples are oak, sal, babul. എന്തായിരിക്കും? കോണിഫേഴ്സ് സോഫ്റ്റ് വുഡ് തന്നെയാണ് yield ചെയ്യുന്നത്. ഡെസിഡ്യൂസ് ആണ് എന്ത് ചെയ്യുന്നത്? ഹാർഡ് വുഡിനെ yield ചെയ്യുന്നത്. പക്ഷേ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഒരു ഇതും കൂടെ പറയുന്നുണ്ട്, ആൻഡ് എക്സാമ്പിൾസ് ആർ ഓക്ക്, സാൽ, ബാബുൽ. കോണിഫേഴ്സ് ട്രീസിന്റെ എക്സാമ്പിൾസ് ആണ് ഓക്കും സാലും ബാബുലൊക്കെ? അല്ല. കോണിഫേഴ്സിന്റെ എക്സാമ്പിൾസ് ആരൊക്കെയാണ്? ചെർ, ഫിർ, ഡിയോഡാർ ഒക്കെയാണ് കോണിഫേഴ്സിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത്. ഓക്ക്, ടീക്ക്, സാൽ, ബാബുൽ എല്ലാം എന്തിന്റെ എക്സാമ്പിൾ ആണ്? ഡെസിഡ്യൂസിന്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഓപ്ഷൻ 3 സ്റ്റേറ്റ്മെന്റ് 3 കറക്റ്റ് അല്ല. അപ്പോൾ ഇവിടെ ആരായിരിക്കും കറക്റ്റ് ആയിട്ട് വരിക? ഓപ്ഷൻ ഡി ആയ 1 and 2 മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിന് തന്നെ നമ്മൾ മാക്സിമം ആ ഒരു സെക്ഷനിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രീസിലൊക്കെ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം വരുന്നുണ്ടല്ലേ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. വളരെ ഈസിയാണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുകയും വേണം. സ്റ്റേറ്റ്മെന്റ് 3 കാണുമ്പോൾ കോണിഫേഴ്സ് yield സോഫ്റ്റ് വുഡ് എന്ന് കാണുന്ന ഉടനെ പോയി അതും കറക്റ്റ് ആണെന്ന് പറഞ്ഞിരിക്കരുത്. അതിന്റെ കൂടെ പറയുന്നത് കൂടെ വായിച്ചു നോക്കാം. ഓക്ക്, സാൽ, ബാബുലൊക്കെ അതിന്റെ എക്സാമ്പിൾ ആണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഒരിക്കലും അല്ല. അത് എന്തിന്റെ എക്സാമ്പിൾസ് ആണ്? ഡെസിഡ്യൂസിന്റെ എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കഴിഞ്ഞ SSC JE എക്സാമിന് ചോദിച്ചതാണ്. കെമിക്കൽ കോമ്പൗണ്ട്സ് സച്ച് ആസ് ഡൈക്ലോറോ, ഡൈഫിനൈൽ, ട്രൈക്ലോറോ ഇതേ, അതായത് നമ്മുടെ DDT ആർ അപ്ലൈഡ് ഓൺ വുഡ് ഫോർ ദ പ്രിവെൻഷൻ ഓഫ്. DDT നമ്മൾ ടെർമൈറ്റ് പ്രൂഫിനൊക്കെ പറയാറുള്ളതാണ്. DDT, BHC, ആൽഡ്രെയിൻ, ക്ലോർഡെയിൻ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ടെർമൈറ്റ് പ്രൂഫിങ്ങിന് യൂസ് ചെയ്യാറുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്തിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും? ഫോർ പ്രിവെൻഷൻ ഓഫ് ഇൻസെക്ട്സിനെ പ്രിവെന്റ് ചെയ്യാനാണ് നമ്മൾ DDT യൂസ് ചെയ്യുന്നത്. കഴിഞ്ഞ SSC JE എക്സാമിന് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈസി ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വൺ, ഇനി നമുക്ക് ബ്രിക്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ബ്രിക്സും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സ്റ്റാൻഡേർഡ് മോഡുലാർ സൈസ് ഇൻ mm യൂണിറ്റ്സ് ഓഫ് കോമൺ ബിൽഡിംഗ് ബ്രിക്സ് ആസ് പെർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്? സ്റ്റാൻഡേർഡ് മോഡുലാർ സൈസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് മോഡുലാർ സൈസ് ഓഫ് ബ്രിക്ക് എന്ത് തന്നെയാണ്? 190/90/90 mm അല്ലെങ്കിൽ 19/9/9 സെന്റിമീറ്റർ ആണ് സ്റ്റാൻഡേർഡ് മോഡുലാർ സൈസ്. കഴിഞ്ഞ SSC JE എക്സാമിന് ചോദിച്ചതാണ്. ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നമ്മൾ ബ്രിക്ക് പഠിക്കുമ്പോഴേ ആദ്യം പഠിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ ആയിട്ട് വരാം, സ്റ്റാൻഡേർഡ് മോഡുലാർ സൈസ്. ഇനി മോർട്ടാറും കൂടെ വരുമ്പോഴാണ് അത് എന്താവുന്നത്? സ്റ്റാൻഡേർഡ് മോഡുലാർ ബ്രിക്ക് ഇൻക്ലൂഡിംഗ് മോർട്ടാർ. നോമിനൽ സൈസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നോമിനൽ സൈസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മോർട്ടാറും കൂടെ വരുന്നുണ്ട്. ഇതും കഴിഞ്ഞ സെയിം എക്സാമിന് SSC JE എക്സാമിന് തന്നെ പല ഷിഫ്റ്റ് ആയിട്ട് നടക്കുന്നതിൽ തന്നെ ചോദിച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാൻഡേർഡ് മോഡുലാർ സൈസും ചോദിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ നോമിനൽ സൈസും ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കണം. നോമിനൽ സൈസ് എന്ന് പറയുന്നുണ്ട്. നോമിനൽ സൈസ് ഓഫ് എ സ്റ്റാൻഡേർഡ് മോഡുലാർ ബ്രിക്ക്. അപ്പോൾ എന്തായിരിക്കും നോമിനൽ സൈസ് എന്ന് പറയുമ്പോൾ? മോർട്ടാറും കൂടെ വരുന്നതാണ്. 20/10/10 സെന്റിമീറ്റർ. ക്ലിയർ ആണല്ലോ? സൈസസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മസ്റ്റ് ആയിട്ട് പഠിച്ചിട്ട് വേണം പോകാനായിട്ട് ബ്രിക്കിന്റെ. അതേപോലെ കോമ്പോസിഷനും എല്ലാം പഠിക്കണം. ഡ്യൂറിംഗ് ദ കൺസ്ട്രക്ഷൻ, ഇതും കഴിഞ്ഞ SSC JE എക്സാമിന് ചോദിച്ചതാണ്. ബ്രിക്കിൽ നിന്ന് തന്നെ വന്ന ക്വസ്റ്റ്യൻ ആണ്. ഡ്യൂറിംഗ് ദ കൺസ്ട്രക്ഷൻ ഓഫ് എ brick building using modular bricks, the impression made on one face of brick. നമ്മൾ ബ്രിക്കിന്റെ ഒരു ഫേസിൽ ഒരു ഇംപ്രഷൻ മേക്ക് ചെയ്യാറുണ്ട്. അതിന് പറയുന്ന പേരാണ് എന്ത്? ഫ്രോഗ് ആണ് നമ്മൾ ചെയ്യുന്ന ആ ഒരു ഇംപ്രഷൻ. ആ ഫ്രോഗ് എന്തിനാണ് നമ്മൾ മെയിനായിട്ട് കൊടുക്കുക? ആ മോർട്ടാറിനൊക്കെ നല്ലൊരു കീ ആയിട്ട് ഒരു ജോയിന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രോഗിനെ ഇംപ്രസ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? ഫ്രോഗാണ് നമ്മൾ കൊടുക്കുന്ന ഇംപ്രഷൻ. ഓക്കെ, ഇതിൽ ഇപ്പം ബ്രിക്കിൽ പറയുന്ന ഇൻഗ്രീഡിയൻസും അതിന്റെ ഫംഗ്ഷൻസും ആണ് തന്നിരിക്കുന്നത്. ഒന്ന് മാച്ച് ദ ഫോളോയിങ് ആണ്. ഒന്ന് മാച്ച് ചെയ്ത് നോക്കി എന്തൊക്കെയാണ് ഓരോ ഇൻഗ്രീഡിയൻസ് എന്നും അതിന്റെ ഫംഗ്ഷൻസ് എന്താണെന്നുള്ളതും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. SSC JE എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അലൂമിന, മെയിൻ ആയിട്ട് അലൂമിനയുടെ ഫംഗ്ഷൻ തന്നെ എന്താണ്? എല്ലാവരും ആദ്യം പഠിക്കുന്ന ഒരു സംഭവമാണ്. അലൂമിനയുടെ ഫംഗ്ഷൻ എന്താണ്? പ്ലാസ്റ്റിസിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. പ്ലാസ്റ്റിസിറ്റി. അപ്പോൾ ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2 ആയിരിക്കും. ABCD 2 വരും. അപ്പോൾ എയും സിയും 2 വരുന്നുണ്ട്. ഓക്കെ, അടുത്ത സിലിക്ക.
സിലിക്ക മെയിനായിട്ട് എന്താ ചെയ്യുന്നത്? ആ ഒരു ഷേപ്പിനെയൊക്കെ അങ്ങനെ തന്നെ വയ്ക്കും. അതേപോലെ തന്നെ എക്സസീവ് ആയിട്ടുള്ള ക്രാക്കിങ്ങും വാർപ്പിങ്ങും ഷ്രിങ്കേജും ഒക്കെ പ്രിവെന്റ് ചെയ്യുന്നതാണ് സിലിക്കയുടെ ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ ഏതായിരിക്കും ഓപ്ഷൻ ആയിട്ട് വരിക? പ്രിസർവ്സ് ദ ഫോം ഓഫ് ബ്രിക്ക് അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രിവെന്റ് ഷ്രിങ്കേജ്. ഷ്രിങ്കേജിനൊക്കെ പ്രിവെന്റ് ചെയ്യുന്നതാണ് എന്തിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? സിലിക്കയുടെ ഫംഗ്ഷൻ. അപ്പോൾ B4 ആയിരിക്കും. B4. ഓക്കെ, അപ്പോൾ തന്നെ നമുക്ക് കിട്ടിയ ആൻസർ B ആയിട്ട് കിട്ടിയിട്ടുണ്ട്. 3ഉം 4ഉം വന്നു കഴിഞ്ഞു. അടുത്തത് മാഗ്നീഷ്യയും ലൈംസ്റ്റോണും. മാഗ്നീഷ്യം മെയിനായിട്ട് എന്താ ചെയ്യുന്നത്? കളർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. കളർ ഓഫ് ബ്രിക്ക് C1 തന്നെയാണ്. ലൈംസ്റ്റോൺ എന്താണ് ചെയ്യുന്നത്? ലൈംസ്റ്റോൺ നമുക്കറിയാം. ലൈംസ്റ്റോൺ എന്താണ് മെയിനായിട്ട്? ലൈംസ്റ്റോണിന്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ലൈമിന്റെ പ്രോപ്പർട്ടി തന്നെ എന്താണ്? ബൈൻഡിങ് ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ എന്താണ്? റിയാക്ട്സ് വിത്ത് സിലിക്ക ഡ്യൂറിംഗ് ബേണിംഗ് ആൻഡ് കോസ് പാർട്ടിക്കിൾസ് ടു യുണൈറ്റ് ടുഗദർ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സ്ട്രെങ്ത്. ആ യുണൈറ്റ് ചെയ്യാൻ വേണ്ടി ആ ബൈൻഡിങ് പ്രോപ്പർ ബൈൻഡിങ് കൊടുക്കുന്നതാണ് ആരെന്ന് പറയുന്നത്? ലൈം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും ഓപ്ഷൻ ആയിട്ട് വരിക? ഓപ്ഷൻ 3. അതേപോലെ തന്നെ രണ്ടാമത്തത് സിലിക്ക 4. നെക്സ്റ്റ് വൺ B മാഗ്നീഷ്യ ഫോർ കളർ ആൻഡ് ലൈംസ്റ്റോൺ 4. ഓക്കെ ഓപ്ഷൻസ് അലൂമിന എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആണ്. സോറി, അലൂമിന 2 ആണ്. നേരത്തെ 3 എന്നല്ലേ നമ്മൾ പറയുന്നത്. അലൂമിന 2 ആണ്. അതിനുശേഷം സിലിക്ക 4 ആണ്, മാഗ്നീഷ്യ 1 ആണ്, ലൈംസ്റ്റോൺ 3 ആണ്. അപ്പോൾ ഓപ്ഷൻ ഏതായിരിക്കും വരിക? ഓപ്ഷൻ C ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആണല്ലോ? ഓപ്ഷൻ C ആണ് ആൻസർ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൽ തന്നെ നമ്മുടെ എല്ലാ ബ്രിക്കിന്റെ ഇൻഗ്രീഡിയൻസും അതിന്റെ ഫംഗ്ഷൻസും പറയുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇതിൽ മേജർ ആയിട്ട് കാണുന്ന ഇൻഗ്രീഡിയന്റ് ഏതാണ്? ഏറ്റവും കൂടുതൽ മെജോറിറ്റി ആയിട്ട് ഏത് കോമ്പോസിഷൻ ആണ് കൂടുതലായിട്ടുള്ളത്? ആർക്കാണ് കൂടുതലായിട്ടുള്ളത്? അതൊക്കെ അറിയാലോ. സിലിക്കയ്ക്ക് എത്ര പെർസെന്റേജ് ഉണ്ട്? സിലിക്കയുടെ പെർസെന്റേജും അലൂമിനയുടെ പെർസെന്റേജും ഇമ്പോർട്ടന്റ് ആണ്. ചീഫ് ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് അലൂമിനയാണ്. സിലിക്കയുടെയും അലൂമിനയുടെയും പെർസെന്റേജും കൂടെ ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ടോ, ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഇത് കഴിഞ്ഞ തവണത്തെ SSC JE എക്സാമിന് ചോദിച്ചിരുന്ന ക്വസ്റ്റൻ ആണ്. ടു പ്രിവെന്റ് ബ്രിക്സ് ഫ്രം ഡിഫെക്ട്സ് സച്ച് ആസ് ഷ്രിങ്കേജ് ആൻഡ് വാർപ്പിംഗ് വിച്ച് മേജർ ഇൻഗ്രീഡിയന്റ് ഈസ് ആഡഡ് ഇൻ ദ മിക്സ്? ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ, ഷ്രിങ്കേജും വാർപ്പിംഗ് എന്നൊക്കെ പ്രിവെന്റ് ചെയ്യുന്നത് മേജർ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആരാണ്? സിലിക്കയാണ്. സിലിക്ക. ഓക്കെ, സിലിക്കയുടെ പെർസെന്റേജ് പറയുന്നുണ്ട് അനിത 50 to 60%. ഓക്കെ, fill in the blanks. According to IS 10440, the formwork for ഇത് പുതിയൊരു ക്വസ്റ്റൻ ആണ്, നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. The formwork for reinforced brick and reinforced brick concrete floor or roof shall not be removed before dash after laying. ഫോംവർക്ക് റിമൂവൽ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബേസിക് ആയിട്ട് നിങ്ങൾ RCCയിലും കോൺക്രീറ്റിലൊക്കെ വേറെ ഫോംവർക്ക് റിമൂവലൊക്കെ പഠിക്കും. പക്ഷെ ഇവിടെ പറയുന്നത്, അവിടെ കോൺക്രീറ്റിന്റെ കേസ് ആണ് പറയുന്നത്. ഇവിടെ റെയിൻഫോഴ്സ്ഡ് ബ്രിക്കിന്റെയും റെയിൻഫോഴ്സ്ഡ് ബ്രിക്ക് കോൺക്രീറ്റും നമ്മൾ ലേ ചെയ്ത് കഴിഞ്ഞാൽ ഫോംവർക്ക് റിമൂവൽ എപ്പോഴായിരിക്കണം എന്നാണ് പറയുന്നത്. ഷുഡ് നോട്ട് ബി റിമൂവ് ബിഫോർ 14 ഡേയ്സ്. 14 ദിവസത്തിൽ അകം വെച്ച് നമ്മൾ ഫോംവർക്ക് റിമൂവ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. 14 ഡേയ്സ് ആണ്. അപ്പൊ ഈ ഒരു കോഡ് ഇതാണ് 10440, കോഡ് ഫോർ പ്രാക്ടീസ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് റെയിൻഫോഴ്സ്ഡ് ബ്രിക്ക് ആൻഡ് റെയിൻഫോഴ്സ്ഡ് ബ്രിക്ക് കോൺക്രീറ്റ് ഫ്ലോർസ് ആൻഡ് റൂഫ്സ്. ഇവിടെ പറയുന്നുണ്ട് റിമൂവൽ ഓഫ് ഫോംവർക്ക് എന്ന് പറയുന്നത് or shall not be removed before 14 days after laying. 14 ഡേയ്സിന് മുന്നേ ആയിട്ട് റിമൂവ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ ഓപ്ഷൻ എന്തായിരിക്കും? ആൻസർ C ആണ് വരിക. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ പെട്ടെന്ന് കാണുമ്പോൾ സ്ലാബും ഫ്ലോറും റൂഫൊക്കെ കണ്ട് അങ്ങനെ പോകരുത്. നമ്മളിവിടെ എടുത്ത് പറയുന്നുണ്ട് റെയിൻഫോഴ്സ്ഡ് ബ്രിക്കും റെയിൻഫോഴ്സ്ഡ് ബ്രിക്ക് കോൺക്രീറ്റിന്റെ കേസാണ് പറയുന്നത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് പറയുന്ന കോഡ് ഇതാണ് 10440 ആണ്. അതിൽ പ്രത്യേകം പറയുന്ന ഒരു ക്ലോസും ആണ്. ക്ലിയർ ആണല്ലോ? ഇതൊക്കെ അതർ സ്റ്റേറ്റ് എക്സാമിന് ചോദിച്ചു തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. കേരള PSCയിലും ഒക്കെ ഇനി വരാൻ സാധ്യതയുള്ളതാണ്. SSC JEയിലും ഒക്കെ ഈ ക്വസ്റ്റ്യൻ വരും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ. Glazing of clay product is achieved by throwing sodium chloride in kiln at a temperature of. നമ്മൾ ഗ്ലേസിങ്ങിനെ പറ്റി പഠിക്കാറുണ്ട്. ഗ്ലേസിങ് എങ്ങനെയൊക്കെ ചെയ്യാറുണ്ടെന്ന് എല്ലാം പറയാറുണ്ട്. ട്രാൻസ്പെറന്റ് ഗ്ലേസിംഗ് ഉണ്ട്, ഒപ്പേക് ഗ്ലേസിംഗ് ഉണ്ട്, ലെഡ് ഗ്ലേസിംഗ് ഉണ്ട്. ട്രാൻസ്പെറന്റ് ഗ്ലേസിംഗിൽ ചെയ്യുന്ന ഒരു മെത്തഡാണ് സോൾട്ട് ഗ്ലേസിംഗ്. സോൾട്ട് ഗ്ലേസിംഗിൽ നമ്മൾ സോഡിയം ക്ലോറൈഡ് കൊടുക്കേണ്ട ഒരു ടെമ്പറേച്ചർ ഉണ്ട്. എത്രയാണ്? 1200 to 1300 ഡിഗ്രി സെൽഷ്യസിൽ വെച്ചിട്ടാണ് നമ്മൾ സോൾട്ട് ഗ്ലേസിംഗ് കൊടുക്കേണ്ടത്. ഓപ്ഷൻ D ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? നമ്മൾ ടൈൽസിലൊക്കെ ഗ്ലേസിംഗ് ചെയ്യുന്നതിനൊക്കെ പറ്റി പഠിക്കാറുണ്ട്. ടൈൽസിൽ ടെറാക്കോട്ടയിലൊക്കെ ഗ്ലേസിംഗ് കൊടുക്കാറുണ്ട്. ക്ലേ പ്രോഡക്ട്സിൽ മെയിൻ ആയിട്ട് ഗ്ലേസിംഗ് കൊടുക്കുന്നത് സോൾട്ട് ഗ്ലേസിംഗ് വെച്ചിട്ട് നമ്മൾ ട്രാൻസ്പെറന്റ് ഗ്ലേസിംഗ് ആണ് കൊടുക്കുന്നത്. അതിന്റെ ടെമ്പറേച്ചർ ആണ് 1200 to 1300 ഡിഗ്രി സെൽഷ്യസ്. നെക്സ്റ്റ് വൺ. ഇതും കഴിഞ്ഞ തവണ SSC JEക്ക് ചോദിച്ചിരുന്നതാണ്. ഫ്ലൈ ആഷ് ഈസ് എ ബൈ പ്രൊഡക്റ്റ് ഓഫ്. ഫ്ലൈ ആഷ് എന്തിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ്? കോളിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ് ഫ്ലൈ ആഷ് എന്ന് പറയുന്നത്. കോളിൽ നിന്ന് കിട്ടുന്ന ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് ഫ്ലൈ ആഷ്. പിഗ് അയണിന്റെ ബൈ പ്രോഡക്റ്റ് എന്താണ്? പിഗ് അയൺ കിട്ടുന്നത് നമ്മുടെ ബ്ലാസ്റ്റ് ഫർണസിലിട്ട് പിഗ് അയണിൽ നിന്ന് കിട്ടുന്നതാണ്. നമ്മുടെ പിഗ് അയണിന്റെ സ്ലാഗ് ഇല്ലേ, സ്ലാഗ് ഒക്കെ പിഗ് അയണിന്റെ ബൈ പ്രോഡക്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഫ്ലൈ ആഷിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ പറയുന്നുണ്ട്. ബേണിംഗ് ഓഫ് പൗഡേർഡ് കോളിൽ നിന്നാണ് നമുക്ക് ഫ്ലൈ ആഷ് കിട്ടുക. ഫ്ലൈ ആഷ് എന്താണ്? ഒരു പോസ്റ്റ്ലോണിക് മെറ്റീരിയൽ ആണ്. നമുക്ക് സാൻഡിനും സിമെന്റിനൊക്കെ റീപ്ലേസ്മെന്റ് ആയിട്ട് ഫ്ലൈ ആഷ് കൊടുക്കാനായിട്ട് പറ്റും. നമ്മൾ കോൺക്രീറ്റിലൊക്കെ ഫ്ലൈ ആഷ് കൊടുക്കുന്ന പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. ജസ്റ്റ് ഈ പ്രോപ്പർട്ടീസ് ഒക്കെ ഒന്ന് നോക്കിയിരിക്കും, നല്ലതായിരിക്കും. ലേറ്റസ്റ്റ് സ്ട്രെങ്ത് തന്നെയായിരിക്കും ഫ്ലൈ ആഷും കൊടുക്കുക. നമ്മൾ ആ ഒരു പോർട്ട്ലാൻഡ് പോസ്റ്റ്ലോന സിമെന്റ് ഒക്കെ പറഞ്ഞില്ലേ, പോസ്റ്റ്ലോണിക് മെറ്റീരിയൽ തന്നെയാണ്. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടീസ് തന്നെ ആയിരിക്കും എന്തും വരിക, ഫ്ലൈ ആഷ് കൊടുത്താലും വരിക. ക്ലിയർ ആണല്ലോ? പ്രോപ്പർട്ടീസ് ഒക്കെ ജസ്റ്റ് വായിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ഫ്ലൈ ആഷ് ഒരു കോൾ പ്രോഡക്റ്റ് ആണ്.
Next one, which of the following are correct? Lime എന്നൊരു question ആണ്. Milk lime is a thin pourable solution of slaked lime in water. Thin pourable solution എന്താണെന്ന് പറയാം? Milk of lime എന്ന് പറയാം. Next one, lump lime is the quick lime coming out of the kiln. Kiln നിന്ന് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന quick lime ആണ് നമുക്ക് എന്തെന്ന് പറയാം? Lump lime എന്ന് പറയാം. Hydraulic lime contains small quantities of silica, alumina, iron oxide in chemical combination with calcium oxide and component and has the property to set and harden under water. എന്താണ് ഹൈഡ്രോളിക് ലൈം എന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിസിറ്റി പ്രോപ്പർട്ടി ഉണ്ട്, വാട്ടറിൽ അല്ലെങ്കിൽ ഡാം കണ്ടീഷനിലൊക്കെ സെറ്റ് ആവുന്ന പ്രോപ്പർട്ടി ഉണ്ട്. ലൈമിന്റെ കൂടെ കാൽഷ്യം ഓക്സൈഡിന്റെ കൂടെ ആരാണുള്ളത്? ക്ലേ ഉണ്ട്. ക്ലേയിൽ മെയിനായിട്ട് എന്താണുള്ളത്? അലൂമിനോ സിലിക്കേറ്റ്സ് ഒക്കെയാണ് ഉള്ളത്. അലൂമിനോ സിലിക്കേറ്റും അതേപോലെ തന്നെ അയൺ ഓക്സൈഡിന്റെ ഒക്കെ എല്ലാത്തിൻ്റെ ഒരു കോമ്പിനേഷൻ ഉള്ളതാണ്. അപ്പൊ അത് തന്നെയാണ് എന്താ പറയാ? ഹൈഡ്രോളിക് ലൈം. അപ്പൊ ഇതെല്ലാം എന്ത് തന്നെയായിരിക്കും? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് തന്നെയാണ്. എല്ലാത്തിന്റെയും ഒരു ഡെഫിനേഷൻ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പൊ എന്തായിരിക്കും? ഓൾ ഓഫ് ദീസ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, കഴിഞ്ഞ തവണ ചോദിച്ചിരുന്ന SSC എക്സാമിന് വന്ന ഒരു ക്വസ്റ്റൻ ആണ്. മൺസെൽ റെഫറൻസസ് ആർ പ്രൈമർലി യൂസ്ഡ് ഫോർ ക്ലാസിഫൈങ് വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റീരിയൽസ്. ഈ മൺസെൽ റെഫറൻസ് എന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കേണ്ടത് കളറിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റെഫറൻസ് സിസ്റ്റമാണ്. കളറിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ഈ സോയിലിന്റെ ഒക്കെ എടുത്ത് കളറൊക്കെ നമ്മൾ ആ ഒരു ചാർട്ടിലൊക്കെ നോക്കിയിട്ട് എങ്ങനെയാണ് കളർ വേരി ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ കളറുമായിട്ട് ബന്ധപ്പെട്ടത് ആര് മാത്രമേ ഉള്ളൂ? പെയിന്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ പെയിന്റിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യേണ്ടത്? മൺസെൽ റെഫറൻസ് സിസ്റ്റം യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് പറയുന്നത്. മൺസെൽ റെഫറൻസ് സിസ്റ്റത്തിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ 3 പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. ഹ്യൂ പറയുന്നുണ്ട്, വാല്യൂ പറയുന്നുണ്ട്, ക്രോമ പറയുന്നുണ്ട്. ഈ 3 പ്രോപ്പർട്ടീസും വെച്ചിട്ട് കളറിനെ ഐഡന്റിഫൈ ചെയ്യുന്നതാണ് മൺസെൽ റെഫറൻസ് സിസ്റ്റം. ഇങ്ങനെയാണ് ആ ഒരു ചാർട്ട് ഇരിക്കുക. ക്ലിയർ ആണല്ലോ? ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റൻസ് ആണ്. മൺസെൽ റെഫറൻസ് സിസ്റ്റം കഴിഞ്ഞ SSC JE എക്സാമിന് വന്നിട്ടുണ്ട്. ഇനിയുള്ള നമ്മുടെ PSC എക്സാംസിനൊക്കെ ആണെങ്കിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചതാണ്, JE എക്സാമിന് ചോദിച്ചതാണ്. ദ ഫിനോമിനൻ ഓഫ് ഇൻക്രീസ് ഇൻ ദ വോളിയം ഓഫ് എ ഗിവൺ മാസ് ഓഫ് സാൻഡ് കോസ്ഡ് ബൈ ദ ഫിലിംസ് ഓഫ് വാട്ടർ പുഷിംഗ് ദ സാൻഡ് പാർട്ടിക്കിൾസ് എപ്പാർട്ട് ഈസ് റെഫേർഡ് ടു ആസ്. നമ്മൾ ഓൾറെഡി പറയുന്നതാണ്. എന്തിൻ്റെതാണ് ഈ പറയുന്നത്? മോർട്ടാറിലൊക്കെയാണ് മെയിനായിട്ട് പറയാം. വാട്ടർ കണ്ടന്റ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യുന്നതനുസരിച്ച് മോർട്ടാറും കോൺക്രീറ്റ് ഒക്കെ നമ്മൾ എടുക്കുന്നതിന് മുന്നേ ഇതും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം എടുക്കാമെന്ന് പറയാറുണ്ട്. എന്ത് പ്രോപ്പർട്ടിയാണിത്? ബൾക്കിംഗ് ആണ്. അതായത് വാട്ടർ കണ്ടന്റ് ആഡ് ചെയ്യുമ്പോഴത്തേനും ഇവർക്ക് ചുറ്റും സാൻഡ് പാർട്ടിക്കിൾസ് ചുറ്റും ഒരു വാട്ടർ ഫിലിം ഫോം ചെയ്യും. അവരെന്ത് ചെയ്യും? സർഫസ് ടെൻഷൻ കാരണം പരസ്പരം ഒന്ന് മൂവ് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മൂവ് ചെയ്യും. അങ്ങനെയാണ് ആ ഒരു ബൾക്കിംഗ് നമ്മൾ ആ ഒരു സാൻഡിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നത് പോലെ തോന്നുന്നത്. പക്ഷേ ഫർദർ വാട്ടർ ആഡ് ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുക? ഈ വാട്ടർ ഫിലിം എല്ലാം ബ്രേക്ക് ചെയ്ത് ആ ഒരു സാൻഡ് ഇനീഷ്യൽ കണ്ടീഷനിലേക്ക് തന്നെ വരും. ഇതിപ്പോൾ ബൾക്കിങ്ങിന്റെ ഡെഫിനേഷൻ ആയിട്ടാണ് പറയാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇതും കഴിഞ്ഞ തവണ ചോദിച്ചിരുന്ന എക്സാമിന് ചോദിച്ചിരുന്ന ക്വസ്റ്റൻ ആണ്. ഡ്യൂറിംഗ് പെയിന്റിംഗ് വൈറ്റ് ലെഡ് ഈസ് ആഡഡ് ടു സിമെന്റ് പെയിന്റ് ആൻഡ് ഇറ്റ് ആക്ട്സ് ആസ്. വൈറ്റ് ലെഡ് എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? SSC JE എക്സാം കഴിഞ്ഞ തവണ ചോദിച്ചിരുന്ന ക്വസ്റ്റൻ ആണ്. വളരെ ഈസി ക്വസ്റ്റൻ ആണ്. വൈറ്റ് ലെഡ് എന്താണ് ശരിക്കും പറഞ്ഞാൽ? ബേസ് ആണ്. പിഗ്മെന്റിലെ ബേസ് ആണ് വൈറ്റ് ലെഡ് എന്ന് പറയുന്നത്. വൈറ്റ് ലെഡും റെഡ് ലെഡും പിന്നെ എന്തൊക്കെയുണ്ട്? വൈറ്റ് ലെഡ്, റെഡ് ലെഡ്, ഓക്സൈഡ്സ് ഓഫ് അയൺ, ഓക്സൈഡ്സ് ഓഫ് സിങ്ക്, ലിത്തോഫോൺ ഉണ്ട്, ടൈറ്റാനിയം വൈറ്റ് ഉണ്ട്, അലൂമിനിയം പൗഡർ ഉണ്ട്, ആന്റിമണി വൈറ്റ് ഉണ്ട്. ഇതെല്ലാം എന്താണ്? ബേസസ് ആണ്. ബേസും വേക്കിളും പിഗ്മെന്റും സോൾവെന്റും ഡ്രയറും ഇതിനെപ്പറ്റി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഉണ്ട് ദ പ്രോസസ് ഓഫ് സ്റ്റോൺസ് വിച്ച് ഇൻക്ലൂഡ്സ് എക്സ്കവേറ്റിംഗ്, വെഡ്ജിങ്, ഹീറ്റിംഗ് ആൻഡ് ബ്ലാസ്റ്റിംഗ്. ഇതെല്ലാം എന്തിൽ വരുന്നതാണ്? എക്സ്കവേറ്റ് ചെയ്യുന്നതും വെഡ്ജ് ചെയ്യുന്നതും ഹീറ്റ് ചെയ്യുന്നതും ബ്ലാസ്റ്റ് ചെയ്യുന്നതും എല്ലാം എന്തിൽ വരുന്നതാണ്? നമ്മുടെ ഏതിൽ വരുന്നതാണ്? ക്വാറിയിങ്ങിൽ വരുന്ന പ്രോസസ്സുകളാണ്. ക്വാറിയിങ്ങിൽ വരുന്ന പ്രോസസ്സുകളാണ് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. ക്വാറിയിങ് ആണ് ആൻസർ ആയിട്ട് പറയാം. നമ്മൾ ക്വാറിയിങ്ങിൽ പറയുന്ന മെത്തേഡ്സ് അല്ലേ ഇതെല്ലാം. ഓക്കെ, നെക്സ്റ്റ് വൺ, എ ഗുഡ് ബിൽഡിംഗ് സ്റ്റോൺ ഷുഡ് ഹാവ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്വാളിറ്റീസ്. ഇതും കഴിഞ്ഞ SSC JE എക്സാമിന് ചോദിച്ചിരുന്ന ക്വസ്റ്റൻ ആണ്. ഒരു ഗുഡ് ബിൽഡിംഗ് സ്റ്റോണിന് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആയിരിക്കണം വേണ്ടത്? യൂണിഫോം ടെക്സ്ചർ വേണം, സ്ട്രെങ്ത് വേണം, ഫയർ റെസിസ്റ്റന്റ് ആയിരിക്കണം, ഹാർഡ്നെസ്സും ഉണ്ടായിരിക്കണം. ഇതെല്ലാം എന്താണ്? ഒരു ഗുഡ് ബിൽഡിംഗ് സ്റ്റോണിന് വേണ്ട പ്രോപ്പർട്ടീസ് ആണ്. അപ്പോൾ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ ഡി ആയിരിക്കും. ഓൾ ദ എബോവ് എല്ലാം നല്ല പ്രോപ്പർട്ടീസ് ആണ്. ഒരു ഗുഡ് ബിൽഡിംഗ് സ്റ്റോണിന് വേണ്ട പ്രോപ്പർട്ടീസ് തന്നെയാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ പ്രോസസ് റെസ്പോൺസിബിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് സെഡിമെന്ററി റോക്സ്. തന്നിരിക്കുന്നതിൽ സെഡിമെന്ററി റോക്സിന് ഫോർമേഷന് പറയുന്നത് എന്താണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. സോൾഡിഫിക്കേഷൻ ഓഫ് മോൾട്ടൺ മാസ് ഓഫ് സിലിക്കേറ്റ്സ് ബി ലോ അറ്റ് ദ സർഫസ് ഓഫ് എർത്ത്. മോൾട്ടൺ മാസ് സോൾഡിഫൈ ചെയ്യുന്ന വെച്ചാൽ എന്ത് തന്നെയായിരിക്കും? നമ്മുടെ സിലിക്കേറ്റ്സിന്റെ മാസ് എന്തായിരിക്കും? അത് ഇഗ്നിയസ് റോക്സിന്റെ പ്രോസസ്സാണ്. ചേഞ്ചസ് ഇൻ ടെക്സ്ചർ ഓർ മിനറൽ കോമ്പോസിഷൻ ഓർ ബോത്ത് ഓഫ് ഇഗ്നിയസ് ആൻഡ് സെഡിമെന്ററി റോക്സ് ഡ്യൂ ടു ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹെവി പ്രഷർ. ഹൈ ടെമ്പറേച്ചറും പ്രഷറും കാരണം ഇതുണ്ടാവുന്നത്, അതായത് ചേഞ്ചസ് ഉണ്ടാവുന്നത് എന്ത് കാരണമാണ്? നമ്മൾ ഓൾറെഡി ഇരിക്കുന്ന ഇഗ്നിയസും സെഡിമെന്ററി റോക്സിനും ചേഞ്ചസ് ഉണ്ടാവുന്ന എന്ത് റോക്കിന്റെ ഫോർമേഷൻ ആണത്? മെറ്റമോർഫിക് റോക്കിന്റെ ഫോർമേഷൻ ആണ്. നെക്സ്റ്റ് ആണ് ഡിപ്പോസിറ്റ് ലെയേഴ്സ് ഓഫ് സാൻഡ് ആൻഡ് സിൽ സബ്ജക്ട് ടു കോമ്പാക്ഷൻ കൺസോളിഡേഷൻ ഓഫ് സെഡിമെന്റ്സ് ഓവർ ജിയോളജിക്കൽ ടൈംസ്. പല വർഷങ്ങളായിട്ട് കിടന്ന് ഇങ്ങനെ റോക്സ് ഡിപ്പോസിറ്റ് ഒക്കെ ചെയ്തുണ്ടാവുന്ന റോക്സിനാണ് എന്ന് പറയാം സെഡിമെന്ററി റോക്സ് എന്ന് പറയാം. അപ്പോൾ ഓപ്ഷൻ എന്തായിരിക്കും? സി ആയിരിക്കും. ഓക്കെ, ഒരു 2 സെക്കൻഡ് ഒന്ന് ബാറ്ററി ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ.
ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് റോക്ക് ടൈപ്സ് ബിലോങ് ടു ദ ഇഗ്നിയസ് റോക്ക് ഗ്രൂപ്പ്? തന്നിരിക്കുന്നില്ല ഇഗ്നിയസ് റോക്കിന്റെ എക്സാമ്പിൾ ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓരോ ഓപ്ഷൻസ് വായിച്ച് നോക്കിക്കേ. മാർബിൾ എന്ത് റോക്കാണ്? ജിയോളജിക്ക് നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ മാർബിൾ ഒരു മെറ്റമോർഫിക് റോക്കാണ്. നെക്സ്റ്റ് വൺ റയോലൈറ്റ്. റയോലൈറ്റ് എന്താണ്? ഇഗ്നിയസ് റോക്കിൽ വരുന്നതാണ്. അഥവാ റയോലൈറ്റ് ആദ്യമായിട്ടാണ് കേൾക്കുന്നെങ്കിൽ അവിടെ നിൽക്കട്ടെ, മറ്റു ഓപ്ഷൻസ് നോക്കുക. ഷിസ്റ്റ് എന്താണെന്നും ഷെയിൽ എന്താണെന്നും നോക്കുക. ഷിസ്റ്റ് എന്താണ്? ഷിസ്റ്റ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? മെറ്റമോർഫിസം വഴി ഉണ്ടാകുന്നതാണ് ഷിസ്റ്റ്. ഷെയിൽ എന്താണ്? ഷെയിൽ എന്ന് പറയുന്ന ഒരു സെഡിമെന്ററി റോക്കാണ്. അപ്പോൾ ഇതിൽ ഏതേ വരുള്ളൂ? റയോലൈറ്റ് ആയിരിക്കും ആൻസർ ആയിട്ട് വരാം. ഓപ്ഷൻ ബി ആയിരിക്കും. റയോലൈറ്റ് ഇഗ്നിയസ് റോക്കിൽ പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് വൺ, കൺസിഡർ ദ ബിലോ സ്റ്റേറ്റ്മെന്റ്സ് വിത്ത് റെസ്പെക്ട് ടു ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റോൺസ് ആൻഡ് ഐഡന്റിഫൈ ദ കറക്റ്റ് ആൻസർ. തന്നിരിക്കുന്നതിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റോണിനെ പറ്റിയാണ് പറയുന്നത്. അതിൽ നിന്ന് കറക്റ്റ് ആൻസർ സെലക്ട് ചെയ്യാം. സ്റ്റേറ്റ്മെന്റ് എ, സ്പ്ലിറ്റിംഗ് ഓഫ് സ്റ്റോൺ മിനറൽസ് അലോങ് ദ പ്ലെയിൻസ് പാരലൽ ടു ക്രിസ്റ്റൽ ഫേസസ് ഈസ് കോൾഡ് ക്ലീവേജ്. കറക്റ്റ് ആണ്. ക്ലീവേജിന്റെ ഡെഫിനിഷൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, ദ കളർ ഓഫ് സ്റ്റോൺ മിനറൽ ഇൻ പൗഡേർഡ് ഫോം ഈസ് കോൾഡ് ലസ്റ്റർ. ലസ്റ്റർ എന്ന് പറയുന്നത് മിനറൽ റോക്ക് മിനറൽസിന്റെ പൗഡേർഡ് ഫോമിലിരിക്കുന്ന കളറിനെയാണോ പറയുന്നത്? അല്ല. അതിന് എന്തെന്ന് പറയാം? നമുക്ക് ആ ഒരു കളറിന് എന്തെന്ന് പറയാം? സ്ട്രീക്ക് എന്ന് പറയാം. ലസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷൈനി അപ്പിയറൻസിന്, ആ ഒരു ലൈറ്റ് അടിക്കുമ്പോഴുള്ള ആ ഒരു റിഫ്ലക്ഷനും ഷൈനിങ്ങിനെയാണ് എന്ന് പറയാം ലസ്റ്റർ എന്ന് പറയാം. അപ്പോൾ ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് ബി എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. സ്റ്റേറ്റ്മെന്റ് എ മാത്രമേ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളൂ. സ്റ്റേറ്റ്മെന്റ് എ ഈസ് കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് ബി ഈസ് ഇൻകറക്റ്റ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് വൺ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റോൺസ് ആൻഡ് ഐഡന്റിഫൈ ദ കറക്റ്റ് ആൻസർ. നമ്മൾ അതോട് അനുബന്ധിച്ച് തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇവിടെയും രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നുണ്ട്. സ്റ്റേറ്റ്മെന്റ് എ, ഗ്ലാസി, ഗ്രീസി, ഡൾ ആൻഡ് മെറ്റാലിക് ആർ ഫ്യൂ ടൈപ്സ് ഓഫ് ലെസ്റ്റർ ഓഫ് മിനറൽസ്. ലെസ്റ്റർ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ആ ഒരു ഷൈനിങ് ആണ്. അപ്പോൾ ഷൈനിങ്ങിൽ തന്നെ എന്തൊക്കെ ടൈപ്സ് വരുന്നുണ്ട്? ഗ്ലാസി വരുന്നുണ്ട്, ഗ്ലോസിനെസ് വരുന്നുണ്ട്, ഗ്രീസി വരുന്നുണ്ട്, പിന്നെ ഓയിലി വരുന്നുണ്ട്, അല്ലെങ്കിൽ ഡള്ള് വരുന്നുണ്ട്, അതേപോലെ തന്നെ മെറ്റാലിക്, എല്ലാം എന്താണ്? ആ ഒരു ലെസ്റ്ററിന്റെ ഓരോരോ വെറൈറ്റീസ് ആണ്. സ്റ്റേറ്റ്മെന്റ് ബി പറയുന്നത്, the shine on the surface of a mineral and its appearance under reflected light is called streak. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നേരത്തെ സ്റ്റേറ്റ്മെന്റ് കണ്ടില്ലേ? ഇവിടെ എന്തിനാ ഡെഫിനിഷനായി പറഞ്ഞിരിക്കുന്നത്? ഇത് ലെസ്റ്ററിന്റെ ഡെഫിനേഷനാണ്. സ്ട്രീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കളറാണ്. അപ്പോൾ ഇവിടെ എന്താണ്? സ്റ്റേറ്റ്മെന്റ് എ മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൂ. സ്റ്റേറ്റ്മെന്റ് എ ഈസ് കറക്റ്റ് ആൻഡ് ബി ഈസ് ഇൻകറക്റ്റ്. അപ്പോൾ എന്തായിരിക്കും? ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതിൽ തന്നെ കറക്റ്റ് ആയിട്ട് ആ റോക്കിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം പറയുന്നുണ്ട്. സ്റ്റോണിന്റെ പ്രോപ്പർട്ടീസ്, ലെസ്റ്ററും സ്ട്രീക്കും ക്ലീവേജും എല്ലാം പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പെഗ്മറ്റൈറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. പെഗ്മറ്റൈറ്റ് നമ്മൾ പറയുന്നത് ഒരു ഇഗ്നിയസ് റോക്കാണ്. ഇൻട്രൂസീവ് ഇഗ്നിയസ് റോക്കാണ്. അതായത് നമ്മുടെ ആ ഒരു എർത്തിന്റെ ബിലോ ആയിട്ട് തന്നെ ഫോം ചെയ്യുന്നതിനാണ്, ആ ഒരു ക്രസ്റ്റിന്റെ ആ ഒരു ഭാഗത്ത് തന്നെയാണ് ഫോം ചെയ്യുന്നത്. എന്ത്? ഇൻട്രൂസീവ് ഇഗ്നിയസ് റോക്ക് ആയിട്ടുള്ള പെഗ്മറ്റൈറ്റ് എന്ന് പറയുന്നത്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻട്രൂസീവ് ഇഗ്നിയസ് റോക്കിന്റെ എക്സാമ്പിൾ ആയിട്ടാണ് പെഗ്മറ്റൈറ്റിനെ പറയാം. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് വൺ, കഴിഞ്ഞ SSC JE എക്സാമിന് ചോദിച്ചതാണ്. ഫ്രം ദ എഞ്ചിനീയറിംഗ് പോയിന്റ് ഓഫ് വ്യൂ, സാൻഡ്സ്റ്റോൺ ആൻഡ് ലൈംസ്റ്റോൺ ബിലോങ് ടു വിച്ച് ടൈപ്പ് ഓഫ് റോക്സ്? വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സാൻഡ്സ്റ്റോൺ, ലൈംസ്റ്റോൺ ഒക്കെ എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഏത് റോക്സിന്റെ എക്സാമ്പിൾസ് ആണ് സാൻഡ്സ്റ്റോണും ലൈംസ്റ്റോണും? എപ്പോഴും സെഡിമെന്ററി റോക്സിന്റെ എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ സാൻഡ്സ്റ്റോണിനെയും ലൈംസ്റ്റോണിനെയും പറയാം. മെറ്റമോർഫിക്കിന്റെയും ഇഗ്നിയസിന്റെയും ഒക്കെ എക്സാമ്പിൾസ് ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇഗ്നിയസിൽ എത്ര ടൈപ്സ് ഉണ്ട്? ഇഗ്നിയസിന്റെ 3 ടൈപ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. ഇഗ്നിയസ് റോക്സിൽ തന്നെ 3 ടൈപ്സ് ഓഫ് റോക്ക് ഉണ്ട്, ഒന്ന് കമന്റ് ചെയ്തോ. Okay, next one. Which of the following test is used to determine the rate of wear of stones? Rate of wear നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റോണിൽ നമ്മൾ എപ്പോഴും റേറ്റ് ഓഫ് വിയർ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഏത് ടെസ്റ്റ് വഴിയാണ്? അട്രീഷൻ ടെസ്റ്റ് വഴിയാണ്. അട്രീഷൻ ടെസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് എ ഗുഡ് ക്വാളിറ്റി സ്റ്റോൺ? ഒരു ഗുഡ് ക്വാളിറ്റി സ്റ്റോണിന്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ് ചോദിക്കുന്നത്? ഓക്കെ, അൻദ CV കമന്റ് ചെയ്യുന്നുണ്ട്. പ്ലൂട്ടോണിക്കും ഹൈപ്പർബൈസിലൊക്കെ ഇഗ്നിയസിൽ വരുന്നതാണ്. ഓക്കെ, ക്രഷിംഗ് സ്ട്രെങ്ത് ഗ്രേറ്റർ ദാൻ 1000 kg/cm². അല്ലെങ്കിൽ എന്തെന്ന് പറയാം? 100 Nm/m²-നേക്കാൾ കൂടുതലായിരിക്കണം എന്ന് പറയുന്നത് ക്രഷിംഗ് സ്ട്രെങ്ത് അല്ലെങ്കിൽ കംപ്രസീവ് സ്ട്രെങ്ത്. നെക്സ്റ്റ് വൺ, സ്പെസിഫിക് ഗ്രാവിറ്റി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 2.7. നല്ലൊരു സ്റ്റോണിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്തായിരിക്കണം? 2.7-നേക്കാൾ കൂടുതലായിരിക്കണം. നെക്സ്റ്റ് വൺ, സ്റ്റോൺ ഷുഡ് ബി വെൽ സീസൺ ബിഫോർ പുട്ടിംഗ് ഇൻ ടു യൂസ്. നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? സ്റ്റോൺസിനെ നല്ല രീതിയിൽ സീസൺ ചെയ്തിരിക്കണം. സ്റ്റോൺ സീസൺ ചെയ്യാനൊരു ഒരു ടൈമുണ്ട്. 6 to 12 months ആണ് നമ്മൾ സീസൺ ചെയ്യാൻ വേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം എന്ത് തന്നെയാണ്? ഒരു ഗുഡ് സ്റ്റോണിന് വേണ്ട പ്രോപ്പർട്ടീസ് തന്നെയാണ്. അപ്പോൾ എന്ത് പറയാം? ഓപ്ഷൻ സി ആയിരിക്കും. A, B, C എന്ത് തന്നെയാണ്? കറക്റ്റ് ആണ്. ഓക്കെ, ഷാഹിറ, അസീസും ശ്രീലക്ഷ്മിയും എല്ലാം കമന്റ് ചെയ്യുന്നുണ്ട് ഇഗ്നിയസ് റോക്സിന്റെ ടൈപ്സ് ഏതൊക്കെയാണെന്നുള്ളത്. പ്ലൂട്ടോണിക്കും ഹൈപ്പർബൈസിലും വോൾക്കാനിക്കുമാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഐഡന്റിഫൈ ദ പ്രോപ്പർട്ടി ഫോർ വിച്ച് ക്രിസ്റ്റലൈസേഷൻ ടെസ്റ്റ് ഈസ് കണ്ടക്ടഡ് ഓൺ ഫ്രഷ്ലി ക്വാറീഡ് സ്റ്റോൺസ്. ക്രിസ്റ്റലൈസേഷൻ ടെസ്റ്റ് നമ്മളൊരു സ്റ്റോണിൽ കണ്ടക്ട് ചെയ്യുന്നത് എന്ത് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഡ്യൂറബിലിറ്റി, ഫ്രോസ്റ്റ് റെസിസ്റ്റൻസ്, ടഫ്നെസ്, കംപ്രസീവ് സ്ട്രെങ്ത്. ഏതാണ്? ഡ്യൂറബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ക്രിസ്റ്റലൈസേഷൻ ടെസ്റ്റ് ചെയ്യുക. സോഡിയം സൾഫേറ്റ് സൊല്യൂഷൻ ഒക്കെ യൂസ് ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്നതാണ് ക്രിസ്റ്റലൈസേഷൻ ടെസ്റ്റ്. അതിൽ നിന്ന് നമുക്ക് ഡ്യൂറബിലിറ്റിയാണ് മനസ്സിലാക്കാൻ പറ്റുക. ക്ലിയർ ആണല്ലോ? അതുപോലെ ഫ്രോസ്റ്റ് റെസിസ്റ്റൻസിന് ഏത് ടെസ്റ്റാണ് യൂസ് ചെയ്യുന്നത്? ബ്രാഡ്സ് ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ടഫ്നെസ്സിന് എന്താണ്? നമ്മൾ ഇമ്പാക്ട് സ്ട്രെങ്ത് ഒക്കെ നമ്മൾ ടഫ്നെസ് ടെസ്റ്റിൽ യൂസ് ചെയ്യുന്നത്. അത് കംപ്രസീവ് സ്ട്രെങ്ത്, ആ ഒരു ക്രഷിംഗ് സ്ട്രെങ്ത് ആണ്, ക്രഷിംഗ് ടെസ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ഒരു ഗിഫ്റ്റ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്.
ഓക്കെ, 4ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ ഇന്നത്തെ. അപ്പോൾ ഏതാണ്, ആരാണ് കറക്റ്റ് ആയിട്ട് ആൻസർ പറയുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ കറക്റ്റ് ആയിട്ട് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ആയിട്ട് പെട്ടെന്ന് ആരാണ് കറക്റ്റ് ആൻസർ പറയുന്നത് നമുക്ക് നോക്കാം. ഗിഫ്റ്റ് ഉള്ള ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, വൈഷ്ണവ് ഇ കമന്റ് ചെയ്യുന്നുണ്ട്. നിമിഷ ജോസഫ്, ഓക്കെ, ഒരുപാട് പേര് ഡി ഒക്കെ ആൻസർ ചെയ്യുന്നുണ്ട്. ഡി തന്നെയാണ് മാക്സിമം എല്ലാവരും ആൻസർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആൻസർ ഡി തന്നെയാണ്. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. വൈഷ്ണവ് തന്നെയാണ് ആൻസർ കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ആദ്യം പറഞ്ഞിരിക്കുന്നത് വൈഷ്ണവാണ്. വൈഷ്ണവ് ഇ, വൈഷ്ണവ് ഇ. ഓക്കെ, വി വൈ വൈഷ്ണവ്. ഓക്കെ, അപ്പോൾ സ്മിത്ത് ടെസ്റ്റ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? സ്മിത്ത് ടെസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? പ്രസൻസ് ഓഫ് സോലബിൾ മാറ്റേഴ്സിന്റെ പ്രസൻസ് ആണ്. അപ്പോൾ സോലബിൾ മാറ്റേഴ്സിന്റെ പ്രസൻസ് വഴി നമുക്ക് എന്താണ് ശരിക്കും പറഞ്ഞാൽ അറിയാൻ പറ്റുന്നത്? അവിടുത്തെ ആ സ്റ്റോൺ എത്രത്തോളം ഡ്യൂറബിൾ ആണെന്ന് പറയാൻ പറ്റും. പക്ഷേ ഡ്യൂറബിലിറ്റി കറക്റ്റ് ആയിട്ട് ചോദിക്കുന്നത് എന്ത് പറയാം? നമുക്ക് ക്രിസ്റ്റലൈസേഷൻ ടെസ്റ്റ് എന്ന് പറയാം. പക്ഷേ സ്മിത്ത് ടെസ്റ്റ് വെച്ചിട്ട് നമ്മൾ ആ ഒരു സ്റ്റോണിന്റെ സോലബിൾ മാറ്റർ വഴി നമുക്ക് ആ ഒരു ടെസ്റ്റിന്റെ ഡ്യൂറബിലിറ്റി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് A2 ആയിരിക്കും. നെക്സ്റ്റ് വൺ ബ്രാഡ്സ് ടെസ്റ്റ്. ബ്രാഡ്സ് ടെസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. എന്താണ്? ഫയർ റെസിസ്റ്റൻസിന് യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ആണ്. അടുത്തത് ഹാർഡ്നെസ് ടെസ്റ്റ്. ഹാർഡ്നെസ് ടെസ്റ്റിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? മോ സ്കെയിൽ വെച്ചിട്ടാണ് ഹാർഡ്നെസ്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അടുത്ത അട്രീഷൻ ടെസ്റ്റ് എന്താണ്? ദേവാൽസ് അട്രീഷൻ ടെസ്റ്റിംഗ് മെഷീൻ വെച്ചിട്ടാണ് നമ്മൾ അട്രീഷൻ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായിരിക്കും കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്? ഡി തന്നെയാണ്. ക്ലിയർ ആണല്ലോ? ഈസി ക്വസ്റ്റൻ അല്ലേ? എന്താണ് ടെസ്റ്റ് എന്നും അതിന്റെ ആ ഒരു ഏകദേശം ഐഡിയ ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഏകദേശം എല്ലാവരും കറക്റ്റ് ആൻസേഴ്സ് പറയുന്നുണ്ട്. Okay, next question. Which of the following pairs is currently matched with respect to type of stone based on its formation? ഏത് റോക്ക് ആണെന്നും അതിന്റെ ഫോർമേഷനോട് പറയുന്നത്. ലൈം സ്റ്റോൺ, സെഡിമെന്ററി റോക്ക്. ബസാൾട്ട്, മെറ്റമോർഫിക് റോക്ക്. ബസാൾട്ട് എന്താണ്? ഇഗ്നിയസ് റോക്ക് ആണ്. ഗ്രാനൈറ്റ്, ആർജിലേഷ്യസ് റോക്ക്. ഗ്രാനൈറ്റ് ആർജിലേഷ്യസ് റോക്ക് ആണോ? അല്ല, അത് ഇഗ്നിയസ് റോക്ക് ആണ്. കെമിക്കൽ നമുക്ക് എന്തെന്ന് പറയാം? സിലീഷ്യസ് റോക്ക് ആയിട്ട് പറയാം. സാൻഡ്സ്റ്റോൺ, ഇഗ്നിയസ് റോക്ക്. സാൻഡ്സ്റ്റോൺ ഇഗ്നിയസ് റോക്ക് ആണോ? അല്ല, സാൻഡ്സ്റ്റോണും സെഡിമെന്ററി റോക്ക് ആണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിരിക്കുന്ന ആര് മാത്രമേ ഉള്ളൂ? ലൈം സ്റ്റോൺ, സെഡിമെന്ററി റോക്ക് എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരാം. ക്ലിയർ ആണല്ലോ? ഈസി ക്വസ്റ്റൻ ആയിരുന്നു. അടുത്ത് ഡിസ്റ്റംബർ. ഡിസ്റ്റംബർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റംബറിൽ എന്തൊക്കെയാണുള്ളത്? വളരെ ബേസിക് ആയിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. ചോക്കും വാട്ടറും പിഗ്മെന്റ്സും കൂടെ ആഡ് ചെയ്യുന്നതാണ് നമുക്ക് എന്ത് കിട്ടുക? ഡിസ്റ്റംബർ കിട്ടുക. എ പെയിന്റ് കൺസിസ്റ്റിംഗ് ഓഫ് പൗഡേർഡ് ചോക്ക്, പിഗ്മെന്റ്സ് ആൻഡ് വാട്ടർ. ക്ലിയർ ആണല്ലോ? ഡിസ്റ്റംബർ എന്ന് പറയുന്നത് തന്നെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാം. ഡിസ്റ്റംബർ. In paints, lithophone and titanium oxide is used as. lithophone titanium oxide നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആദ്യമേ പറഞ്ഞായിരുന്നു എന്തായിട്ടാണ് നമ്മൾ ഇതിനെ യൂസ് ചെയ്യാൻ മെയിൻ ആയിട്ട് ബേസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ലിത്തോഫോണും ടൈറ്റാനിയം ഓക്സൈഡ്. ലിത്തോഫോൺ എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇന്റീരിയർ വർക്ക്സ്, ഇൻഫീരിയർ നേച്ചറുള്ള ഇന്റീരിയർ വർക്ക്സിൽ മാത്രമേ നമ്മൾ ആരെ യൂസ് ചെയ്യാറുള്ളൂ? ലിത്തോഫോണിനെ യൂസ് ചെയ്യാറുള്ളൂ. ഓക്കെ, ഇൻ പെയിന്റ്സ് ലിൻസീഡ് ഓയിൽ ഈസ് യൂസ്ഡ് ആസ്. പെയിന്റ്സിൽ ലിൻസീഡ് ഓയിലിനെ നമ്മൾ എന്തായിട്ടാണ് യൂസ് ചെയ്യുന്നതാണ്? എന്തായിട്ടാണ് യൂസ് ചെയ്യുന്നത്? ലിൻസീഡ് ഓയിലിനെ വെഹിക്കിൾ ആയിട്ടായിരിക്കും യൂസ് ചെയ്യുക. വെഹിക്കിൾ ആയിട്ടായിരിക്കും. ഓക്കെ, ഇമൾഷൻ പെയിന്റ് കണ്ടെയ്ൻസ്. ഇമൾഷൻ പെയിന്റിൽ മെയിൻ ആയിട്ട് എന്താണുള്ളതെന്ന്? ഇമൾഷൻ പെയിന്റിൽ നമ്മൾ മെയിൻ ആയിട്ടുള്ളത് പോളിവിനൈൽ അസറ്റേറ്റ് ആയിരിക്കും. ഇമൾഷൻ പെയിന്റിൽ മെയിൻ ആയിട്ടുള്ള ആ ഒരു സോൾവെന്റ് എന്ന് പറയുന്നത് പോളിവിനൈൽ അസറ്റേറ്റ് ആയിരിക്കും. ഇതൊക്കെ എല്ലാം നമ്മൾ പെയിന്റിൽ പഠിച്ചു വരുന്ന കാര്യങ്ങളാണ്. ഇമൾഷൻ പെയിന്റിലുള്ളത് പോളിവിനൈൽ അസറ്റേറ്റ് ആണ്. ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ? Next one. Which of the following defects is caused by vaporization of entrapped moisture of solvents in a painted surface? ഒരു painted surfaceൽ entrapped moisture entrapment കാരണം അവിടെ ഒരു formation of bubbles എല്ലാം ഉണ്ടാകുന്നത് എന്ത് ഡിഫക്റ്റ് ആണ്? ഈ ഫിഗറിൽ തന്നെ പറയുന്നത് എന്ത് ഡിഫക്റ്റ് ആണ്? ബ്ലിസ്റ്ററിംഗ് ആണ്. ബ്ലിസ്റ്ററിംഗ് ഡിഫക്റ്റ്. സാപ്പോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സോപ്പി പാച്ചസ് ആയിട്ട് കാണുന്നതാണ് സാപ്പോണിഫിക്കേഷൻ. ബ്ലൂമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ഡൾ പാച്ചസ് ആയിട്ട് കാണുന്നതാണ് ബ്ലൂം എന്ന് പറയുന്ന ഡിഫക്റ്റ്. ഗ്രിന്നിങ് എന്താണ്? നമ്മൾ പെയിന്റ് കൊടുത്തു കഴിഞ്ഞാലും ആ ബാക്ക്ഗ്രൗണ്ടിന്റെ ക്ലിയർ റിഫ്ലക്ഷൻ ഓഫ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയാം ഗ്രീനിങ് എന്ന് പറയുന്ന ഡിഫക്റ്റിൽ പറയാം. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ബ്ലിസ്റ്ററിംഗ് ആണ് ആൻസർ ആയിട്ട് വരാം. ഓക്കെ, നെക്സ്റ്റ് വൺ. ദ മാക്സിമം സർഫസ് ഡ്രൈയിങ് ടൈം ഫോർ ക്ലാസ് എ ടൈപ്പ് പ്ലാസ്റ്റിക് എമൽഷൻ പെയിന്റ് ആസ് പെർ ദ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. ഇതിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പ്ലാസ്റ്റിക് ഇമൽഷൻ പെയിന്റിനെ എല്ലാം നമ്മളൊരു കോഡിൽ സ്പെസിഫൈ ചെയ്ത് പറയാറുണ്ട്. അതിൽ തന്നെ എടുത്തൊരു ക്ലോസും പറയാറുണ്ട്. 15489 2004 പെയിന്റ് പ്ലാസ്റ്റിക് ഇമൽഷനെ പറ്റി സ്പെസിഫൈ ചെയ്യുന്നത്.
ഓക്കെ, ഇതിൽ പറയുന്നുണ്ട് പ്ലാസ്റ്റിക് ഇമൽഷൻ പെയിന്റിന് വേണ്ടി റിക്വയർമെന്റ്സ് ആണ്. ഡ്രൈയിങ് ടൈം ആണ് മെയിൻ ആയിട്ട് പറയാം. സർഫസ് ഡ്രൈയിങ് ഉണ്ട്, ഹാർഡ് ഡ്രൈയിങ് ഉണ്ട്. സർഫസ് ഡ്രൈയിങ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ആ സർഫസ് മാത്രം ഡ്രൈ ചെയ്യുന്നത്. ഹാർഡ് ഡ്രൈയിങ് എന്ന് പറയുമ്പോൾ ഫുള്ളി ഡ്രൈ ആയി വരുന്നതാണ്. സർഫസ് ഡ്രൈയിങ്ങിൽ തന്നെ ക്ലാസ് എക്കും ബിക്കും ഒരു ടൈം പറയാറുണ്ട്, ക്ലാസ് സിക്കും ഡിക്കും ഒരു ടൈം പറയാറുണ്ട്. അതേപോലെ തന്നെ ഹാർഡ് ഡ്രൈക്കും ക്ലാസ് എ ബി ഉണ്ട്, ക്ലാസ് സി ഡി ഉണ്ട്. ഇവിടെ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഫോർ ക്ലാസ് എ ടൈപ്പ് പ്ലാസ്റ്റിക് ഇമൽഷൻ പെയിന്റ് ആസ് പെർ ദ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്. ക്ലാസ് എ ടൈപ്പിന്റെ സർഫസ് ഡ്രൈക്ക് വേണ്ട, സർഫസ് ഡ്രൈയിങ് എന്ന് പറയുന്നുണ്ട്, മാക്സിമം സർഫസ് ഡ്രൈയിങ് ടൈമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? 45 മിനിറ്റ്സ് ആയിരിക്കും വരിക. ഇനി ക്ലാസ് ബി അല്ലെങ്കിൽ ക്ലാസ് സി അല്ലെങ്കിൽ ഡി ആയിരുന്നെങ്കിൽ എന്ത് വന്നേനെ? അത് 90 മിനിറ്റ്സ് ആയിരുന്നു. സർഫസ് ഡ്രൈയിങ്ങിന്റെ വാല്യൂ ആണ് പറയുന്നത്. അടുത്ത ഹാർഡ് ഡ്രൈയിങ്ങിലോ 4 അവേഴ്സും 8 അവേഴ്സും വേണ്ടി വരും. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ അല്ലേ? അപ്പൊ ഇതിന്റെ ഡബിൾ തന്നെയാണ്, ക്ലാസ് എ ബിയുടെ ഡബിൾ ആണ് ക്ലാസ് സി ഡിക്ക് വരുന്നത്. രണ്ടിലും അങ്ങനെ തന്നെയാണ്. അവിടെ 45 മിനിറ്റ്സും 90 മിനിറ്റ്സും, ഇവിടെ 4 അവേഴ്സും 8 അവേഴ്സും. ഓക്കെ ആണല്ലോ? ഇതൊക്കെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. IS കോഡും നോട്ട് ചെയ്ത് വെക്കാം. IS 15489 പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൽ തന്നെ ഈ ഒരു കോഡിൽ തന്നെ പറയുന്ന ഒരു ക്ലോസ് ഇതിനെ പറ്റിയും പറയാറുണ്ട്. ചിലപ്പോൾ നമുക്ക് ഇനി ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ ഒരു സെക്ഷൻ ആയിരിക്കും. ഇവിടെ പല രീതിയിൽ പ്ലാസ്റ്റിക് ഇമൽഷൻ പെയിന്റ് ഫിനിഷസ് കൊടുക്കാറുണ്ട്. അപ്പോൾ മാറ്റ് ഫിനിഷ് കൊടുക്കാറുണ്ട്, എക്സൽ അല്ലെങ്കിൽ സാറ്റിൻ ഫിനിഷ് കൊടുക്കാറുണ്ട്, സെമി ഗ്ലോസി ഫിനിഷ് കൊടുക്കാറുണ്ട്, ഗ്ലോസി ഫിനിഷും കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഫിനിഷസ് എങ്ങനെയാണ് ആ ഒരു വാല്യൂസ്, ഗ്ലോസിനെസ് വാല്യൂ എങ്ങനെയാണ് വേരി ചെയ്യുന്നുള്ളതാണ് അറിയേണ്ടത്. ഹാവിംഗ് ഗ്ലോസ് വാല്യൂസ് വേരി ഫ്രം 0 to 10 ആണെങ്കിൽ അത് എന്തായിരിക്കും? മാറ്റ് ഫിനിഷ് ആയിരിക്കും. ഗ്ലോസിനെസ് വാല്യൂ 11 to 25 ആണെങ്കിൽ അത് എന്തായിരിക്കും? എക്സൽ അല്ലെങ്കിൽ സാറ്റിൻ ഫിനിഷ് ആയിരിക്കും. അത് സെമി ഗ്ലോസിൽ വരുമ്പോഴത്തേനും 26 to 70 ആയിരിക്കും. ലാസ്റ്റ് ഗ്ലോസി ഫിനിഷ് എന്ന് പറയുമ്പോൾ ഗ്ലോസിനെസ് വാല്യൂ 71 എബോവ് ആയിരിക്കും. ഈ ഒരു കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യണം, വായിച്ച് വയ്ക്കാനുള്ളതാണ്. 0 to 10 ഉണ്ട്, 11 to 25 ഉണ്ട്, 26 to 70 ഉണ്ട്, എബോവ് 71 ഉണ്ട്. അതൊന്ന് അറിഞ്ഞിരിക്കുക. ക്ലിയർ ആണല്ലോ? ഫസ്റ്റ് വൺ മാറ്റ് ഫിനിഷ്, രണ്ടാമത്തത് എക്സൽ അല്ലെങ്കിൽ സാറ്റിൻ ഫിനിഷ്, അടുത്തത് സെമി ഗ്ലോസ് ഫിനിഷ്, ലാസ്റ്റ് വൺ ഗ്ലോസി ഫിനിഷ്. ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ? ഇത് ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോർഷൻ ആണ്. നെക്സ്റ്റ് വൺ, സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ വിത്ത് റിഗാർഡ് ടു ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് S1 and S2. ഇൻ പ്ലാസ്റ്റിക് പെയിന്റ് ദ തിന്നർ യൂസ്ഡ് ഈസ് ഓയിൽ. പ്ലാസ്റ്റിക് പെയിന്റിൽ നമ്മൾ തിന്നറായിട്ട് യൂസ് ചെയ്യുന്നത് ഓയിൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓയിലാണോ പ്ലാസ്റ്റിക് പെയിന്റിൽ യൂസ് ചെയ്യുന്നത്? വാട്ടർ മാത്രമേ നമ്മൾ തിന്നറായിട്ട് യൂസ് ചെയ്യാറുള്ളൂ പ്ലാസ്റ്റിക് പെയിന്റിൽ. പ്ലാസ്റ്റിക് പെയിന്റാണ് നമ്മൾ ഷോറൂംസിലും ഓഡിറ്റോറിയംസിലൊക്കെ കൊടുക്കുന്നത്. പ്ലാസ്റ്റിക് പെയിന്റിൽ വാട്ടർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാണ്. നെക്സ്റ്റ് വൺ, വാർണിഷ് ഈസ് എ ഹോമോജീനസ് സൊല്യൂഷൻ ഓഫ് റെസിൻ ഇൻ ആൽക്കഹോൾ. ആണ്. വാർണിഷ് എന്ന് പറഞ്ഞാൽ റെസിന്റെ ഒരു സൊല്യൂഷൻ തന്നെയാണ്. ആൽക്കഹോൾ സ്പിരിറ്റിലൊക്കെ ചെയ്യുന്ന ഒരു സൊല്യൂഷൻ ആണ് എന്തെന്ന് പറയാം? വാർണിഷ് എന്ന് പറയാം. അപ്പം എന്ത് മാത്രമേ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളൂ? സ്റ്റേറ്റ്മെന്റ് 2 മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൂ. സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്? ഫോൾസ് ആണ്. അപ്പൊ S1 ഈസ് ഫോൾസ് ആൻഡ് S2 ഈസ് ട്രൂ. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് പറയാം. ക്ലിയർ ആണല്ലോ? പ്ലാസ്റ്റിക് പെയിന്റിന്റെ തിന്നർ എപ്പോഴും എന്ത് തന്നെയായിരിക്കും? വാട്ടർ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ട്രൂ? ഓക്കെ, ഇതൊന്ന് പറഞ്ഞു നോക്കിക്കേ. എക്സ്റ്റെൻഡേഴ്സ് ഇൻ പെയിന്റ്സ് ഇൻക്രീസസ് ഇറ്റ്സ് പിഗ്മെന്റ് വോളിയം കോൺസെൻട്രേഷൻ. PVCN കൂട്ടും എന്നാണ് പറയുന്നത് എക്സ്റ്റെൻഡേഴ്സ്. അടുത്ത്, എക്സ്റ്റെൻഡേഴ്സ് ഇൻ പെയിന്റ് ഡിക്രീസസ് PVCN. Thinner is added to paint to adjust the consistency of paint. Anti-skinning agents are added to prevent the gelling and skinning of the film. Okay. ഇപ്പോൾ ഇവിടെ ഈ തിന്നർ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യാറുണ്ട്. ആന്റി സ്കിന്നിങ് ഏജൻസ് സ്കിന്നിങ്ങും ജെൽ ഫോർമേഷൻ ഒക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട്, നമ്മൾ ആ സ്കിന്നിങ് ആയിട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആന്റി സ്കിന്നിങ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സ്കിന്നിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫോർമേഷൻ, ഒരു തിൻ ലെയർ ഫോം ചെയ്യുന്നതിനാണ് പറയുന്നത്. അങ്ങനെ ഫോം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ആന്റി സ്കിന്നിങ് ഏജൻസി യൂസ് ചെയ്യുന്നത്. ഈ ഡൗട്ട് വരുന്നത് ഈ രണ്ട് സെക്ഷനിലായിരിക്കും. എക്സ്റ്റെൻഡേഴ്സ് നമ്മൾ പറയാറുണ്ട്, എക്സ്റ്റെൻഡേഴ്സ് അല്ലെങ്കിൽ ഇനേർട്ട് ഫില്ലേഴ്സ് അല്ലെങ്കിൽ അഡൽറ്ററൻസ് ആഡ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? ഒരുപാട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെയിന്റിന്റെ ക്വാളിറ്റി എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. അതിന്റെ ഡ്യൂറബിലിറ്റി ഒക്കെ കുറവായിരിക്കും. പെയിന്റിന്റെ ഡ്യൂറബിലിറ്റിയും PVCനും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയായിരിക്കും? പെയിന്റ് ഡ്യൂറബിലിറ്റി കുറവാണെങ്കിൽ PVCന്റെ വാല്യൂ എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. അപ്പൊ എങ്ങനെയാണ്? എക്സ്റ്റെൻഡേഴ്സ് ആഡ് ചെയ്യുന്നതനുസരിച്ച് PVCന്റെ വാല്യൂ കൂടുതലായിരിക്കും. അപ്പൊ എന്തായിരിക്കും വരിക? എക്സ്റ്റെൻഡേഴ്സ് ഇൻ പെയിന്റ് ഇൻക്രീസസ് ഇറ്റ്സ് പിഗ്മെന്റ് വോളിയം കോൺസെൻട്രേഷൻ. അപ്പൊ ഓപ്ഷൻ എന്തായിരിക്കും വരിക? 1ഉം 3ഉം 4ഉം ആയിരിക്കും കറക്റ്റ് ആയിരിക്കുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ, ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ദ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ഗ്ലാസ്. ഗ്ലാസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ലൈം ഇമ്പാർട്സ് കളർ, ബ്രൈറ്റ്നസ് ആൻഡ് ഷൈൻ ടു ഗ്ലാസ്. പൊട്ടാഷ് renders glass infusible and makes glass fire resistant. Soda acts as an accelerator for the fusion of glass. Cullets are broken glasses added to access flux to prevent the loss of alkali by voltization. അപ്പോൾ ഇവിടെ തന്നിരിക്കുമ്പോൾ തന്നെ അറിയാം, നമ്മൾ ഗ്ലാസിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസിന്റെ ഫംഗ്ഷൻസ് പറയാറുണ്ട് അല്ലേ? ലൈമിന്റെ മെയിൻ ഫംഗ്ഷൻ കളർ, ബ്രൈറ്റ്നസ് ഒക്കെ കൊടുക്കുന്നതാണോ? അല്ല. ലൈമിന്റെ മെയിൻ ഫംഗ്ഷൻ ആ ഒരു ഫ്ലൂയിഡിറ്റി, ടഫ്നെസ് ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ് ലൈമിന്റെ മെയിൻ ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആര് തന്നെയാണ്?
സ്റ്റേറ്റ്മെന്റ് എ ആണ്, ഓപ്ഷൻ എ ആണ്. പൊട്ടാഷ് എന്താണ്? മെയിൻ ആയിട്ട് ഫയർ റെസിസ്റ്റന്റ് ആവുന്ന ആ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് പൊട്ടാഷിന്റെ പ്രസൻസ് കാരണമാണ്. സോഡ എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഫ്യൂസിങ്ങിനെ എല്ലാം ആക്സിലേറ്റ് ചെയ്യുന്നത് സോഡ തന്നെയാണ്. കള്ളറ്റ്സ് എന്താണ്? ബ്രോക്കൺ ഗ്ലാസ് പീസസ് ആണ്. അവർ എന്ത് ചെയ്യുന്നു? വോൾട്ടൈസേഷൻ വഴി ആൽക്കലിയുടെ ലോസിനെയൊക്കെ പ്രിവെന്റ് ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ? അപ്പം ഓപ്ഷൻ എ ആയിരിക്കും ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കഴിഞ്ഞ നമ്മൾ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ആണ്, മെറ്റൽസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അലോയ്സിലാണ് ചോദിച്ചിരിക്കുന്നത്. അലോയ്സ് ഓഫൺ കോൾഡ് മൺസ് മെറ്റൽസ് ഓർ യെല്ലോ മെറ്റൽസ് കണ്ടെയ്ൻ ഹൗ മച്ച് പെർസെന്റേജ് ഓഫ് കോപ്പർ ഇൻ ദം? കഴിഞ്ഞ SSC JE എക്സാമിന് ചോദിച്ചതാണ്. മൺസ് മെറ്റലിൽ എത്ര പെർസെന്റേജ് ആണ് കോപ്പർ ഉള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ കുറേ പെർസെന്റേജ് വാല്യൂ തന്നിട്ടുണ്ട്. പൊതുവേ പെർസെന്റേജ് ഒക്കെ പഠിക്കാൻ കുറച്ച് പാടായിരിക്കും, എന്നാലും അറിഞ്ഞിരിക്കാം. മൺസ് മെറ്റൽ എന്ത് അലോയിൽ വരുന്നതുള്ളതാണ് ആദ്യം അറിയേണ്ടത്. മൺസ് മെറ്റൽ അല്ലെങ്കിൽ യെല്ലോ മെറ്റൽ ഏത് അലോയിൽ വരുന്നതാണ്? ബ്രാസിലാണോ ബ്രോൺസിലാണോ വരുന്നത് അറിയാം. ബ്രാസിൽ വരുന്ന ഒരു വെറൈറ്റിയാണ് മൺസ് മെറ്റൽ. ഇനി ബ്രാസിൽ എത്ര പെർസെന്റേജ് കോപ്പറും എത്ര പെർസെന്റേജ് സിങ്കും ഉണ്ടെന്ന് അറിയണം. ബ്രാസിൽ മെയിനായിട്ട് കോപ്പറും സിങ്കും ആണുള്ളത്. കോപ്പർ എത്ര പെർസെന്റേജ് ഉണ്ട്? 60% ഉണ്ട്. സിങ്ക് 40% ഉണ്ട്. അപ്പൊ എന്തായാലും കോപ്പർ ആ ഒരു 60 റേഞ്ചിലായിരിക്കും വരിക. അപ്പൊ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ഏതായിരിക്കും വരാൻ സാധ്യതയുള്ളത്? ഓപ്ഷൻ സി, 57 to 63% ആണ് മൺസ് മെറ്റലില് കോപ്പറിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇങ്ങനെ വേണം ചിലപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ ആ ഒരു നമ്മൾ പഠിക്കുന്ന രീതിയിലായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത്. ഈ ഒരു രീതിയിൽ തിങ്ക് ചെയ്ത് ആൻസർ എഴുതാനായിട്ട് ശ്രമിക്കുക. മൺസ് മെറ്റലിൽ 57 to 63% ആണ് കോപ്പർ ഉള്ളത്. ഇനി മൺസ് മെറ്റലിന്റെ കൂടെ തന്നെ നമ്മളൊരു 1% ടിന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു അലോയ് കിട്ടാറുണ്ട്. ഒരു അലോയുടെ വെറൈറ്റി ഉണ്ട്. ആ അലോയ് എന്താണെന്ന് ഒന്ന് കമന്റ് ചെയ്താൽ കൊള്ളാം. മൺസ് മെറ്റലിന്റെ കൂടെ 1% ടിന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന അലോയ് എന്താണെന്നുള്ളത്. Okay, next question. Plaster of Paris is not used in the exterior finishes of structures. Plaster of Paris നമ്മൾ exterior works ഒന്നും കൊടുക്കാറില്ല, interior worksന് മാത്രമേ കൊടുക്കാറുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ പെട്ടെന്ന് വാട്ടറുമായിട്ട് അതങ്ങ് സോലുബിൾ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സ്റ്റീരിയർ സർഫസ് ഒന്നും കൊടുക്കാത്തത്. കഴിഞ്ഞ തവണ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി സോലുബിൾ ഇൻ വാട്ടർ. വാട്ടറിൽ സോലുബിൾ ആവാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് നമ്മൾ പുറത്തൊന്നും കൊടുക്കാത്തത്. ഓക്കെ, പ്ലാസ്റ്റർ ഓഫ് പാരീസ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഫ്രം കാൽസിനേഷൻസ് ഓഫ്. പ്ലാസ്റ്റർ ഓഫ് പാരീസിനെ എന്ത് ചെയ്ത്? കാൽസിനേഷൻ, ഏതിന്റെ കാൽസിനേഷൻ എന്നാണ് കിട്ടുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ? ജിപ്സം കാൽസിനേറ്റ് ചെയ്താണ് ആരെ കിട്ടുക? പ്ലാസ്റ്റർ ഓഫ് പാരീസിനെ കിട്ടുക. ക്ലിയർ ആണല്ലോ? ജിപ്സത്തിൽ നിന്നാണ് നമുക്ക് ആരെ കിട്ടുന്നത്? പ്ലാസ്റ്റർ ഓഫ് പാരീസിനെ കിട്ടുന്നത്. കാൽഷ്യം സൾഫേറ്റ്, കെമിക്കൽ കോമ്പോസിഷൻ കാൽഷ്യം സൾഫേറ്റ് ആയിരിക്കും, ഹൈഡ്രേറ്റഡ് കാൽഷ്യം സൾഫേറ്റ്. ഓക്കെ, നെക്സ്റ്റ്, കഴിഞ്ഞ SSC JE എക്സാമിന് ചോദിച്ചതാണ്. ബോത്ത് ഗ്രാനൈറ്റ് ആൻഡ് ബസാൾട്ട് ബിലോങ് ടു ഡാഷ് ആൻഡ് ആർ യൂസ്ഡ് ആസ് ബിൽഡിംഗ് സ്റ്റോൺ. ഗ്രാനൈറ്റും ബസാൾട്ടും എല്ലാം എന്ത് റോക്കാണ്? ഇഗ്നിയസ് റോക്കാണ്. ഇഗ്നിയസ് ഗ്രൂപ്പിൽ വരുന്നതാണ് ഗ്രാനൈറ്റും ബസാൾട്ടും എല്ലാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പുട്ടി ഈസ് മെയ്ഡ് അപ്പ് ഓഫ്. പുട്ടി എന്താണ്? പുട്ടിയിൽ എന്താണ് മെയിൻ ആയിട്ടുള്ളതെന്നാണ്. പുട്ടിയിൽ എന്താണുള്ളത്? ചോക്കും റോ ലിൻസീഡ് ഓയിലും ആണ് പുട്ടിയിലുള്ളത്. പുട്ടിയൊക്കെ നമ്മൾ സ്റ്റോപ്പിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. എന്തെങ്കിലും ക്രാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനൊക്കെ പ്രിവെന്റ്, ആ ക്രാക്സ് ഒക്കെ കംപ്ലീറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? പുട്ടി യൂസ് ചെയ്യാറുണ്ട്. പുട്ടിയിൽ മെയിനായിട്ട് ചോക്കും റോ ലിൻസീഡ് ഓയിലും ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. Which type of varnish is used on hardwood substances to hide grain defects? ഗ്രെയിൻ ഡിഫക്ട്സ്, നമ്മുടെ ഫർണിച്ചേഴ്സിലേക്കുള്ള ഗ്രെയിൻ ഡിഫക്ട്സിനെയൊക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആരെയാണ് വാർണിഷ്, ഏത് വാർണിഷാണ് യൂസ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഫ്രഞ്ച് പോളിഷ് ആണ്. ഫ്രഞ്ച് പോളിഷ് എന്തിന്റെ വെറൈറ്റി ആണ്? സ്പിരിറ്റ് വാർണിഷിന്റെ ഒരു വെറൈറ്റിയാണ് ഫ്രഞ്ച് പോളിഷ്. ഫ്രഞ്ച് പോളിഷാണ് നമ്മൾ ആ ഒരു ഗ്രെയിൻ ഡിഫക്ട്സ് ഒക്കെ ഹൈഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി മാപ്സും പിക്ചേഴ്സ് ഒക്കെ പെയിന്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്? വാട്ടർ വാർണിഷിനെ യൂസ് ചെയ്യുന്നത്. അതും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. മാപ്സും പിക്ചേഴ്സ് ഒക്കെ വാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്? വാട്ടർ വാർണിഷിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, പോളിവിനൈൽ ക്ലോറൈഡ് PVC എന്ത് മെറ്റീരിയൽ ആണ്? തെർമോ പ്ലാസ്റ്റിക് ആണോ? തെർമോ സെറ്റിംഗ് ആണോ? ഇലാസ്റ്റോ പ്ലാസ്റ്റിക് ആണോ? റിജിഡ് പ്ലാസ്റ്റിക് ആണോ? ഏതാണ്? പോളിവിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്നത് PVC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെർമോ പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ്. തെർമോ സെറ്റിംഗ് അല്ല, തെർമോ പ്ലാസ്റ്റിക് ആണ്. അതായത് നമുക്കൊന്ന് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സോഫ്റ്റ് ആവും, അതൊന്ന് കൂൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഹാർഡർ ആവും. അത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ തെർമോ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. പിന്നെ നമുക്ക് ഹീറ്റ് ചെയ്ത് കൊടുത്താലൊന്നും അതിനൊരു ചേഞ്ച് സംഭവിക്കില്ല, ജസ്റ്റ് ചാരിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ അറിയേണ്ടത് തെർമോ പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ്. അപ്പോൾ ആ ഒരു തെർമോ പ്ലാസ്റ്റിക്, ശരിക്കും പറഞ്ഞാൽ തെർമോ സെറ്റിംഗ്, ആ ഒരു പ്ലാസ്റ്റിക് സെറ്റ് ആവാൻ വേണ്ടിയുള്ള ടെമ്പറേച്ചർ റേഞ്ച് ഒക്കെ നമ്മൾ പറയാറുണ്ട്. ആ റേഞ്ച് അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്തേ, എത്ര ആ ഒരു ടെമ്പറേച്ചർ റേഞ്ചിലാണ് പ്ലാസ്റ്റിക് തെർമോ സെറ്റിംഗ് ആ ഒരു റേഞ്ച് ആവുന്നത്, ഏത് ടെമ്പറേച്ചറിലാണെന്ന് ജസ്റ്റ് കമന്റ് ചെയ്തു അറിയാവുന്നവർ. ഓക്കെ, which one of the following types of steel is used in the manufacturing of rails? Rails മാനുഫാക്ചർ ചെയ്യുന്നതിൽ മെയിനായിട്ട് നമ്മൾ പോയിന്റ്സ് ആൻഡ് ക്രോസിംഗ്സിലൊക്കെ റെയിൽസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റീൽ എന്ന് പറയുന്നത് മാൻഗനീസ് സ്റ്റീലാണ്. എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് എക്സാംസിൽ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മാൻഗനീസ് സ്റ്റീലാണ് യൂസ് ചെയ്യുന്നത്. ആ ടെമ്പറേച്ചർ ഒന്ന് കമന്റ് ചെയ്തേ, തെർമോ സെറ്റിംഗ് ആവുന്ന ആ ഒരു സ്റ്റേജ്, ആ ഒരു ടെമ്പറേച്ചർ ഒന്ന് കമന്റ് ചെയ്തോ. ഓക്കെ, ഇതൊന്ന് പറഞ്ഞേ. മാച്ച് ദ ഫോളോയിങ് ആണ്, എല്ലാം പറയുന്നുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഏതൊക്കെ എവിടെയൊക്കെയാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ്. പിഗ് അയൺ നമ്മൾ മാനുഫാക്ചർ ചെയ്തെടുക്കുന്നത് എവിടെയാണ്? നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് എന്താണ്? ബ്ലാസ്റ്റ് ഫർണസ് ഉണ്ട്. ബ്ലാസ്റ്റ് ഫർണസ് കൂടാതെ ഇനിയുണ്ട് ലോ ഷാഫ്റ്റ് ബ്ലാസ്റ്റ് ഫർണസ് പറയാറുണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രിക് റിഡക്ഷൻ ഫർണസ് പറയാറുണ്ട്, സ്പോഞ്ച് അയൺ പ്രോസസ്സ് പറയാറുണ്ട്. ഇതെല്ലാം പിഗ് അയണിന്റെ മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ ഏതാണ് വരിക? ഇലക്ട്രിക് റിഡക്ഷൻ ഫർണസ് ആണ് പിഗ് അയൺ നമ്മൾ പറയാം. മെയിനായിട്ട് നമ്മൾ ബ്ലാസ്റ്റ് ഫർണസ് ആണ് പറയുന്നത്, പക്ഷേ ഇലക്ട്രിക് റിഡക്ഷൻ ഫർണസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ഉണ്ട് കാസ്റ്റ് അയൺ. എന്തായിരിക്കും? കുപ്പോള ഫർണസ് ആണ്. റോട്ട് അയണ് റിവർബറേറ്ററി ഫർണസ് ആണ്. സ്റ്റീലിന് LD പ്രോസസ്. സ്റ്റീലിന് പല പ്രോസസ്സുകൾ പറയാറുണ്ട്. ഏതൊക്കെയാണ്? ബെസമർ പറയാറുണ്ട്, ഓപ്പൺ ഹാർത്ത് പറയാറുണ്ട്, അങ്ങനെ ഒരുപാട് പ്രോസസ്സുകൾ പറയാറുണ്ട്. സിമെന്റേഷൻ പറയാറുണ്ട്, ക്രൂസിബിൾ സ്റ്റീൽ പ്രോസസ് പറയാറുണ്ട്, LD പ്രോസസ്സും പറയാറുണ്ട്. LD പ്രോസസ് ലിൻസ് ഡോണാവിറ്റ്സ് പ്രോസസ് ആണ്. അത് സ്റ്റീലിന്റെ മാനുഫാക്ചറിങ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഓപ്ഷൻ എന്തായിരിക്കും വരിക? പിഗ് അയൺ എന്ന് പറയുന്നത് 4. അപ്പൊ A 4 ആയിരിക്കും. അപ്പൊ തന്നെ ആൻസർ കിട്ടി, C ആയിരിക്കും. അടുത്ത കാസ്റ്റ് അയൺ കുപ്പോള, റോട്ട് അയൺ റിവർബറേറ്ററി, സ്റ്റീൽ LD. ഓപ്ഷൻ C ആയിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആണല്ലോ? Okay. Bulletproof glass made of thick glass sheet and a sandwiched layer of. Bulletproof glassൽ നമ്മൾ thick glass sheetന്റെ ഒപ്പം എന്തൊക്കെ ലേയേഴ്സ് ആണ് ഓൾട്ടർനേറ്റ് ആയിട്ട് കൊടുക്കുക? എന്തിന്റെ ലെയർ ആണ് കൊടുക്കുക? നല്ല ഹൈ സ്ട്രെങ്ത് പ്ലാസ്റ്റിക് ആയ വിനൈൽ റെസിൻ പ്ലാസ്റ്റിക്കിന്റെ ലെയർ ആയിരിക്കും കൊടുക്കുക. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ആയിട്ട് എന്തായിരിക്കും വരിക? ഹൈ സ്ട്രെങ്ത് പ്ലാസ്റ്റിക്. സ്ഥിരമായിട്ട് SSC JE എക്സാമിനൊക്കെ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഒന്നുകിൽ വിനൈൽ റെസിൻ പ്ലാസ്റ്റിക് എന്ന് പറയും, അല്ലെങ്കിൽ ഹൈ സ്ട്രെങ്ത് പ്ലാസ്റ്റിക് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. Next one. Among the following construction materials, identify the one having the minimum value of density. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ SSC JE പ്രതീക്ഷിക്കാവുന്നതാണ്. തന്നിരിക്കുന്നതിൽ ഏത് മെറ്റീരിയലിനാണ് ഡെൻസിറ്റി കുറവെന്നാണ് ചോദിക്കുന്നത്. ഓരോന്നിന്റെ ഡെൻസിറ്റി ഒന്ന് പറഞ്ഞു നോക്കി. വാട്ടറിന്റെ ഡെൻസിറ്റി എത്രയാണ്? 1000 kg/m3 ആണ്. സ്റ്റീലിന്റെ ഡെൻസിറ്റി എത്രയാണ്? അറൌണ്ട് 7850 kg/m3 ആണ് വരുന്നത്. ബ്രിക്കിന്റെ എത്രയാണ്? അറൌണ്ട് ഒരു 1800, അതിനേക്കാൾ എബോവ് ആയിട്ട് വരും. 1800 ആൻഡ് എബോവ് ആയിരിക്കും ബ്രിക്കിന്റെ ആ ഒരു ഡെൻസിറ്റി എന്ന് പറയുന്നത്. OPCയുടെ എത്രയാണ്? 1440 kg/m3 ആണ്. ഈ തന്നിരിക്കുന്നതിൽ മിനിമം വാല്യൂ ഓഫ് ഡെൻസിറ്റി ആർക്കാണ്? പറഞ്ഞതിലെല്ലാം മിനിമം ഡെൻസിറ്റി ആർക്കേ ഉള്ളൂ? വാട്ടറിന് മാത്രമേ ഉള്ളൂ. 1000 kg/m3 ആണ് വാട്ടറിന്റെ ഡെൻസിറ്റി. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഓപ്ഷൻ A ആയിരിക്കും ആൻസർ. നെക്സ്റ്റ് ഉണ്ട്, ദ കോമൺലി യൂസ് ലൈം ഫോർ വർക്ക്സ് അണ്ടർ വാട്ടർ ഓർ ഇൻ ഡാം സിറ്റുവേഷൻസ്. അണ്ടർ വാട്ടർ അല്ലെങ്കിൽ ഡാം സിറ്റുവേഷൻസിന്റെ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ലൈം ആരായിരിക്കണം? ഹൈഡ്രോളിസിറ്റി പ്രോപ്പർട്ടി ഉള്ള ഹൈഡ്രോളിക് ലൈം ആണ്. അതിൽ തന്നെ ഹൈഡ്രോളിക് ലൈമിൽ തന്നെ ആരെയായിരിക്കണം യൂസ് ചെയ്യേണ്ടത്? എമിനന്റ്ലി ഹൈഡ്രോളിക് ലൈമിനെ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. എമിനന്റ്ലി ഹൈഡ്രോളിക് ലൈം. എമിനന്റ്ലി ഹൈഡ്രോളിക് ലൈമിൽ എന്താണുള്ളത്? 21 to 30% ക്ലേയുടെ പ്രസൻസ് ഉണ്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ. നെക്സ്റ്റ് വൺ, ദ പ്രിപ്പറേഷൻ ഓഫ് സർഫസ് ഓഫ് സ്റ്റോൺ ടു ഒബ്റ്റെയിൻ പ്ലെയിൻ എഡ്ജസ് ഓർ ടു ഒബ്റ്റെയിൻ സ്റ്റോൺസ് ഓഫ് റിക്വയർഡ് സൈസ് ആൻഡ് ഷേപ്പ്. റിക്വയർഡ് സൈസിലും ഷേപ്പിലേക്കും സ്റ്റോൺ വേണമെങ്കിൽ നമ്മൾ എന്താണ് ആ ഒരു സർഫസ് പ്രിപ്പറേഷന് പറയുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്? ഡ്രസ്സിങ് ഓഫ് സ്റ്റോൺസ്. സ്റ്റോൺസിനെ ഡ്രസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ആ കറക്റ്റ് ഷേപ്പിലും സൈസിലോട്ട് മാറുന്നത്. നേരത്തെ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിന്റെ റേഞ്ച് എനിക്കൊരു ആൻസർ ചെയ്തിട്ടില്ല. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 127 to 177 ഡിഗ്രി സെൽഷ്യസിലാണ് പ്ലാസ്റ്റിക് ആ ഒരു തെർമോസെറ്റിംഗ് റേഞ്ചിലോട്ട് വരുന്നത്. 127 to 177 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ. നെക്സ്റ്റ് വൺ, ദ ഫൈനസ് മോഡുലസ് ഓഫ് മീഡിയം സാൻഡ് റേഞ്ചസ് ബിറ്റ്വീൻ. ഫൈനസ് മോഡുലസ് പ്രകാരം സാൻഡിനെ 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഫൈനും മീഡിയവും കോഴ്സ് സാൻഡും ആണ്. അതിൽ മീഡിയം സാൻഡ് റേഞ്ച് എന്ന് പറയുന്നത് 2.6നും 2.9നും ഇടയ്ക്കായിരിക്കും. 2.2നും 2.6നും ഇടയ്ക്കാണ് ഫൈൻ വരുന്നത്. 2.9നും 3.2നും ഇടയ്ക്കായിരിക്കും എന്ത് വരുന്നത്? കോഴ്സ് വരുന്നത്. ഇത് ബേസ്ഡ് ഓൺ ഫൈനസ് മോഡുലസ് ആണ്. ഇനി സാൻഡിനെ തന്നെ ബേസ്ഡ് ഓൺ ഗ്രെയിൻ സൈസ് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അവിടെ ഫൈനും കോഴ്സും ഗ്രാവലി സാൻഡ് എന്നാണ് പറയുന്നത്. അതിന്റെയും വാല്യൂസ് അറിയാം. ആ ഒരു സീവ് എത്രയാണ് അതിന്റെ ഓപ്പണിംഗ്, ക്ലിയർ ഓപ്പണിംഗ് 1.5875 mm കൂടെ പാസ് ചെയ്യുന്നതിലെല്ലാം ഫൈൻ സാൻഡ് എന്ന് പറയാം. 3.175 mm കൂടെ പാസ് ചെയ്യുന്നതിനെല്ലാം കോഴ്സ് സാൻഡ് എന്ന് പറയാം. അടുത്തത് 7.62 mm കൂടെ പാസ് ചെയ്യുന്നതിനെല്ലാം എന്ന് പറയാം? ഗ്രാവലി സാൻഡ് എന്ന് പറയാം. ഇവിടെ ഫൈനസ് മോഡുലസിന്റെ ബേസിലുള്ള മീഡിയം സാൻഡിന്റെ വാല്യൂ ആണ് ചോദിക്കുന്നത്. 2.6നും 2.9നും ബിറ്റ്വീൻ ആയിരിക്കും. Which of the following is not a physical property of a building material? തന്നിരിക്കുന്നതിൽ ബിൽഡിംഗ് മെറ്റീരിയലിലെ ഫിസിക്കൽ പ്രോപ്പർട്ടി അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരുന്നത്. ഇതല്ലാതെയും നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ജനറൽ ആയിട്ടും SSC എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഡെൻസിറ്റി, സ്പെസിഫിക് ഹീറ്റും പോറോസിറ്റി എല്ലാം ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ്. പക്ഷേ ഇലാസ്റ്റിസിറ്റി എന്താണ്? അതൊരു മെക്കാനിക്കൽ പ്രോപ്പർട്ടിയാണ്. നമ്മൾ എന്തെങ്കിലും ഒരു ഫോഴ്സ് കൊടുത്താൽ അതിന് ഡീഫോർമേഷൻ സംഭവിക്കും. ആ ഫോഴ്സ് റിലീസ് ചെയ്യാൻ എന്ത് ചെയ്യും? അത് അതിന്റെ ഇനീഷ്യൽ കണ്ടീഷനിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. അതൊരു മെക്കാനിക്കൽ പ്രോപ്പർട്ടിയാണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പോൾ തന്നിരിക്കുന്നതിൽ ഫിസിക്കൽ പ്രോപ്പർട്ടി അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഇലാസ്റ്റിസിറ്റി ആണ്. നെക്സ്റ്റ് വൺ, വിച്ച് when the rocks are classified on the basis of physical characteristics, the type of rocks that has a tendency to split up in a definite direction. നമ്മൾ സ്ഥിരമായ ഡെഫിനേഷൻ തന്നെ ഇത് പറയാറുണ്ട്. ഒരു ഡെഫിനിറ്റ് ഡയറക്ഷനിലോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ ടെൻഡൻസി ഉള്ള റോക്സിനെ പറയുന്ന പേരാണെന്ത്? ഫോളിയേറ്റഡ് റോക്ക്. ഫോളിയേറ്റഡ് റോക്ക് ആണ് ഡെഫിനിറ്റ് ഡയറക്ഷനിലോട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഫോളിയേറ്റഡ് റോക്കിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് നീസിനെയൊക്കെ പറയാം. നെക്സ്റ്റ് വൺ,
What paint is applied on steel and not enclosed in concrete? സ്റ്റീലിൽ മെയിനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പെയിന്റ് ഇതിൽ ഏതായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റീലിൽ മെയിനായിട്ട് അറിയേണ്ടതാണ്, സ്റ്റീലിൽ കൊറോഷനെ ഒന്നും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ കൊറോഷൻ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ബേസിനായിരിക്കും പൊതുവേ യൂസ് ചെയ്യുന്നത്? റെഡ് ലെഡ് ബേസ് ആയിട്ടുള്ള പെയിന്റിനായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് യെല്ലോ ലെഡ്, ഗ്രീൻ ലെഡ്, ബ്ലാക്ക് ലെഡ് ഒന്നുമല്ല, റെഡ് ലെഡ് ഉള്ള ബേസ് ഉള്ള പെയിന്റിനായിരിക്കും നമ്മൾ മെയിനായിട്ട് സ്റ്റീലിലൊക്കെ യൂസ് ചെയ്യുന്നത്. അയൺ സർഫസിലും സ്റ്റീലിലൊക്കെ യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് കൊറോഷൻ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആണല്ലോ? ഈ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. Next one, which of the following is not a durability test conducted on building stone? തന്നിരിക്കുന്നതിൽ ഡ്യൂറബിലിറ്റി കണ്ടുപിടിക്കാൻ പറ്റാത്തത് തന്നിരിക്കുന്നതിൽ ഏത് ടെസ്റ്റ് വഴിയാണ്? മെയിനായിട്ട് ഡ്യൂറബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കുന്ന ഏത് ടെസ്റ്റിലാണ്? ക്രിസ്റ്റലൈസേഷൻ ടെസ്റ്റിലാണ്. ഇവിടെ മോസ് സ്കെയിൽ ടെസ്റ്റ് നമുക്ക് ഡ്യൂറബിലിറ്റി കിട്ടുമോ? ഡ്യൂറബിലിറ്റി കിട്ടില്ല, അത് ഹാർഡ്നെസ് മാത്രമേ നമുക്ക് അറിയാനായിട്ട് പറ്റൂ. ആസിഡ് ടെസ്റ്റിൽ നമ്മൾ കാൽഷ്യം കാർബണേറ്റിന്റെ പ്രസൻസ് ആണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ കാൽഷ്യം കാർബണേറ്റ് എത്രത്തോളം ഉണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അത് വെച്ചിട്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഡ്യൂറബിലിറ്റി, ആ ഒരു സ്റ്റോൺ എത്രത്തോളം ഡ്യൂറബിൾ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് തന്നെയാണ്. സ്മിത്ത് ടെസ്റ്റ് വെച്ചും ഇതുപോലെ തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു സോലബിൾ മാറ്റേഴ്സിന്റെ പ്രസൻസ് ഉണ്ടെങ്കിലും ഡ്യൂറബിൾ ആണോ അല്ലേ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അടുത്ത ബ്രാഡ്സ് ടെസ്റ്റ് എന്താണ്? ഫ്രോസ്റ്റ് റെസിസ്റ്റൻസ് ഉണ്ട്, അതും ഡ്യൂറബിലിറ്റി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഹാർഡ്നെസ് മനസ്സിലാക്കാൻ പറ്റുന്ന മോസ് സ്കെയിൽ ടെസ്റ്റ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഡ്യൂറബിലിറ്റി ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യാതെ ഉള്ളൂ. അപ്പോൾ ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരും. Next one, which type of material is mainly used in making insulating tubes, switch blocks and lamp sockets? Insulating tubes ഉം lamp socket എല്ലാം മേക്ക് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ആരായിരിക്കും? പോർസലീൻ ആണ്. പോർസലീൻ തന്നെ വൈറ്റ് വെയർ ആണ്, തിൻ ആയിട്ടുള്ള വൈറ്റ് ട്രാൻസ്പെറൻറ്റ് സബ്സ്റ്റൻസ് ആണ് പോർസലീൻ എന്ന് പറയുന്നത്. ക്ലേ പ്രോഡക്ട്സിൽ പറയുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് പോർസലീൻ. പോർസലീൻ തന്നെ ലോ വോൾട്ടേജ് പോർസലീൻ ഉണ്ട്, ലോ വോൾട്ടേജ് പോർസലീൻ ഉണ്ട്, ഹൈ വോൾട്ടേജ് പോർസലീൻ ഉണ്ട്. ലോ വോൾട്ടേജിൽ ഡ്രൈ പ്രോസസ് വഴിയും ഹൈ വോൾട്ടേജിൽ വെറ്റ് പ്രോസസ് വഴിയായിരിക്കും മാനുഫാക്ചർ ചെയ്തെടുക്കുക. Next one, eminently hydraulic lime is one in which the percentage of silica, alumina and iron oxide. എങ്ങനെയായിരിക്കും eminently hydraulic lime പൊതുവേ clay content എങ്ങനെയായിരിക്കും? ഏകദേശം 21 to 30% ആയിരിക്കും. തന്നിരിക്കുന്ന ഓപ്ഷനിൽ നമുക്ക് അപ്പോൾ എന്ത് സെലക്ട് ചെയ്യാം? 25 to 30% നമുക്ക് സെലക്ട് ചെയ്യാം. ഓപ്ഷൻ സി ആയിട്ടായിരിക്കും കറക്റ്റ് ആൻസർ വരിക. Which of the following is a softest rock or mineral? തന്നിരിക്കുന്നതിൽ ഏറ്റവും സോഫ്റ്റസ്റ്റ് ആയിട്ടുള്ള റോക്ക് അല്ലെങ്കിൽ മിനറൽ ആരായിരിക്കും? നമുക്ക് മോസ് സ്കെയിൽ അനുസരിച്ച് തന്നെ അറിയാം, ടാൾക്ക് തൊട്ട് തുടങ്ങി ഡയമണ്ട് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും സോഫ്റ്റസ്റ്റ് ആരായിരിക്കും? ടാൾക്ക് ആയിരിക്കും. ഏറ്റവും ഹാർഡസ്റ്റ് ആരാണ്? ഡയമണ്ട് ആണ്. ഓക്കെ, നെക്സ്റ്റ്, the defect in a painting work is indicated as loosening of certain portion of paint films due to failure of bond or lack of adhesion. lack of adhesion കാരണം, നല്ലവണ്ണം അഡീഷൻ ചെയ്തിരിക്കാൻ പറ്റാത്ത കാരണം പെട്ടെന്ന് ലൂസ് ചെയ്ത് വരുന്ന ആ ഒരു ഡിഫക്റ്റിനെയാണ് എന്തെന്ന് പറയാം? ഫ്ലേക്കിംഗ് എന്ന് പറയാം. ബ്ലൂമും സാപ്പോണിഫിക്കേഷൻ ഒക്കെ നമ്മൾ നേരത്തെ പറയാം. ഫ്ലേക്കിംഗ് ആണ് എളുപ്പത്തിൽ ആ ഒരു ഡിറ്റാച്ച് ചെയ്ത് വരുന്ന പെയിന്റ് ഫിലിമിന് ഡിറ്റാച്ച്മെന്റിനെ പറയുന്നതാണ് ഫ്ലേക്കിംഗ്. ഓക്കെ, നെക്സ്റ്റ് വൺ, in conducting a standard consistency test of OPC wicket apparatus, what is the penetration depth of the needle from the top of wicket mold for the paste to have normal consistency? Normal consistency വേണമെങ്കിൽ എത്ര ഡെപ്തിലേക്ക് പെനിട്രേഷൻ വേണം? നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന ഒരു വാല്യൂ ആണ്. വിക്കറ്റ് അപ്പാരറ്റസ് വെച്ചിട്ട് കൺസിസ്റ്റൻസി ടെസ്റ്റ് ചെയ്യുമ്പോൾ പ്ലഞ്ചർ ആണ് അറ്റാച്ച്മെന്റ് ആയിട്ട് യൂസ് ചെയ്യുക. അത് എത്ര ഡെപ്തിലേക്കാണ് പെനിട്രേറ്റ് ചെയ്ത് നിൽക്കേണ്ടത്? സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി ആണ് പറയുന്നതെങ്കിൽ 33 to 35 mm പെനിട്രേഷൻ ആണെങ്കിൽ കറക്റ്റ് കൺസിസ്റ്റൻസി ആണ്, സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി ആണ് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓപ്ഷൻ സി ആണ്. പല രീതിയിൽ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വിക്കറ്റ് അപ്പാരറ്റസ് വെച്ചിട്ട് എത്രയിലാണ് പെനിട്രേറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്നുള്ളത്. ഇൻ ഗേജ്ഡ് സിമെന്റ് മോട്ടോർ ദ അഡീഷൻ ഓഫ് സിമെന്റ് ഈസ് ഡൺ വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ്? സിമെന്റിന്റെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ഗേജ്ഡ് സിമെന്റ് മോട്ടാർ വരുന്നത് എന്നുള്ളതാണ്. സിമെന്റ് കൂടെ ആരും കൂടെ ആഡ് ചെയ്യണം? നമ്മുടെ ആ ഒരു ലൈം മോട്ടാറും കൂടെ ആഡ് ചെയ്യും. സിമെന്റ് ലൈമും ആണ് ഗേജ്ഡ് മോട്ടാറിന്റെ ബൈൻഡിങ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. രണ്ടും കൂടെ വരുന്നതിനാണ് എന്തെന്ന് പറയാം? ഗേജ്ഡ് മോട്ടാർ എന്ന് പറയാം. നെക്സ്റ്റ്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ലൈം. കാൽസിനേഷൻ ഓഫ് ലൈംസ്റ്റോൺ റിസൾട്ട്സ് ഇൻ ക്വിക്ക് ലൈം. ക്വിക്ക് ലൈം കിട്ടുന്നത് കാൽസിനേഷൻ ചെയ്യുമ്പോഴാണ്. ലൈം പ്രൊഡ്യൂസ്ഡ് ഫ്രം പ്യുവർ വെറൈറ്റി ഓഫ് ചോക്ക് ഈസ് കോൾഡ് ഹൈഡ്രോളിക് ലൈം. പ്യുവർ ചോക്കിൽ നിന്ന് കിട്ടുന്നതിനെയാണ് ഹൈഡ്രോളിക് ലൈം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആണോ? അല്ല, ഇംപ്യൂർ ആയിട്ടുള്ള കൺകാറിൽ നിന്നാണ് നമുക്ക് ഹൈഡ്രോളിക് ലൈമിനെ കിട്ടുള്ളൂ. അടുത്ത, ഹൈഡ്രേറ്റഡ് ലൈം ഈസ് ഒബ്റ്റൈൻഡ് ബൈ ട്രീറ്റിംഗ് ക്വിക്ക് ലൈം വിത്ത് വാട്ടർ. ക്വിക്ക് ലൈമിനെ വാട്ടറുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഹൈഡ്രേറ്റഡ് ലൈം കിട്ടുക. ഈ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ട് അപ്പോൾ വരിക? സ്റ്റേറ്റ്മെന്റ് 1ഉം 3ഉം മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൂ. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആണല്ലോ? ഇതെല്ലാം നമ്മൾ ലൈമിന്റെ ബേസിക് കാര്യങ്ങളാണ് പറയുന്നത്. ഡെഫിനേഷൻ ആ ഒരു ടെർമിനോളജി പ്രോസസ്സിലുള്ളതാണ്. Which of the following lime will be used for finishing coat in plastering and whitewashing? Finishing coat, പ്ലാസ്റ്ററിംഗിലും വൈറ്റ് വാഷിംഗിലും ഫിനിഷിംഗ് കോട്ടായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സെമി ഹൈഡ്രോളിക് ലൈമിനെ നമ്മൾ യൂസ് ചെയ്യാറില്ല, മേസൺറി വർക്സിന് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. കൺകാർ ലൈമിനെ നമ്മൾ മേസൺറി മോട്ടാറിന് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. എമിനന്റ്ലി ഹൈഡ്രോളിക് ലൈമിനെ സ്ട്രക്ചറൽ കൺസ്ട്രക്ഷൻ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെയും നമ്മൾ ഫിനിഷിംഗ് വർക്സിന് നമുക്ക് ആരെ യൂസ് ചെയ്യാം? മഗ്നീഷ്യം ഓർ ഡോളോമാറ്റിക് ലൈമിനെ യൂസ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, the lime which has high calcium oxide content and is dependent for setting and hardening solely on the absorption of carbon dioxide from the atmosphere. കംപ്ലീറ്റ് ആയിട്ട് കാൽഷ്യം ഓക്സൈഡ്, പ്യൂർ ആയിട്ട് കാൽഷ്യം ഓക്സൈഡ് ഉള്ളതുമാണ്. എങ്ങനെ സെറ്റ് ചെയ്യുള്ളൂ? കാർബൺ ഡൈ ഓക്സൈഡിനെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് അബ്സോർബ് ചെയ്ത് മാത്രമേ സെറ്റ് ചെയ്ത് നടക്കുള്ളൂ. അത് ഏത് ലൈം ആയിരിക്കും? നമ്മുടെ ഫാറ്റ് ലൈം ആയിരിക്കും. ഫാറ്റ് ലൈം തന്നെയാണ് നമ്മുടെ പ്യൂർ ലൈം എന്ന് പറയുന്നത്. ദ നാച്ചുറൽ ബെഡിങ് പ്ലെയിൻ ഓഫ് സ്റ്റോൺസ് ആൻഡ് ദ ഡയറക്ഷൻ ഓഫ് പ്രഷർ. നാച്ചുറൽ ബെഡിങ്, സ്റ്റോണിന്റെ നാച്ചുറൽ ബെഡിങ്ങും
ആ ഒരു ആക്ട് ചെയ്യുന്ന പ്രഷറും എപ്പോഴും എങ്ങനെയായിരിക്കും? നോർമൽ ആയിരിക്കും. നമ്മൾ സ്റ്റോൺ മേസൺട്രിയിലൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, നോർമൽ ആയിരിക്കും ആ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത്. ചൂസ് ദ മിനറൽ ഫ്രം ദ ഫോളോയിങ്. തന്നിരിക്കുന്നതിൽ മിനറൽ ആയിട്ടുള്ളത് ആരാണ്? ലൈം സ്റ്റോൺ, റോക്ക് സ്റ്റോൺ ആണ്, ഗ്രാനൈറ്റ് സ്റ്റോൺ ആണ്, സാൻഡ് സ്റ്റോൺ ആണ്. ഹോൺബ്ലെൻഡ് ആണ് മിനറൽ ആണ്. എന്തിന്റെ മിനറൽ ആണ്? ഇഗ്നിയസ് റോക്കിന്റെ മിനറൽ വരുന്നതാണ് ഹോൺബ്ലെൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദ പിഗ്മെന്റ് വോളിയം കോൺസെൻട്രേഷൻ നമ്പർ റേഞ്ച് ഓഫ് പെയിന്റ് ഫോർ പ്രൈം കോട്ട് ഓൺ മെറ്റൽസ്. മെറ്റൽസിൽ പ്രൈം കോട്ട് ആയിട്ട് കൊടുക്കുന്നെങ്കിൽ PVCന്റെ റേഞ്ച് എന്തായിരിക്കും? 25 to 40 ആയിരിക്കും. 25 to 40. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ മാക്സിമം നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്തത് ഏകദേശം ഒന്നെല്ലാം അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഒരു ഏകദേശം ഐഡിയ, എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഏകദേശം ആ ഒരു മെജോറിറ്റി വരുന്ന ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണമെന്നാണ് വിശ്വാസം. എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും ഏകദേശം ആ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും ഈ പറയുന്ന കുറച്ച് ഡേയ്സ് മാത്രമേ ഉള്ളൂ. 9th, 10th, 11th അല്ലേ എക്സാം ആയിട്ട് പറയാം. ഓക്കെ, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ എല്ലാവർക്കും ഓക്കെ ആയിരുന്നു എന്ന് കരുതുന്നു. ഓക്കെ, എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. SSC JE എക്സാം ഒക്കെ നമുക്ക് SSC JE എക്സാം വളരെ അധികം നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ്. സിവിൽ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ച് നമ്മുടെ നോർമൽ എക്സാംസിനെക്കാളും കുറച്ചും കൂടെ ഈസി ആയിട്ട് മാത്രമേ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് വരുള്ളൂ. അത് നല്ല രീതിയിൽ തന്നെ ക്രാക്ക് ചെയ്യാനായിട്ടും ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ച് വായിച്ച് അറ്റൻഡ് ചെയ്യാനായിട്ടും ശ്രമിക്കണം. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.